എന്റെ ജീവിതത്തില് ഇത്രയും വാക്ക് പാലിക്കാത്ത ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. എടോ തനിക്ക് നാണമില്ലേടോ? ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ജനുവരിയിൽ തിരിച്ചു വരാമെന്ന് പറഞ്ഞു പോയി ഞാൻ വെറും 7 മാസം കഴിഞ്ഞ് ഓഗസ്റ്റിൽ തിരിച്ചു വന്നിരിക്കുവാണ്. ചെറുതായിട്ടൊന്ന് ലേറ്റായി, പക്ഷെ നിങ്ങൾ ആരും എന്നെ തെറി വിളിക്കരുത്. കാരണം നിങ്ങൾ ആരും ഗുണ്ടകളല്ല. നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കാതിരിക്കാൻ പുതിയൊരു കാരണം കൂടിയുണ്ട്. നിങ്ങൾ എല്ലാവരും കാത്തിരുന്നത് പോലെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്ന് വെച്ചാൽ ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. ഓഗസ്റ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ. അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അടുത്തതായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഓഗസ്റ്റിൽ തന്നെ നമ്മൾ മാർവൽ ചെയ്തു തുടങ്ങും. കേൾക്കുമ്പോൾ തന്നെ ഞാൻ ചാർജ് ആണ്. 2026 ഡിസംബറിൽ ഡൂംസ്ഡേ ഇറങ്ങുന്നതിന് മുൻപായിട്ട് ഇതുവരെ ഇറങ്ങിയ മാർവലിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. പറ്റിയ ഭാഗ്യം. അപ്പൊ സമയം കളയാതെ നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2019 റിലീസായ ഒരു ലൈവ് ആക്ഷൻ അനിമേറ്റഡ് ചിത്രമായിട്ടുള്ള ദി ലയൺ കിങ് എന്ന് പറയുന്ന സിനിമയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഹാപ്പി ഹോഗൻ അല്ലെങ്കിൽ ജോൺ ഫെവറോ ആണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. 1994 ഇറങ്ങിയ ഇതിന്റെ ഒറിജിനൽ അനിമേറ്റഡ് മൂവിയുടെ ഒരു റീമേക്ക് വേർഷനാണ് 2019 ഇറങ്ങിയ ഈ ലയൺ കിങ്. ഈ ചിത്രം നേടിയ കളക്ഷൻ ചെറുതൊന്നുമല്ല. $1.6 ബില്യൺ എന്ന് പറഞ്ഞ ഏകദേശം 13,800 കോടി രൂപയാണ് ഈ ചിത്രം വാരിയത്. എന്തായാലും അത് വെറുതെ ഇരിക്കില്ലല്ലോ. അപ്പൊ നമുക്ക് സമയം കളയാതെ ഇന്നത്തെ സിനിമയിലേക്ക് കടക്കാം. എന്റെ പേര് അമിത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. എല്ലാ ദിവസത്തെയും പോലെ അന്നും ആ കാട്ടിൽ സൂര്യൻ ഉദിച്ചുയർന്നു. പക്ഷെ അതൊരു സാധാരണ ദിവസമായിരുന്നില്ല. ആ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങൾക്കും ഇന്നൊരു വലിയ ആഘോഷമാണ്. കാടിനെ ഭരിക്കുന്ന സിംഹരാജാവായിട്ടുള്ള മുഫാസയ്ക്ക് ഒരു മകൻ ജനിച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ യുവരാജാവ്, ഭാവിയിലെ കാട് ഭരിക്കാൻ പോകുന്ന ഒരേയൊരു രാജാവ്. രാജകുമാരനെ കാണാൻ വേണ്ടി പ്രജകൾ എല്ലാവരും വലിയ ആവേശത്തോടെയാണ് അങ്ങോട്ട് നടന്നെടുക്കുന്നത്. നടന്നും ഇഴഞ്ഞും പറന്നും നീന്തിയും ആ കാട്ടിലെ ജീവനുള്ള എല്ലാം രാജകുമാരനെ വരവേൽക്കാൻ വേണ്ടി ഒരു മലയുടെ താഴേക്ക് പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുവാണ്. രാജാവ് ഭരിക്കുന്ന ഭാഗത്തെ പ്രൈഡ് ലാൻഡ് എന്നാണ് പറയുക. അത്രയും ഭാഗത്തുള്ള പ്രജകളാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. രാജാവായിട്ടുള്ള മുഫാസയുടെ മന്ത്രി പദവി അലങ്കരിക്കുന്ന സാസു എന്ന് പറയുന്ന വേഴാമ്പൽ അങ്ങോട്ട് പറന്നെത്തി. വന്ന ഉടനെ സാസു രാജാവിന്റെ മുന്നിൽ തലകുമ്പിട്ട് വണങ്ങുന്നു. അത്രയും അധികം ബഹുമാനമാണ് രാജാവിന് എല്ലാ പ്രജകൾക്കും. രാജാക്കന്മാരുടെ എല്ലാം ഉപദേശകനായിട്ട് നിലകൊള്ളുന്നത് റഫീഖി എന്ന് പറയുന്ന മാൻഡ്രിൽ വിഭാഗത്തിൽപ്പെട്ട ഒരു കുരങ്ങനാണ്. ഒരുപാട് കാലം രാജാക്കന്മാരുടെ കൂടെ ജീവിച്ചിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ റഫീഖിക്കുണ്ട്. അതുകൊണ്ട് കാടിന്റെ ഭരണത്തിൽ പലപ്പോഴും റഫീഖി ചില ഉപദേശങ്ങളൊക്കെ നൽകാറുണ്ട്. മാത്രമല്ല ഈ ചടങ്ങിലെ പ്രധാനപ്പെട്ട ഒരാൾ കൂടിയാണ് റഫീഖി. ആചാരങ്ങളെ പറ്റി നന്നായിട്ട് അറിയുന്നത് ഈ നടന്നു വരുന്ന റഫീഖിക്കാണ്. കിങ് മുഫാസ അവിടേക്ക് വന്ന റഫീഖിയുടെ അനുഗ്രഹം വാങ്ങിയ ശേഷം തന്റെ ഭാര്യയും ഈ കാട്ടിലെ റാണിയുമായിട്ടുള്ള സറാബിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. സറാബിയുടെ കൈകളിൽ നമ്മൾ ആദ്യമായിട്ട് ഈ കാട്ടിലെ രാജകുമാരനെ കാണുവാണ്. അവർ യുവരാജാവിന് നൽകിയിരിക്കുന്ന പേരാണ് നമ്മൾക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്നത്. അവരവന് സിംബ എന്നാണ് പേരിട്ടിരിക്കുന്നത്. സിംബ പതുക്കെ കണ്ണുകൾ തുറക്കുന്നു. അവൻ കാണുന്നത് റഫീഖിയുടെ മുഖമാണ്. റഫീഖി അവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രത്യേക മരത്തിന്റെ വേര് പൊട്ടിച്ച് അതിൽ നിന്നെടുക്കുന്ന ചുവന്ന പൊടി സിംബയുടെ നെറ്റിയിൽ തൊടുവിക്കുവാണ്. ഇതൊക്കെ ആ കാട്ടിലെ ആചാരമാണ്. റഫീഖ് സിംബയെ കയ്യിലെടുത്ത് എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ആ മലയുടെ ഏറ്റവും അറ്റത്തേക്ക് നടക്കുവാണ്. പ്രൈഡ് സ്റ്റോൺ എന്നാണ് ഈ കാണുന്ന കല്ലിനെ പറയുക. സിംഹരാജാവും അദ്ദേഹത്തിന്റെ ഫാമിലിയും താമസിക്കുന്ന പ്രത്യേക സ്ഥലമാണ് ഈ പ്രൈഡ് സ്റ്റോൺ. തന്റെ മകനെ പ്രജകളെല്ലാവരും കാണാൻ പോവുകയാണെന്നോർത്ത് മുഫാസയും സറാബിയും സ്നേഹം പങ്കിടുന്നു. അങ്ങനെ ചില നിമിഷങ്ങൾക്കുള്ളിൽ റഫീഖ് സിംബയെ കയ്യിലെടുത്ത് എല്ലാ പ്രജകളുടെയും മുന്നിലേക്ക് ഉയർത്തി കാണിക്കുകയാണ്. രാജകുമാരനെ വരവേൽക്കാൻ വന്നവരെല്ലാം ആ കാഴ്ച കണ്ട് കൈയടിച്ചും ശബ്ദമുണ്ടാക്കിയും ആ ചടങ്ങിനെ പൂർണ്ണമാക്കുന്നു. പ്രജകൾ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ഭാവിയുടെ പ്രതീക്ഷയാണ് സിംബ എന്ന് പറയുന്ന അവരുടെ രാജകുമാരൻ. അവിടേക്ക് വന്ന സൂര്യരശ്മികൾ സിംബയുടെ ശരീരത്തിനെ മുഴുവനായി പൊതിഞ്ഞു. ഒന്നും അറിയാത്ത സിംബ ഈ കാഴ്ചകളെല്ലാം ഇങ്ങനെ നോക്കി കാണുകയാണ്. അവിടെയാണ് ദി ലയൺ കിങ് എന്ന് പറയുന്ന ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. പക്ഷെ തൊട്ടടുത്ത സീൻ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നതല്ല. ഇത്രയും ആഘോഷങ്ങളുള്ള കാടിന്റെ മറ്റൊരു വശമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു എലി അതിന്റെ ഭക്ഷണം കണ്ടെത്താൻ വേണ്ടി കുറെ നേരമായിട്ട് ഇങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അത് പതുക്കെ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് കയറി ചെന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ചെടിയുടെ അറ്റത്ത് തൂങ്ങിയാടി നിൽക്കുമ്പോഴാണ് ഇരുട്ടിന്റെ മറവിൽ നിന്ന് മുഖത്തൊരു മുറിപ്പാടുള്ള സിംഹം അവിടേക്ക് കടന്നു വരുന്നത്. ആരാണിത്? സിംഹങ്ങളെല്ലാം രാജാക്കന്മാരുടെ ആളുകളായിട്ടും ഈ സിംഹത്തിനെ കാണാൻ മാത്രം എന്താണ് ഇങ്ങനെ കോലം കെട്ടിരിക്കുന്നത്? ഇങ്ങനെ പല സംശയങ്ങളും നമ്മൾക്ക് പെട്ടെന്ന് തോന്നും. സ്കാർ എന്നാണ് ഈ സിംഹത്തിന്റെ പേര്. അവൻ ആ ചെറിയ എലിയോട് പറയാൻ തുടങ്ങി, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ജീവിതം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ചിലർ ജീവിതം മുഴുവനായി ആഘോഷിക്കുമ്പോൾ വേറെ ചിലർ വീണ് കിട്ടുന്ന എല്ലും കഷ്ണങ്ങൾ കഴിച്ച് ജീവിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ
പറഞ്ഞാൽ എന്റെയും നിന്റെയും ജീവിതമൊക്കെ ഒരുപോലെയാ. അറിയിക്കപ്പെട്ടത് കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നരകം പോലെയുള്ള ഒരു ജീവിതം. പക്ഷെ ഇന്ന് നിന്നെ എന്റെ ഭക്ഷണമാക്കിക്കൊണ്ട് നിന്നെ ഞാൻ എന്നേക്കുമായി രക്ഷിക്കാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞ സ്കാർ ആ എലിയെ തന്റെ കയ്യിൽ പിടിച്ച് കഴിക്കാൻ പോകുമ്പോഴാണ് രാജാവ് മുഫാസയുടെ വലങ്കയായിട്ടുള്ള സാസു സ്കാറിന്റെ അടുത്തേക്ക് വരുന്നത്. സ്കാർ, രാജാവ് മുഫാസ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വരുമ്പോ ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ല. നീ എഴുന്നേറ്റ് നിന്ന് രാജാവിനെ ആദ്യം താണു വണങ്ങണം. ഒരു രാജാവിനെ ബഹുമാനിക്കാൻ പഠിക്കണം. സാസു, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നീ പറയുന്നത് കേട്ടു നിന്ന കാരണം എന്റെ കയ്യിലിരുന്ന എലി ചാടിപ്പോയി. ഇന്നത്തെ എന്റെ ഭക്ഷണം നീ കാരണം മുടങ്ങി. നിന്റെ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് രാവിലത്തെ ചടങ്ങിന് നീ എന്താ വരാതിരുന്ന്? ഇതിനെന്തായാലും നീ മുഫാസയോട് ഉത്തരം പറഞ്ഞേ പറ്റൂ. രാജാവ് അങ്ങോട്ട് വരട്ടെ, ശരിയാക്കി തരും. എനിക്ക് ആരോടും ഉത്തരം പറയേണ്ട ഒരു ആവശ്യവും ഇല്ല. എനിക്കിപ്പോ വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. സ്കാർ, നീ എന്താ എന്നെ അങ്ങനെ നോക്കുന്നത്? നീ നോക്കുന്ന കണ്ടതൊന്നും നീ എന്നെ പിടിച്ച് കഴിക്കാൻ പോവാന്ന്. എന്റെ പ്ലാൻ നീ അങ്ങനെ മനസ്സിലാക്കിയല്ലേ? കുഴപ്പമില്ല, ഞാൻ നിന്നെ അധികം വേദനിപ്പിക്കാതെ കഴിച്ചോളാം. സ്കാർ, നോ നോ നോ, എന്റെ അടുത്തേക്ക് വരണ്ട. ദേ, ഞാൻ ആരാന്നറിയാലോ? ഇവിടുത്തെ രാജാവിന്റെ മന്ത്രിയാണ് ഞാൻ. രാജാവിന്റെ സഭയിലെ മെയിൻ ആയിട്ടുള്ള ഒരാളാ ഞാൻ. അദ്ദേഹത്തിന്റെ വലങ്കൈ. എന്നെ തൊട്ട് എന്തോ ഉണ്ടാവുമെന്നറിയോ? പക്ഷെ സാസു ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും സ്കാർ സാസുവിനെ തന്റെ കയ്യിൽ പിടിക്കുവാണ്. സാസു ആകെ പേടിച്ചു പോയി. പെട്ടെന്നാണ് കിങ് മുഫാസ അങ്ങോട്ട് കടന്നു വരുന്നത്. സ്കാർ, സാസുവിനെ വെറുതെ വിട്. ഓ, മഹാരാജാവ് മുഫാസ, ഈ പാവത്തിനെ കാണാൻ അങ്ങ് നേരിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നു. സ്കാർ, സിംബയുടെ ചടങ്ങിന്റെ സമയത്ത് ഞാനും നമ്മുടെ എല്ലാ ബന്ധുക്കളും എന്റെ റാണി സറാബിയും നിന്നെ ഒരുപാട് കാത്തിരുന്നു. പക്ഷെ നിന്നെ അവിടെ എവിടെയും കണ്ടില്ല. എന്തുകൊണ്ടാണ് നീ വരാതിരുന്നത്? എനിക്ക് ഉത്തരം കിട്ടിയേ പറ്റൂ. അയ്യോ മഹാരാജൻ, ഞാൻ വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. ആ ചടങ്ങ് എന്നാണെന്നുള്ള കാര്യം ഞാൻ അങ്ങോട്ട് മറന്നുപോയി. അല്ലാതെ അവിടേക്ക് വരാതിരിക്കാൻ മാത്രം ധൈര്യം എനിക്കില്ല. ഒരിക്കലും മഹാരാജാവിനെയും റാണിയെയും ധിക്കരിക്കാനുള്ള ധൈര്യം എനിക്കില്ലല്ലോ. പ്രത്യേകിച്ച് എനിക്ക് മഹാറാണി സറാബിയെ ഒരുപാട് ഇഷ്ടമാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. ഞാൻ മറന്നുപോയതാണ്. എന്നോട് ക്ഷമിച്ചേക്ക്. നീ മറന്നുപോയെന്ന് പറഞ്ഞാ അതെങ്ങനെ ശരിയാവും സ്കാർ? നീ രാജാവിന്റെ അനിയനല്ലേ, സഹോദരൻ? അങ്ങനെയുള്ള നിലയ്ക്ക് സിംബയുടെ ചടങ്ങിന് ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത് നീയായിരുന്നു. എന്നിട്ട് മറന്നുപോയെന്നോ? സാസു, ഞാൻ തന്നെയായിരുന്നു അവിടെ മുൻനിരയിൽ ഉണ്ടാവേണ്ടിയിരുന്നത്. ഞാനായിരുന്നു അടുത്ത രാജാവേണ്ടത്. പക്ഷേ സിംബ വന്നതോടെ എനിക്ക് സ്ഥാനമില്ലാതെയായി. എനിക്കതിൽ വിഷമമില്ല. എന്നാലും പറഞ്ഞതേ ഉള്ളൂ. സ്കാർ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നീ ഇപ്പൊ എനിക്ക് നേരെ മുഖം തിരിച്ച് നടന്നുകൊണ്ടിരിക്കുവാണ്. ഒരു രാജാവിന് നേരെ മുഖം തിരിക്കരുതെന്ന് അറിയില്ലേ? ഞാൻ മുഖം തിരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേക്ക് എന്റെ മുന്നിൽ വന്നു നിന്ന് സംസാരിക്കാമല്ലോ. അങ്ങനെയായാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ, ശരിയല്ലേ മഹാരാജൻ? ഇത് കേട്ട് മുഫാസയ്ക്ക് ദേഷ്യം വന്നു. ഒന്നാമത് തന്റെ മകനായിട്ടുള്ള സിംബയുടെ ചടങ്ങിന് സഹോദരനായിട്ടുള്ള സ്കാറിനെ അവിടെ എവിടെയും കണ്ടില്ല. ആ കാര്യം അന്വേഷിക്കാൻ വന്നപ്പോഴാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഉത്തരം തരുന്നുമില്ല. രാജാവിന് നേരെ മുഖം തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അപമാനിക്കുന്നത് പോലെയാണ്. സ്കാർ, നീ എന്തായി ചെയ്യുന്നത്? ഇതൊരു വെല്ലുവിളിയാണോ? അയ്യോ, മഹാരാജനെ വെല്ലുവിളിക്കാൻ മാത്രം ഞാനൊന്നും ആയിട്ടില്ല. അത് മാത്രമല്ല, രാജാവിനോട് മുട്ടാൻ പോയാ നീ വിവരം അറിയും. അതെനിക്കറിയാം സാസു. ശക്തിയുടെ കാര്യത്തിൽ മഹാരാജാവ് മുഫാസയെ തോൽപ്പിക്കാൻ എനിക്കെന്നല്ല ആർക്കും പറ്റില്ല. ബുദ്ധിയുടെ കാര്യത്തിൽ ഒരു പക്ഷേ ഞാനും മോശക്കാരനല്ല. പക്ഷേ ഇവിടെ എല്ലാ കാലവും ഭരിക്കാൻ പോകുന്നത് മുഫാസ തന്നെയായിരിക്കും. അല്ല സ്കാർ, എന്റെ കാലശേഷം എന്റെ മകൻ സിംബയായിരിക്കും ഈ കാട് ഭരിക്കാൻ പോകുന്നത്. അന്ന് ഈ കാട്ടിലെ എല്ലാ പ്രജകളുടെയും നിന്റെയും രാജാവ് സിംബയായിരിക്കും. ഒരുപാട് സന്തോഷം. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. മഹാരാജാവും റാണിയും നിങ്ങളുടെ മകൻ സിംബയും നീണാൾ വാഴട്ടെ. അങ്ങനെ പറഞ്ഞ് സ്കാർ നടന്നു പോവുകയാണ്. രാജാവാകണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് സ്കാറിനുള്ളത്. മുഫാസ കാട് ഭരിക്കുന്നത് സ്കാറിന് അത്ര ഇഷ്ടമുള്ള കാര്യവുമല്ല. ഇപ്പൊ സിംബ വന്നതോടെ അടുത്ത രാജാവ് സിംബയായിരിക്കുമെന്നും തനിക്കൊരിക്കലും രാജാവാൻ പറ്റില്ലെന്നും സ്കാർ മനസ്സിലാക്കി. ഇതൊക്കെ സഹിച്ച് മറ്റു സിംഹങ്ങളുടെ കൂടെ നിൽക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ് സ്കാർ ഇങ്ങോട്ട് ദൂരെ മാറി വന്ന് താമസിക്കുന്നത്. അത്രമാത്രം ശക്തിയുള്ള സിംഹമല്ല സ്കാർ. അതുകൊണ്ട് ഇങ്ങനെ വല്ല എലിയെയും മൊയലിനെയും ഒക്കെ പിടിച്ചു തിന്നാണ് സ്കാർ ജീവിക്കുന്നത്. സാസു, ഇവന്റെ കാര്യത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ അനിയനായി പോയില്ലേ? അവനെ എനിക്ക് ഒരിക്കലും തള്ളി പറയാൻ പറ്റില്ല. മഹാരാജാവ് എന്താണ് ഈ പറയുന്നത്? ഈ സ്കാറിനെയൊക്കെ പണ്ടേ നാട് കടത്തേണ്ടതായിരുന്നു. കാട് കടത്തേണ്ടതായിരുന്നു. ഇവന്റെ സ്വഭാവം അനുസരിച്ച് എന്തെങ്കിലും വലിയൊരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറയരുത് സാസു. അവൻ എന്റെ അനിയനാണ്. ഈ കാട്ടിൽ മറ്റേതൊരാൾക്കും ജീവിക്കാനുള്ളത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അവകാശം അവനുമുണ്ട്. എന്നെങ്കിലും അവന് നല്ല ബുദ്ധി വരുമായിരിക്കും എന്ന് വരാനാണ് എനിക്ക് തോന്നുന്നില്ല. എല്ലാ കുടുംബത്തിലും കാണും ഇങ്ങനെ തല തെറിച്ചു വരണം. കുടുംബത്തിന്റെ പേര് കളയാനായിട്ട് എനിക്കുണ്ടായിരുന്ന ഇതുപോലെ ഒരു കസിൻ. ഞങ്ങള് ഫാമിലി ആയിട്ട് വേഴാമ്പലുകളാണല്ലോ. പക്ഷെ ഇവന്റെ വിചാരം ഇവനൊരു മരം കൊത്തിയാന്നായിരുന്നു. ഇവൻ അങ്ങനെ വിചാരിച്ചു പോയി മരത്തിലിരുന്ന് കൊത്താൻ തുടങ്ങി. അങ്ങനെ കൊത്തി കൊത്തി അവന്റെ കൊക്കൊടിഞ്ഞ് മരത്തിലിരുന്നാണ് അവൻ ചത്തത്. എന്ത് ചെയ്യാനെന്ന് നോക്കണേ. സമയം രാത്രിയായി. റഫീഖി താമസിക്കുന്ന മരമാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. അദ്ദേഹം അവിടെയുള്ള പുഴുക്കളെയൊക്കെ പിടിച്ച് നിരത്തി വെച്ച് സിംബയുടെ ഒരു രൂപം മരത്തിലുണ്ടാക്കുവാണ്. അന്നത്തെ ദിവസം റഫീഖിയുടെ മനസ്സിൽ മുഴുവൻ സിംബയുടെ മുഖമായിരുന്നു. ഇതിനു മുൻപ് എത്രയോ രാജാക്കന്മാരെ കണ്ടിട്ടുള്ള ആളാണ് റഫീഖി. പക്ഷെ സിംബയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുള്ളതായിട്ട് അദ്ദേഹത്തിന് തോന്നാൻ തുടങ്ങി. ആകാശത്തേക്ക് നോക്കി റഫീഖി എന്തൊക്കെയോ വിളിച്ചു കൂവുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സന്തോഷം കാരണമായിരിക്കാം. അങ്ങനെ കാലം കടന്നുപോയി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോ സിംബ കുറച്ചൊക്കെ വലുതായി. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ തന്നെ സിംബ എണീറ്റു. അവന്റെ അച്ഛനും അമ്മയും ഒന്നും ആ സമയത്ത് എണീറ്റിട്ടേ ഉണ്ടായിരുന്നില്ല. സിംബയ്ക്ക് ഇപ്പൊ എങ്ങനെയെങ്കിലും ഈ കാടൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഇവിടെ എന്തൊക്കെയുണ്ട്, എന്തൊക്കെയാണ് നടക്കുന്നത്, ഇതൊക്കെ അറിയാനായിട്ട് അവന് ഭയങ്കര ആഗ്രഹമാണ്. അവൻ പെട്ടെന്ന് പോയി അച്ഛനായിട്ടുള്ള മുഫാസയെ എഴുന്നേൽപ്പിക്കാൻ തുടങ്ങി. മുഫാസയ്ക്കാണെങ്കിൽ ഉറക്കം ശരിക്കും മാറിയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. അച്ഛ എഴുന്നേക്ക്, എന്തിന് ഇത്ര സമയം കിടന്ന് ഉറങ്ങുന്നത്? ഞാനൊക്കെ നേരത്തെ എണീറ്റത് കണ്ടില്ലേ? എന്നെ കണ്ടു പഠിക്ക്. ദേ,
അച്ഛൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഇന്ന് നടക്കാൻ പോകുമ്പോ എന്നെയും കൊണ്ടുപോകാന്ന്. പെട്ടെന്ന് എട്ടുവാ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് പോകണം, എന്നാലേ എല്ലാ സ്ഥലവും കാണാൻ പറ്റൂ. എനിക്ക് ഇനി ഉറങ്ങണ്ട. ഇത് കാരണം മര്യാദയ്ക്കൊന്നും ഉറങ്ങാൻ പറ്റാതെയല്ലോ എന്ന് വിചാരിച്ച് മുഫാസ സിംബയുടെ കൂടെ അവിടുത്തെ പ്രൈഡ് റോക്സിൽ ഏറ്റവും ഉയരമുള്ള ഒരു ഭാഗത്തേക്ക് നടക്കുവാണ്. നമ്മൾ ഇന്ന് എന്തൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് സിംബ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുഫാസ സിംബയെ കൊണ്ട് ഒരു റോക്കിന്റെ മുകളിൽ വന്നിരിക്കുന്നു. അവിടെ സൂര്യൻ ഉദിച്ച് പ്രകാശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. മുഫാസ ഗർജിക്കുന്നു. ഒരുപക്ഷെ കാടിനെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്. ദൂരേക്ക് പരന്നു കിടക്കുന്ന സ്ഥലങ്ങൾ കണ്ട് സിംബയ്ക്ക് ഒരു സംശയം വന്നു. അച്ഛാ, ഈ കാണുന്ന സ്ഥലമൊക്കെ ആരുടെയാ? സിംബ, ഞാൻ പറയുന്നത് കേൾക്ക്. പ്രകാശം പതിക്കുന്നതെല്ലാം നമ്മുടെ രാജ്യമാണ്. അപ്പൊ ഇവിടെ എല്ലാം ഭരിക്കുന്നത് അച്ഛനാണോ? അതെ സിംബ, ഈ കാണുന്നതെല്ലാം ഭരിക്കുന്നത് ഞാനാണ്, ഇവിടുത്തെ രാജാവ്. പക്ഷേ ഈ കാണുന്ന സൂര്യന്റെ പോലെയാണ് ഒരു രാജാവിന്റെ കാര്യവും. സൂര്യൻ ഉദിക്കും, പിന്നെ ഒരിക്കൽ അസ്തമിക്കും. അതുപോലെ തന്നെ ഞാനും ഒരിക്കൽ അസ്തമിക്കും. പിന്നീട് ഈ രാജ്യം ഭരിക്കേണ്ടത് നീയാണ് സിംബ. നിന്നെ കണ്ടുകൊണ്ടായിരിക്കും ഈ രാജ്യത്തിലെ എല്ലാവരും ഉണരുന്നത്. അപ്പോ ഈ കാണുന്നതൊക്കെ എന്റെ സ്വന്തമെന്നാണ് അച്ഛൻ പറയുന്നത്. ഇതൊന്നും ആരുടെയും സ്വത്തല്ല, ആരുടെയും സ്വന്തവുമല്ല. നീ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് സിംബ. ഈ കാടിനെ നല്ല രീതിയിൽ ഭരിക്കുക എന്നത് മാത്രമാണ് ഒരു രാജാവിന്റെ ജോലി. ഇത് നമ്മുടെ സ്വന്തമല്ല, ഇതൊക്കെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഈ കാണുന്ന കുന്നും പുഴയും മണ്ണും ഈ മരങ്ങളും ഇതൊക്കെ, അതെ സിംബ, ഇതൊക്കെ സംരക്ഷിക്കേണ്ടത് നീയാണ്. നിനക്ക് ശേഷം മറ്റൊരു രാജാവ് വരും. അപ്പൊ അങ്ങ് ദൂരെ ആ പ്രകാശം പതിക്കാത്ത സ്ഥലമില്ലേ, അതെന്താ? സിംബ, നീ അതിനെപ്പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല. നീ ഒരിക്കലും അങ്ങോട്ട് പോകാനും പാടില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു രാജാവിന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. സിംബ, ഒരു നല്ല രാജാവ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ എടുക്കാമെന്നല്ല ചിന്തിക്കുക, മറ്റുള്ളവർക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമെന്നാണ് ചിന്തിക്കുക. വലുതാവുമ്പോൾ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ആ ഇരുട്ടുമൂടിയ പ്രദേശത്തേക്ക് നീ പോകേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പറഞ്ഞ് സിംബയും മുഫാസയും കൂടി ആ കാട്ടിലൂടെ നടക്കാൻ തുടങ്ങി. അതിരാവിലെ തന്നെ മൃഗങ്ങളൊക്കെ എഴുന്നേറ്റ് അവരവരുടെ ഭക്ഷണം തേടാൻ തുടങ്ങി കഴിഞ്ഞു. സിംബ, നീ ചുറ്റും കാണുന്നതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽക്കാൻ പറ്റില്ല. താഴെ എഴിഞ്ഞു നടക്കുന്ന ഉറുമ്പുകളെ മുതൽ ഈ തുള്ളിച്ചാടി പോകുന്ന മാനുകളെ അടക്കം നീ ശ്രദ്ധിക്കണം. ഒരു രാജാവെന്ന നിലയ്ക്ക് അതും നിന്റെ കടമയാണ്. പക്ഷെ അച്ഛാ, നമ്മൾ മാനുകളെ പിടിച്ച് തിന്നാറില്ലേ? അപ്പൊ എല്ലാവരെയും സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട്? സിംബ, ജീവികൾ പലതരത്തിലുണ്ട്. ചെടികൾ മാത്രം തിന്നുന്നവരുണ്ട്, ചെടികൾ തിന്നാൻ പറ്റാത്തവരുണ്ട്. വിശപ്പിന് വേണ്ടി കൊല്ലാം, രസത്തിനു വേണ്ടി കൊല്ലരുത്, അത് തെറ്റാണ്. പിന്നെ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരം ഈ മണ്ണിൽ അലിഞ്ഞു ചേരും. അത് കഴിഞ്ഞ് അത് പുല്ലായി മാറും. പുല്ലായി മാറിക്കഴിഞ്ഞാൽ അത് ഈ കാണുന്ന മാനുകൾ തിന്നും. ആ മാനുകളെയാണ് നമ്മൾ തിന്നുന്നത്. ഇതൊരു സർക്കിൾ പോലെയാണ്, ദി സർക്കിൾ ഓഫ് ലൈഫ്. നമ്മളെല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഈ സമയത്ത് സാസു അങ്ങോട്ട് പറഞ്ഞെത്തി. കാട്ടിൽ എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ള റിപ്പോർട്ട് രാജാവിന് സമർപ്പിക്കാനാണ് സാസു വന്നിരിക്കുന്നത്. നമസ്കാരം മഹാരാജൻ, ഇന്നൊരു തലവേദന പിടിച്ച ദിവസമാണ്. എന്തൊക്കെയാ കാട്ടി നടക്കുന്നത്? കഴിഞ്ഞ ആഴ്ച ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന് പറഞ്ഞിട്ടൊരു പടം ഇറങ്ങി. ഇപ്പൊ ഉറുമ്പുകൾ പറയുന്നത് ആ സിനിമയുടെ പേര് പ്രശ്നമാണ്. ഉറുമ്പുകൾ ഉറങ്ങാറുണ്ടെന്നാണ് അവന്മാർ പറയുന്നത്. ഇന്ന് ഉറുമ്പുകൾ അതിന്റെ പേര് സമരത്തില. അവരെ പിരിച്ചുവിടാൻ വേണ്ടി ഞാനൊരു ഉറുമ്പ് തീനിയെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നെ ഒരു സിംഹവാലം കുരങ്ങനുണ്ട്. അവന്റെ പേരിൽ സിംഹം ഉള്ളതുകൊണ്ട് അടുത്ത രാജാവ് അവന് മത്സരിക്കണമെന്നാണ് അവൻ പറയുന്നത്. ഇവനൊക്കെ എന്താണ് ചെയ്യേണ്ടത്? മലമുഴക്കി വേഴാമ്പലുകളാണെങ്കിൽ മുഴക്കാൻ പറ്റിയത്ര മലകൾ ഇവിടെ ഇല്ലെന്നാണ് പറയുന്നത്. എന്ത് ചെയ്യുമെന്ന് പറ. പിന്നെ വേറെ കുറച്ച് പേര് പുള്ളിക്കാരൻ സ്റ്റാർ എന്ന് പറയുന്ന പടത്തില് പുള്ളിപ്പുലികളെ മാത്രം അഭിനയിപ്പിക്കാൻ പാടുള്ളൂ, അത് ഇവിടുത്തെ നിയമം. പിന്നെ സിംഗം 4 അഭിനയിക്കാൻ രാജാവിനൊരു ഓഫർ വന്നിട്ടുണ്ട്. ഞാൻ സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിരിക്കുന്നത്. തൽക്കാലം ഇത്രയൊക്കെ ഉള്ളൂ. ഈ സമയത്ത് മുഫാസ സിംബയ്ക്ക് പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ വേട്ടയാടണമെന്നാണ്. സിംബ, കാറ്റ് വീശുന്ന ദിശ ശ്രദ്ധിക്കണം, ഭൂമിയോട് പതുങ്ങി ചേർന്ന് നിൽക്കണം. ഒരു കാരണവശാലും നമ്മൾ അടുത്തെത്തിയിട്ടുണ്ടെന്ന് ഇര മനസ്സിലാക്കാൻ പാടില്ല. തൊട്ടടുത്തെത്തിക്കഴിഞ്ഞാൽ മിന്നൽ വേഗത്തിൽ ആക്രമിക്കണം. മുഫാസ പറഞ്ഞത് കേട്ട് റിപ്പോർട്ട് പറഞ്ഞുകൊണ്ടിരുന്ന സാസുവിനെ സിംബ ചാടി പിടിക്കുവാണ്. സാസു പെട്ടെന്ന് ഞെട്ടിപ്പോയി. നാണം കെട്ടെന്ന് മനസ്സിലായതോടെ അവൻ ദൂരേക്ക് പറന്നുപോയി. എന്തായാലും ഇങ്ങനെ ചെയ്തത് സിംബയ്ക്ക് ഒരുപാട് ഇഷ്ടമായി. പെട്ടെന്നാണ് സാസു തിരിച്ചു വരുന്നത്. മഹാരാജൻ, ഒരു പ്രശ്നമുണ്ട്. പ്രൈഡ് ലാൻഡിൽ കഴുതപ്പുലികൾ വന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മൃഗങ്ങളെയും വേട്ടയാടുന്നുണ്ട്. റാണി സറാബിയും മറ്റുള്ള സിംഹങ്ങളും ചേർന്ന് കഴുതപ്പുലികൾ ഓടിക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ സാസു, ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോവാണ്. നീ സിംബയെയും മറ്റു കുട്ടികളെയും സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് എത്തിക്കണം. അവരെ വേറെ എവിടേക്കും പോവാൻ അനുവദിക്കരുത്. അച്ഛൻ, ഞാനും വരെ സഹായിക്കാൻ. വേണ്ട സിംബ, നീ ഒരു കുട്ടിയാണ്. മറ്റു കുട്ടികളുടെ കൂടെ പോയിരിക്കും. ഞാൻ കുട്ടിയൊന്നുമല്ല. നോ സിംബ, നീ ഒരു കുട്ടിയാണ്. ആദ്യം അത് മനസ്സിലാക്ക്. മൂത്തവര് പറഞ്ഞ അനുസരിച്ചാൽ മതി. എന്റെ കൂടെ വരാൻ നോക്ക്. അങ്ങനെ സാസു സിംബയെ കൊണ്ട് പ്രൈഡ് ലാൻഡിലേക്ക് എത്തുവാണ്. അവിടെ മറ്റു സിംഹക്കുട്ടികളും ലേഡി ലയൺസും ഒക്കെ കിടക്കുന്നുണ്ട്. സാസു പോയി കഴിഞ്ഞ് മുന്നോട്ട് നടന്നപ്പോ സിംബയുടെ മുന്നിലേക്ക് ഒരു വണ്ട് പറന്നു വരുവാണ്. സിംബയ്ക്ക് ആ വണ്ടിനെ പിടിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം തോന്നി. അവൻ വണ്ട് പറക്കുന്നതിന്റെ കൂടെ അതിനെ പിടിക്കാൻ വേണ്ടി ഒരു ചെറിയ മലയുടെ മുകളിലേക്ക് കയറുവാണ്. അങ്ങനെ വീണും എണീറ്റും കുറെ കഷ്ടപ്പെട്ട് അവൻ വണ്ടിന്റെ ഒപ്പം എത്താൻ നോക്കി. എന്നാലും വണ്ട് പറന്ന് രക്ഷപ്പെട്ടു. പക്ഷെ അവിടെ മുകളിലായിട്ട് സ്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്താ സിംബ, നീ ഇതുവരെ ഇരയെ പിടിക്കാൻ പഠിച്ചില്ലേ? നീ എന്തിനെങ്കിലും കൊല്ലാൻ നോക്കുന്നുണ്ടെങ്കിൽ നീ കാറ്റ് വീശുന്ന ദിശയിൽ തന്നെ നിൽക്കണം. ഈ കാര്യങ്ങളൊന്നും ആരും പറഞ്ഞു തന്നില്ലേ? എനിക്ക് വേട്ടയാടാനൊക്കെ അറിയാവുകളെ. അച്ഛൻ എനിക്ക് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അതുമാത്രമല്ല, ഒരു ദിവസം ഞാൻ ഈ കാട്ടിലെ രാജാവാ. ഈ പരന്നു കിടക്കുന്ന എല്ലാം എന്റെ സ്വന്തമാവെന്ന് അച്ഛൻ പറഞ്ഞു. നിന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞല്ലേ? ശരിയായിരിക്കും. സിംബ പറയുന്നത് സ്കാറിന് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. അതെ അങ്കിളെ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ രാജാവായി കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എല്ലാവരും അനുസരിക്കും. അങ്കിള് വരെ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കേണ്ടി വരും. അതെ അതെ, മറ്റൊരാൾ പറയുന്നത് അനുസരിച്ച് ജീവിക്കേണ്ടി വരുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. എന്നാലും സിംബ പറയുന്നത് ഞാൻ അനുസരിക്കും. രാജാവ് പറയുന്നത് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അല്ല
സിംബ, നിന്റെ അച്ഛൻ മുഫാസ ഈ രാജ്യം മുഴുവൻ നിനക്ക് കാണിച്ചു തന്നെന്നാണ് പറയുന്നത്. അങ്ങകലെ വടക്കുള്ള അതിർത്തിയിൽ പ്രകാശമെത്താത്ത ഭാഗത്ത് എന്താ ഉള്ളതെന്ന് നിന്റെ അച്ഛൻ നിനക്ക് പറഞ്ഞു തന്നു. ഇല്ലില്ല, ആ ഭാഗത്തേക്ക് ഒരിക്കലും പോകാൻ പാടില്ലെന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്. കുട്ടികൾ ഒരിക്കലും പോകാൻ പാടില്ല. ഓഹോ, നിന്റെ അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാ. ആനകളുടെ ശവക്കലറ കുഞ്ഞുങ്ങൾക്ക് പോകാൻ പറ്റിയ ഇടമല്ല. നീ അങ്ങോട്ട് പോവാതെ ഇരിക്കുന്നത് തന്നെയാ നല്ലത്. അതെന്താണെന്ന് നീ അറിയേണ്ട സിംബ. ഓ, അങ്കിൾ എന്താ പറഞ്ഞ? ആനകളുടെ ശവക്കല്ലറയോ? കേൾക്കുമ്പോ തന്നെ പോവാൻ തോന്നുവോ? അയ്യോ സിംബ, ഞാൻ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പോയല്ലോ. നീ അത് മറന്നേക്ക്. ഞാൻ ഇങ്ങനെ ഒരു കാര്യം നിന്നോട് പറഞ്ഞിട്ടേ ഇല്ല. അയ്യോ അങ്കിൾ, അങ്ങനെ പറയല്ലേ. എനിക്ക് ആ സ്ഥലത്തിനെ പറ്റി കൂടുതൽ അറിയണം. സിംബ, അതത്ര നല്ല സ്ഥലമല്ല. ആനകളുടെ എല്ലും ചെളിയും ശവങ്ങളും തിങ്ങി നിറഞ്ഞ് നരകം പോലെയുള്ള ഒരു സ്ഥലം. അപ്പൊ അങ്കിളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടാവുമല്ലേ? വലിയ സിംഹങ്ങൾ എല്ലാ സ്ഥലത്തേക്കും പോയിട്ടുണ്ട്. നീ വലിയ രാജാവാൻ പോകുന്ന ആളൊക്കെ അല്ലേ. പക്ഷെ പാവം, ഒരു കുഞ്ഞായതുകൊണ്ട് നിനക്ക് അങ്ങോട്ട് പോവാൻ പറ്റില്ല. എന്താ ചെയ്യുക? നീ വലുതാവുമ്പോ പോയിക്കോ സിംബ. അങ്കിളെ, അങ്ങോട്ട് എങ്ങനെ പോകണ്ടേ? സിംബ, നീ അങ്ങോട്ട് പോവാൻ പാടില്ല. അത് ചെറിയ കുട്ടികൾക്കുള്ള സ്ഥലമല്ല. അത്രയ്ക്ക് ധൈര്യമുള്ളവരൊക്കെ അങ്ങോട്ട് പോയിന്ന് വരും. പക്ഷെ നീ പോകണ്ട സിംബ. നീ എനിക്ക് വാക്ക് തരണം സിംബ, അങ്ങോട്ട് പോവില്ലെന്ന്. ഇല്ല അങ്കിളെ, എനിക്ക് ധൈര്യമുണ്ട്. ഞാനത് എന്തായാലും തെളിയിക്കും. ഓക്കെ സിംബ, എന്തെങ്കിലും ആവട്ടെ. പക്ഷേ ഞാനാണ് ഈ കാര്യം നിന്നോട് പറഞ്ഞതെന്ന് ആരും അറിയാൻ പാടില്ല. ഇത് നമ്മൾക്കിടയിലുള്ള ഒരു രഹസ്യമായിരിക്കട്ടെ. അങ്ങനെ ആനകളുടെ ശവക്കല്ലറയിലേക്ക് ഓടിച്ചെന്ന് കയറാൻ വേണ്ടി സ്കാർ സിംബയെ പിരികേറ്റി വിട്ടു. പോകണ്ടെന്ന് പറഞ്ഞെങ്കിലും സിംബ അങ്ങോട്ട് പോയി അപകടത്തിൽ പെടണമെന്നാണ് സ്കാറിന്റെ ആഗ്രഹം. ഓടിപ്പോകുന്ന സിംബയെ നോക്കി ഒരു പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് സ്കാർ ഒരു കാര്യം മാത്രമാണ് പറയുന്നത്: മഹാരാജാവ് നീണാൾ വാഴട്ടെ. ഒരുപക്ഷെ സിംബയുടെ മരണം സ്കാർ മനസ്സിൽ കാണുന്നുണ്ട്. എന്നാലല്ലേ കിരീടം അടിച്ചെടുക്കാൻ പറ്റൂ. സിംബ മറ്റ് സിംഹങ്ങളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുവാണ്. അവിടെ അവന്റെ കളിക്കൂട്ടുകാരിയായിട്ടുള്ള നാല ഇരിക്കുന്നുണ്ട്. നാല ആ കൂട്ടത്തിലുള്ള മറ്റൊരു സിംഹത്തിന്റെ മകളാണ്. നാല, പെട്ടെന്ന് വാ, നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് പോയിട്ട് വരാം. സിംഹകുഞ്ഞുങ്ങളെ അമ്മമാർ നക്കി തുടച്ചുകൊണ്ടിരിക്കുവായിരുന്നു. സറാബി സിംബയെ പിടിച്ച് നക്കി തുടയ്ക്കാൻ തുടങ്ങി. അമ്മ എന്താ ചെയ്യുന്നത്? ഞങ്ങൾ വെള്ളത്തിൽ പോയി കുളിക്കാൻ പോവാ. ഇന്ന് വെള്ളത്തിൽ കുളിച്ചോളാം. എന്നെ വിട്. നിങ്ങൾ എവിടേക്ക് കുളിക്കാൻ പോകുന്നത്? അകലേക്കൊന്നുമല്ല, തൊട്ടടുത്തേക്ക് അമ്മ. പ്ലീസ് അമ്മ, ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം. ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. പിന്നെ ആ കഴുതപ്പുലികളെ അമ്മ ഓടിച്ചു വിട്ടതല്ലേ, പിന്നെന്താ കുഴപ്പം? ശരി, എന്നാ നിങ്ങൾ പോയിട്ട് വാ. പക്ഷെ സാസു നിങ്ങളുടെ കൂടെ വരും. സാസുവോ? അവനൊന്നും ഞങ്ങളുടെ കൂടെ വരണ്ട മക്കളെ. സാസു ഇല്ലാതെ നിങ്ങൾ എവിടേക്കും പോയില്ല. എന്നാ ശരി, എന്തെങ്കിലും ആട്ടെ. അങ്ങനെ പറഞ്ഞ് സാസുവും സിംബയും നാലയും കൂടി മുന്നിലേക്ക് നടക്കാൻ തുടങ്ങി. നാല ഒന്ന് അനങ്ങി നടക്ക്, നമ്മൾക്ക് കുറച്ച് ദൂരത്തേക്ക് പോകാനുണ്ട്. ദൂരത്തേക്കോ? എനിക്ക് അപ്പോഴേ തോന്നി. സത്യം പറയടാ, എങ്ങോട്ടാ നമ്മൾ പോകുന്നത്? നാല, ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല. ഞാനൊരു സ്ഥലത്തിനെ പറ്റി കേട്ടു. അതൊരു അത്ഭുതമാ. ആനകളുടെ ശവക്കല്ലറ. പക്ഷെ സിംബ, അവിടേക്ക് പോകാനൊക്കെ പാടുണ്ടോ? ഒരുപാട് ദൂരത്തല്ലേ? കുഴപ്പമില്ല നാല, എനിക്ക് വഴിയൊക്കെ അറിയാം. ഞാൻ എന്നും അച്ഛന്റെ കൂടെ നടക്കാൻ പോയി. എനിക്ക് കാടൊക്കെ നല്ല പരിചയമായി. എവിടെ പോയാലും നമുക്ക് തിരിച്ചു വരാൻ പറ്റും. മക്കളെ, ചാടി മാറിക്കോ, നിങ്ങളെ പിടിക്കാൻ എന്തോ വരുന്നുണ്ട്. സോറി, അതെന്റെ നിഴല. ഞാൻ ഇങ്ങനെ ഒരു മണ്ടനായി പോയല്ലോ ദൈവമേ. മക്കളെ, ഈ കാര്യം അച്ഛനോട് പറയരുത് കേട്ടോ. സിംബ, ഈ സാസുവിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. ഇവനൊരു ശല്യമായിട്ടുണ്ട്. ആ കാര്യം ഞാൻ ഏറ്റു. ഓ, ഭാവിയിലെ രാജാവും റാണിയും കൂടി നടന്നു വരുന്ന കാണാൻ എന്തൊരു രസം. ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നി പോവാ. ഭാവിയിലെ രാജാവും റാണിയോ എന്ന് വെച്ചാ മനസ്സിലായില്ലേ? ഒരു ദിവസം നിങ്ങളുടെ മനസ്സമ്മതം നടത്തും. അത് കഴിഞ്ഞ കല്യാണം. എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ആര് കല്യാണം കഴിക്കുമെന്ന് പറയുന്നത്? മക്കളെ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കല്യാണം കഴിക്കുമെന്ന് പറയുന്നത്? അയ്യേ, ഞങ്ങളെ രണ്ടുപേരും തമ്മിൽ കല്യാണം കഴിക്കാനാ? ഞങ്ങൾ ബെസ്റ്റികളാ. അത് നിനക്കറിയില്ലേ? കുറെ കേട്ടിട്ടുണ്ട്. ബെസ്റ്റികൾ കല്യാണം കഴിക്കാറേ ഇല്ല. മക്കൾ നടക്ക്. എനിക്ക് നാലയൊന്നും കല്യാണം കഴിക്കാൻ വയ്യ. അവൾക്ക് കാണ്ടാമൃഗങ്ങളെ കണ്ടാലേ പേടിയാ, പേടിത്തുണ്ടി. പിന്നെ സിംബ പറയുന്ന കേട്ടത്തൊന്നും അവൻ ആനയെ പിടിച്ചു നിന്നിട്ടാ വരുന്നെന്ന്. ഒന്ന് നടക്കടാ അങ്ങോട്ട്. കണ്ടോ സാസു, ഈ വഴക്കിടുന്ന് ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കണമെന്നാണ് പറയുന്നത്. സിംബ, അതൊക്കെ ഓരോ ആചാരങ്ങളല്ലേ. ആചാരങ്ങളെ ബഹുമാനിക്കണ്ടേ? ഓരോരുത്തരും എന്തൊക്കെ ചെയ്യണമെന്ന് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് ജീവിക്കാൻ ഈ സിംബയെ കിട്ടില്ല. ഇതുവരെ നിങ്ങൾ കാണാത്ത പോലത്തെ ഒരു രാജാവായിരിക്കും ഞാൻ. എനിക്ക് എന്റെ ഇഷ്ടത്തിന് നടക്കണം, എന്റെ ഇഷ്ടത്തിന് ഓടണം, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. വേറെ ആരെങ്കിലും പറയുന്ന കേട്ട് ഞാനൊന്നും ചെയ്യില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞ് സിംബയും നാലയും കൂടി സാസുവിന്റെ കണ്ണു വെട്ടി ചോടാൻ തുടങ്ങി. എനിക്ക് രാജാവാനായിട്ട് കാത്തിരിക്കാൻ വയ്യെന്ന് പറഞ്ഞ് പാട്ട് പാടിക്കൊണ്ടാണ് സിംബ ഇങ്ങനെ പല പല മൃഗങ്ങളുടെ ഇടയിൽ കൂടെ ഓടുന്നത്. അവയുടെ ഒപ്പം പെട്ടെന്നെത്താൻ സാസുവിന് പറ്റുന്നില്ല. അങ്ങനെ കുറെ നേരം പാട്ടുപാടി ഓടിക്കഴിഞ്ഞപ്പോ കുറെ കിളികളുടെ ഇടയിൽപ്പെട്ട് സാസുവിന് വഴിതെറ്റിപ്പോയി. ആ തക്കം നോക്കി സാസുവിന്റെ കണ്ണിൽ നിന്ന് സിംബയും നാലയും മാറുവാണ്. അങ്ങനെ അവർ കുറെ നടന്ന് ദൂരെ എവിടേക്കോ എത്തി. നാല, നീ ഇപ്പൊ എന്താ ആലോചിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ. ഭാവിയിലെ രാജാവാൻ പോകുന്ന സിംബ എന്തൊരു ബുദ്ധിരാക്ഷസനെന്നല്ല നീ ചിന്തിക്കുന്നത്. അതുകൊണ്ടല്ലേ സാസുവിനെ നമ്മൾക്ക് വട്ടം കറക്കാൻ പറ്റിയത്. ഒന്ന് പോയ സിംബ, ഈ റാണിയായിട്ടുള്ള നാലയുടെ സഹായം ഇല്ലാതെ നിനക്ക് സാസുവിനെ പറ്റിക്കാൻ പറ്റില്ലായിരുന്നു. ആഹാ, എന്നാ ഒന്ന് കാണണമല്ലോ. നിന്നെ ഞാൻ ഇവിടെ അടിച്ചിടും. എന്താ സിംബ പറയുന്നത്? എന്നെ തോൽപ്പിക്കാൻ മാത്രമായോ നീ? അതൊന്ന് കാണണമല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും ചെറുതായിട്ട് വഴക്കിടാൻ തുടങ്ങി. സിംബ ശരിക്കുള്ള ശക്തി പുറത്തെടുക്കാത്തതുകൊണ്ടാണോന്ന് അറിയില്ല, നാല അവനെ 2 വട്ടം അയർത്തിയടിച്ചു. അങ്ങനെ അവര് തിരിഞ്ഞും മറിഞ്ഞും താഴെ വീണപ്പോഴാണ് സിംബ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അവരന്വേഷിച്ചു വന്ന സ്ഥലമെത്തി. ആനകളുടെ ശവക്കല്ലറ. ആ കാഴ്ച കണ്ട് അവർ രണ്ടുപേരും ഞെട്ടിപ്പോയി. അവര് പതുക്കെ അങ്ങോട്ട് നടന്നെടുക്കാൻ തുടങ്ങി. അങ്കിൾ സ്കാർ പറഞ്ഞതുപോലെ എല്ലുകളും തലയൂട്ടികളും ആനകളുടെ ശവങ്ങളും ചെളി നിറഞ്ഞ കുളങ്ങളും അതിൽ പതഞ്ഞു വരുന്ന കുമിളകളും, അങ്ങനെ ആകെ നരകം പോലെ ഒരു സ്ഥലം. നാല, ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കും നമ്മൾ തേടി വന്ന സ്ഥലം. യെസ്, നമ്മൾ അവിടെ എത്തിപ്പോയി. നാലയ്ക്ക് ഇതൊക്കെ കണ്ട് ശരിക്കും പേടിയാവാൻ തുടങ്ങി. നാല, ഇത് നോക്ക്, എന്തൊക്കെ കാഴ്ചകൾ ഇവിടെ. ഇതൊക്കെ കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമായി പോയേനെ. സിംബ, മതി, നമുക്ക് വീട്ടിൽ പോവാം. നമ്മളിപ്പോ വന്നല്ലേ ഉള്ളൂ. ഇത്ര പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞെങ്ങനെ ശരിയാവും?
സിംബ നീ പറഞ്ഞ സ്ഥലത്തേക്ക് വന്നില്ലേ? നമ്മളിപ്പോ പ്രൈഡ് ലാൻഡിൽ നിന്ന് ഒരുപാട് ദൂരെയാ, അതുകൊണ്ട് പറയുന്നത് നമുക്ക് തിരിച്ചു പോവാന്ന്. നീ വരാൻ നോക്ക്. നാല, നമ്മളിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്. അച്ഛനും അമ്മയൊന്നും നമ്മളെ ഇനി കുട്ടികളെ പോലെ കാണില്ല. നമ്മൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പവർ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. അവിടേക്ക് നടക്കും തോറും ആരൊക്കെയോ അവരെ നിരീക്ഷിക്കുന്നത് പോലെ നാലയ്ക്ക് തോന്നാൻ തുടങ്ങി. അവരൊരു ഗുഹയിലേക്ക് കടക്കുവാണ്. അവിടെയും എന്തൊക്കെയോ നിഴലുകൾ അവിടെ ഇവിടെയായിട്ട് കണ്ടതുപോലെ നാലയ്ക്ക് തോന്നുവാണ്. സിംബ അതൊന്നും മൈൻഡ് ആക്കുന്നേ ഇല്ല. സിംബ, എനിക്ക് പേടിയാവുന്നുണ്ട്, നീ അങ്ങോട്ട് പോകണ്ട, ഇത് അപകടമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപകടോ? ഐ ആം ദി ഡേഞ്ചർ. അപകടത്തിന്റെ മുഖത്ത് നോക്കി ഞാനിങ്ങനെ പൊട്ടിച്ചിരിക്കും. എനിക്ക് പേടിയൊന്നുമില്ല. നാല, നീ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? നമ്മളിവിടെ സൗണ്ട് ഉണ്ടാക്കുമ്പോ അത് എക്കോ ആയിട്ട് തിരിച്ചു വരും. എന്ത് രസമല്ലേ കേൾക്കാൻ? സിംബ, സൂര്യൻ അസ്തമിക്കാറായി, നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം. നമ്മളെ കണ്ടില്ലെങ്കിൽ അവർ പേടിക്കും. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് കുറച്ച് കൂട്ടച്ചിരികൾ കേൾക്കുന്നത്. ആ ചിരികൾ അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ഇവര് വന്ന് പെട്ടിരിക്കുന്നത് ഒരു കൂട്ടം കഴുതപ്പുലികളുടെ ഇടയ്ക്കാണ്. ഹൈനകളുടെ ഒരു കൂട്ടം സിംബയെയും നാലയെയും വളയാൻ തുടങ്ങി. കഴുതപ്പുലികളുടെയും സിംഹങ്ങളുടെയും ശത്രുതയുടെ കാര്യം പറയുവാണെങ്കിൽ നമ്മളുടെ റിയൽ ലൈഫിൽ നോക്കിയാലും ഇവർ രണ്ടുപേരും ആ ജന്മ ശത്രുക്കളാണ്. സിംഹങ്ങൾക്കാണ് ശക്തി കൂടുതലെങ്കിലും ഒരു കൂട്ടമായിട്ട് വന്നാൽ കഴുതപ്പുലികൾക്ക് ഒരു സിംഹത്തിനെ തോൽപ്പിക്കാനൊക്കെ പറ്റും. പക്ഷെ പേടിച്ചിട്ട് അവർ സിംഹങ്ങളുടെ അടുത്തേക്ക് വരാറില്ല. പ്രൈഡ് ലാൻഡ്സിൽ നിന്ന് ദൂരെ മാറിയാണ് കഴുതപ്പുലികൾ താമസിക്കുന്നത്. അതിന്റെ കാരണം അവർ കാട്ടിലെ നിയമങ്ങൾ അനുസരിച്ചല്ല വേട്ടയാടുന്നത്. അവർ ചിലപ്പോ വെറുതെ ഒരു രസത്തിന് വേണ്ടി ജീവികളെ കൊല്ലാൻ തുടങ്ങും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കാട്ടിലെ ആവാസ വ്യവസ്ഥ തെറ്റും. ഈ പറഞ്ഞ സർക്കിൾ ഓഫ് ലൈഫ് ഉണ്ടല്ലോ, അതാകെ തെറ്റും. അത്യാവശ്യം ക്രൂരന്മാരായിട്ടുള്ള ജന്തുക്കളാണ് ഈ കഥയിലെ കഴുതപ്പുലികൾ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അവരെ പ്രൈഡ് ലാൻഡ്സിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്. സിംഹങ്ങളുടെ കുടുംബത്തോടാണെങ്കിൽ കഴുതപ്പുലികൾക്ക് അടങ്ങാത്ത പ്രതികാരദാഹമാണ്. ഇപ്പോ സിംഹരാജാവിന്റെ പുത്രനായിട്ടുള്ള സിംബയെയാണ് അവരുടെ മുന്നിലേക്ക് വീണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അവർ വെറുതെ വിടുവോ? ഹേയ്, ആരൊക്കെയോ വന്നിരിക്കുന്നത്? ഞങ്ങളുടെ വീട്ടിലേക്ക് അങ്ങനെ ആരും വരാറില്ല, പക്ഷെ വന്ന് കേറിയിരിക്കുന്നത് രാജകുടുംബത്തിലെ സന്തതിയാ. ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. അതും രണ്ടിളം പൈതലുകൾ. വഴി തെറ്റി വന്നതായിരിക്കും അല്ലേ? ഇന്നത്തെ അത്താഴത്തിന് കുറച്ച് രുചി കൂടുതലായിരിക്കും. അതെ അതെ, നിങ്ങൾ രണ്ടുപേരെയും പൊരിച്ചു തിന്നാൻ ഒടുക്കത്തെ രസമായിരിക്കും. എടാ നാറി, ഞാൻ പഞ്ച് ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടയ്ക്ക് കയറുന്നത്. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കരുതെന്ന്. മനസ്സിലായ? എന്താണ് വെച്ചാനേ, ഒരു ഡയലോഗല്ലേ? നീ ഇങ്ങനെ ഇടയ്ക്ക് കയറുന്നതുകൊണ്ട് നമ്മളുടെ പ്ലാനൊക്കെ തെറ്റുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വന്ന് ഇതുപോലെ ഡയലോഗ് അടിച്ച് നിൽക്കുമ്പോ നിങ്ങൾ എല്ലാവരും കൂടി അവരെ വളയണം. അതായിരുന്നു പ്ലാൻ. താൻ ഇടയ്ക്ക് കയറി അത് നശിപ്പിച്ചു. അതിനെന്താ, ഇനി അവരിവിടെ വിട്ട് പോകാനൊന്നും പോകണില്ലല്ലോ. ഓൾറെഡി നമ്മൾ അവർ വളഞ്ഞു കഴിഞ്ഞില്ലേ? പെട്ടെന്നാണ് കഴുതപ്പുലികളുടെ കൂട്ടത്തിന്റെ റാണിയായിട്ടുള്ള ഷെൻസി അങ്ങോട്ട് കയറി വരുന്നത്. അവരെ എല്ലാവർക്കും പേടിയും ബഹുമാനവുമാണ്. എല്ലാ കഴുതപ്പുലികളും ഷെൻസിക്ക് മുന്നിൽ തലകുനിച്ചു നിൽക്കുന്നു. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. അവസാനം നിങ്ങൾ ഞങ്ങളുടെ കോട്ടയിൽ തന്നെ വന്ന് ചാടി. ഇനിയൊരു തിരിച്ചുപോക്കുണ്ടാവില്ല. അതും ഒരു രാജാവിന്റെ മകനെ തിന്നാൻ കിട്ടുക എന്ന് പറഞ്ഞ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്രീറ്റ് തന്നെ. അല്ലാടെ പിള്ളേരെ, നിങ്ങൾ എന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ രാജാവിന്റെ മോനാ. രാജാവിന്റെ മോനൊക്കെ അങ്ങ് പ്രൈഡ് ലാൻഡ്സിൽ. ഇത് കര വേറെ മോനെ. ഞാൻ നിന്റെ അച്ഛൻ മുഫാസിയെ അനുസരിച്ചൊന്നുമല്ല ജീവിക്കുന്നത്. നിങ്ങളോട് എനിക്ക് തീർത്താൽ തീരാത്ത വെറുപ്പാണ്. എന്തായാലും രാജാവിന്റെ രക്തം നിന്റെ ഉള്ളിലുള്ളതുകൊണ്ടല്ലേ നീ കിടന്ന് തിളയ്ക്കുന്നെ. അടങ്ങി നിക്കടാ. ആ തിളയ്ക്കുന്ന രക്തത്തിന്റെ രുചി എനിക്കൊന്ന് അറിയണമെന്നുണ്ട്. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? പെട്ടെന്നാണ് സാസു അങ്ങോട്ട് വരുന്നത്. സാസുവിനെ സിംബയിനാലെയും കൂടി പെറ്റിച്ചെങ്കിലും എങ്ങനെയോ അവൻ ഇവരുള്ള സ്ഥലം കണ്ടെത്തി. ഷെൻസി, നോ, അവരൊന്നും ചെയ്യരുത്. നോക്ക്, അവരിങ്ങോട്ട് വന്നത് വലിയൊരു തെറ്റായി പോയെന്ന് എനിക്ക് അറിയാം. പക്ഷെ പിള്ളേരല്ലേ, വിട്ടേക്ക്. പക്ഷെ നീ ഇപ്പൊ ഇവരെന്തെങ്കിലും ചെയ്താ അത് കഴുതപ്പുലികളും സിംഹങ്ങളും തമ്മിലുള്ള യുദ്ധമായിട്ട് മാറും. അതോർത്താ നന്നായിരിക്കും. കഴുതപ്പുലികളും സിംഹങ്ങളും തമ്മിലുള്ള ശത്രുത തുടങ്ങിയിട്ട് കാലം കുറയായി. അപ്പനപ്പൂപ്പന്മാരായിട്ടുള്ള ശത്രുതയെ അതങ്ങനെ പെട്ടെന്നൊന്നും തീരില്ല. പക്ഷെ ഇവരെ ഞാനിപ്പോ കൊന്ന പിന്നെ മുഫാസയ്ക്ക് അവൻ വളരെ സ്നേഹിച്ച് വളർത്തിയ മകനെ നഷ്ടപ്പെടും. രാജ്യത്തിന്റെ പുതിയ രാജകുമാരനെ നഷ്ടപ്പെടും. എനിക്ക് അത് മതി. അങ്ങനെ പറഞ്ഞ് ഷെൻസി സിംബയെ കടിക്കാൻ പോവാണ്. അപ്പോഴേക്കും സാസു ഇടയ്ക്ക് കയറി. അങ്ങനെ ഷെൻസിയുടെ കടിയിൽ നിന്ന് സിംബ രക്ഷപ്പെടുവാണ്. സാസു ഓടിക്കോളാൻ പറഞ്ഞതും സിംബയും നാലയും കൂടി കണ്ണി കണ്ട വഴികളിൽ കൂടെയൊക്കെ കയറി എങ്ങോട്ട് ഓടാൻ തുടങ്ങി. ആ ഗുഹയുടെ ഉള്ളിൽ എങ്ങോട്ട് ഓടിയാലും പുതിയ ഓരോ വഴികളാണ് അവർക്ക് കാണാൻ പറ്റുന്നത്. എവിടെ ചെന്നാലും അവിടെയൊക്കെ ഓരോ കഴുതപ്പുലികൾ തലയും കൊണ്ട് കയറി വരും. കഴുതപ്പുലികൾക്കാണെങ്കിൽ അവരുടെ ഗുഹയിലെ വഴികളൊക്കെ വളരെ നന്നായിട്ട് അറിയായിരിക്കുമല്ലോ. അവസാനം സിംബയ്ക്കും നാലയ്ക്കും ഒരു രക്ഷയും ഇല്ലാതെയായി. കഴുതപ്പുലികൾ അവരെ കൂട്ടം കൂട്ടമായിട്ട് വളയുകയാണ്. സിംബ അവന്റെ എല്ലാ ധൈര്യവും പുറത്തെടുത്ത് ആഞ്ഞൊന്ന് ഗർജിക്കുവാണ്. പക്ഷെ അത് കേട്ട് കഴുതപ്പുലികൾക്ക് ചിരി വന്നു. അയ്യേ, എന്താണ് ഇവനെ കാണിക്കുന്നത്? ഇതെന്താ ഒരുമാതിരി പൂച്ച കരയുന്ന പോലെ? ഇവനാണോ പുതിയ രാജകുമാരൻ? എന്നമ്മ ഒരു കാര്യം ചെയ്യ്, ഒന്നുകൂടെ പൂച്ചയുടെ പോലെ കരഞ്ഞേ. കരി കരി, കേൾക്കാൻ നല്ല രസമുണ്ട്. സിംബ രണ്ടാമത് ഗർജിച്ചതും ഒരു വലിയ സിംഹത്തിന്റെ ഗർജനമാണ് നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്നത്. കഴുതപ്പുലികളാകെ ഞെട്ടിവിറച്ചു. അവർക്കൊരു തെറ്റുപറ്റി. മകനെ തൊടുന്നതിന് മുൻപ് അച്ഛനോട് ചോദിക്കണമായിരുന്നു. അവന്റെ അച്ഛൻ ആരാണെന്ന് അറിയണമായിരുന്നു. ഈ കാട്ടിലെ രാജാവ് മുഫാസയുടെ മകനാണ് സിംബ, ഒരേ ഒരു രാജാവ്. മുന്നിൽ നിരന്നു നിൽക്കുന്ന കഴുതപ്പുലികളെയൊക്കെ കടിച്ചെറിഞ്ഞ് മുഫാസ സിംബയുടെ അടുത്തേക്ക് എത്തി. ഇത് കണ്ട് ഷെൻസിയുടെ കൂമ്പ് വാടിപ്പോയി. ഷെൻസി, ഇതെന്റെ ഭീഷണിയായിട്ട് കണക്കാക്കിയാൽ മതി. ഇനി നീ എന്റെ പിള്ളേരെ തൊട്ട പിന്നെ കഴുതപ്പുലികളോട് ബാക്കി കാണില്ല. ഇതെന്റെ
അവസാനത്തെ വാണിംഗ് ആണ്. ഇനി ഞാൻ ഇങ്ങോട്ട് വന്ന നിങ്ങൾ ഇവിടെ ഉണ്ടാവും ശവമായിട്ട്. അങ്ങനെ പറഞ്ഞ മുഫാസ സിംബയെയും നാലയെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. കഴുതപ്പുലികളൊക്കെ പേടിച്ചു വിറച്ച് നിൽക്കുമ്പോഴും ഷെൻസിയുടെ കണ്ണിൽ അപ്പോഴും അടങ്ങാത്ത പക മാത്രമായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെട്ടതിന്റെ വലിയൊരു വിഷമവും അവളുടെ കണ്ണിൽ കാണാൻ പറ്റുന്നുണ്ട്. സമയം രാത്രിയാവാറായി. നാലയെ വീട്ടിലേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ടുപോകാൻ സാസുവിനോട് മുഫാസ പറയുന്നു. ശരി അങ്ങുന്നേ, പിന്നെ സിംബയെ ഒരുപാടൊന്നും വഴക്ക് പറയില്ലട്ടോ, അവൻ കുട്ടിയല്ലേ. കുട്ടിയായിരിക്കുമ്പോ ആർക്കാ തെറ്റുപറ്റാത്ത? അങ്ങൊന്നും കുട്ടിയായിരുന്നപ്പോഴും എന്തൊക്കെ ചെയ്തിരിക്കുന്നു, എന്നിട്ടിപ്പോഴോ ഇത്രയും വലിയൊരു രാജാവായില്ലേ. സാസു, എനിക്ക് എന്റെ മോനെ കുറച്ചു കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാനുണ്ട്, അത്രേ ഉള്ളൂ. നീ നാലയും കൊണ്ടുപോയിക്കോ. സാസു നാലയെ കൊണ്ടുപോയി. സിംബയെ മുഫാസ തന്റെ അടുത്തേക്ക് വിളിക്കുവാണ്. താൻ ചെയ്തത് വലിയൊരു തെറ്റായിപ്പോയെന്ന് സിംബയ്ക്ക് മനസ്സിലായി. അതിന്റെ കുറ്റബോധം കാരണം തല താഴ്ത്തിയാണ് അവൻ മുഫാസയുടെ അടുത്തേക്ക് വരുന്നത്. സിംബ, ഞാൻ പോരുതെന്ന് പറഞ്ഞിട്ടും എന്നെ ധിക്കരിച്ച് നീ അങ്ങോട്ട് പോയി. അച്ഛാ, ഞാൻ പെട്ടെന്ന് അങ്ങനെ ചെയ്തു പോയി. അത് മാത്രമല്ല സിംബ, നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ, അതിനേക്കാൾ അധികമായിട്ട് നീ കൂട്ടിക്കൊണ്ടുപോയി നാലയ്ക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ, അതിനെപ്പറ്റി നീ ആലോചിച്ചു? നീ കാരണം അവളുടെ ജീവൻ കൂടി അപകടത്തിലായിരുന്നെങ്കിലോ? നീ ഈ ചെയ്തത് കാരണം എന്തൊക്കെ സംഭവിക്കാമായിരുന്നെന്ന് നീ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ കാടിന് ഒരു പുതിയ രാജാവിനെ നഷ്ടപ്പെടുമായിരുന്നു. നമ്മുടെ ഭാവിയാണ് നീ അപകടത്തിലാക്കാൻ ശ്രമിച്ചത്. പക്ഷെ അച്ഛാ, എനിക്ക് അച്ഛന്റെ മുന്നിൽ കുറച്ച് ധൈര്യമുള്ള ആളെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഞാൻ ചെയ്ത്, അല്ലാതെ ഇങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചില്ല. സിംബ, എല്ലാവരും എപ്പോഴും ധൈര്യമുള്ളവരായിരിക്കണമെന്നില്ല. ഞാൻ ആവശ്യം വരുമ്പോൾ മാത്രമാണ് ധൈര്യമുള്ള ഒരാളായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ധൈര്യശാലിയാവലല്ലാതെ വേറെ വഴിയില്ലാത്ത സമയത്ത്. പക്ഷെ അച്ഛന് ആരെയും പേടിയില്ലല്ലോ, ശരിയല്ലേ? അല്ല സിംബ, പേടിയില്ലാത്ത ആരാ ഉള്ളത്? ഇന്ന് ഞാൻ ഒരുപാട് പേടിച്ചു. എനിക്ക് നിന്നെ നഷ്ടപ്പെടുവോന്ന് ആലോചിച്ച് അച്ഛൻ ഒരുപാട് പേടിച്ചു. അപ്പൊ രാജാക്കന്മാരും പേടിക്കൂ? നീ കരുതുന്നതിനേക്കാൾ അധികം ഒരു രാജാവ് പേടിക്കും. പേടിക്കാൻ രാജാവിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ അച്ഛ, ഇന്ന് ശരിക്കും പേടിച്ചത് ആ കഴുതപ്പുലികളാ. അതെനിക്ക് നേരിട്ട് കാണാൻ പറ്റി. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. എന്നെ മറികടന്ന് നിന്നെ ആരാ തൊടാൻ പോകുന്നത്? വഴക്ക് പറയുമെന്ന് വിചാരിച്ചെങ്കിലും മുഫാസ സിംബയ്ക്ക് നൈസായിട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെ അച്ഛനും മോനും കൂടി സന്തോഷമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കുന്നു. അച്ഛ, നമ്മൾ കൂട്ടുകാരല്ലേ, അതിലെന്താ സംശയം? അപ്പോ അച്ഛൻ ഇന്നും എന്റെ കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാവില്ലേ? സിംബ, ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളാ. നീ ആ നക്ഷത്രങ്ങളിലേക്ക് നോക്ക്. അതൊക്കെ കഴിഞ്ഞ കാലത്ത് ഈ കാട് ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ്. അവരുടെ ആത്മാവാണ് മുകളിൽ നക്ഷത്രങ്ങളായി നിന്ന് നമ്മളെ താഴേക്ക് നോക്കുന്നത്. ശരിക്കുമാണ് അച്ഛൻ പറയുന്നത്? അതെ സിംബ, ശരിക്കും. അതുകൊണ്ട് നീ എന്തെങ്കിലും ഒറ്റയ്ക്കാണെന്ന് തോന്നിയാൽ നിനക്ക് അങ്ങോട്ട് നോക്കാം. നിനക്ക് വഴികാട്ടിയായി മുൻപത്തെ രാജാക്കന്മാർ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടാവും. പക്ഷെ അച്ഛൻ പറഞ്ഞ പോലെ എനിക്ക് അവരെ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. നോക്കിക്കൊണ്ടേയിരിക്കൂ സിംബ, ഒരിക്കൽ തീർച്ചയായും നിനക്ക് അവരെ കാണാൻ സാധിക്കും. അടുത്ത സീനിൽ കഴുതപ്പുലികളുടെ കേന്ദ്രമാണ് കാണിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും മുഫാസയ്ക്ക് ഒടുക്കത്തെ ശക്തിയാ. എന്താ അങ്ങയുടെ ഒരു പവർ? എന്റെ പൊന്നളിയെ, നീ എന്തിനാ എന്റെ നെഞ്ചത്തേക്ക് കയറി കിടക്കുന്നേ? വേറെ എവിടെങ്കിലും മാറിപ്പോയി കിടന്നോടാ നിനക്ക്. എടാ, നീ എന്തിനാ ചൂടാവുന്നേ? ഞാനിവിടെ കിടന്നല്ലേ ഉള്ളൂ. നിനക്ക് ഈ ഗുഹയിൽ കിടക്കാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലമില്ലേ? എന്തിനു ഇങ്ങോട്ട് വന്ന് കയറുന്നേ? ഓക്കെ ഓക്കെ, നീ ചൂടാവല്ലേ, ഞാൻ പൊക്കോളാം. പക്ഷെ അങ്ങനെ അങ്ങോട്ട് പോകുന്നവനല്ല ഞാൻ. എന്നാ നീ ഇവിടെ കിടക്ക്, ഞാൻ മാറിപ്പോയി വേറെ എവിടെയെങ്കിലും കിടന്നോളാം. കുറച്ച് സമാധാനം തരൂ. നീ ഇപ്പൊ ഇതിനെ ദേഷ്യപ്പെടുന്നത് എനിക്ക് മനസ്സിലായി. മുഫാസയൊന്നും ചെയ്യാൻ പറ്റാത്തോണ്ടല്ലേ? മിണ്ടരുത്. അടുത്ത വട്ടം മുഫാസ എന്റെ നേരെ വന്നാ അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഏത് പാഠം? 3ാം ക്ലാസ്സിലെ പാഠമാണോ? അല്ല, ഇന്ന് മുഫാസ വന്നപ്പോ നിന്റെ ഈ ധൈര്യമൊക്കെ എവിടെ പോയി? പെട്ടെന്നാണ് നിഴലിന്റെ മറവിൽ നിന്ന് ഒരു സിംഹം അവയുടെ അടുത്തേക്ക് നടന്നു വരുന്നത്. ആ നിഴല് കണ്ടപ്പോ തന്നെ അവയുടെയൊക്കെ കിളി പോയി. മുഫാസയാണെന്ന് വിചാരിച്ച് അവരാകെ പേടിച്ചു. ബട്ട് ദാറ്റ് വാസ് സ്കാർ. സ്കാർ ആയിരുന്നു അങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത്. ഷെൻസി അങ്ങോട്ട് വരുന്നു. സ്കാറിന്റെ കോലം കണ്ടപ്പോ തന്നെ അത് രാജാവല്ലെന്ന് അവൾക്ക് മനസ്സിലായി. സ്കാർ പറയാൻ തുടങ്ങി, നീയൊക്കെ മണ്ടന്മാരാണോ? നിങ്ങളുടെ പ്രദേശത്തുള്ള ജീവനുള്ള എല്ലാത്തിനെയും നിങ്ങൾ കൊന്നൊടുക്കി. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി രാജരക്തത്തിലുള്ള 2 കുട്ടികളെ ഞാൻ ഇങ്ങോട്ട് അയച്ചിരുന്നു. എന്നിട്ട് അവരെ കൊല്ലാതെ വിട്ടിരിക്കുന്നു. എന്നാ ഒരു കാര്യം ചെയ്യാം, അവര് മിസ്സായതുകൊണ്ട് അതിനു പകരം തന്നെ കൊല്ലാം. താനും രാജരക്തമല്ലേ? എന്നെ തിന്നിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രയോജനം? ഒരു നേരത്തെ വിശപ്പടക്കാം. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത് ഒരായുഷ്കാലം മുഴുവൻ ഇരുന്ന് തിന്നാനുള്ള വിരുന്നാണ്. താൻ എന്തായി പറയുന്നത്? ഞങ്ങൾക്ക് തരാൻ തന്റെ കയ്യിൽ എന്താ ഉള്ളത്? നിങ്ങൾക്ക് തരാൻ എന്റെ പക്കൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നും വയറു നിറയെ ഭക്ഷിക്കാം. പ്രകാശം പതിക്കുന്ന ഏത് സ്ഥലത്തും ഇഷ്ടമുള്ളതുപോലെ വേട്ടയാടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെയൊക്കെ കൊന്നൊടുക്കാം. താൻ പറയുന്ന കേട്ട തോന്നും പ്രൈഡ് ലാൻഡ്സ് തന്റെ വകയാണെന്ന്. താനല്ലല്ലോ രാജാവ്, പിന്നെ ഇതൊക്കെ എങ്ങനെ നടക്കും? രാജാവല്ലേ ഇതൊക്കെ നിയന്ത്രിക്കുന്നത്? ശരിയാ, രാജാവാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. പക്ഷെ നിയന്ത്രിക്കാൻ രാജാവ് ഇല്ലാതെയായാലോ? അതുകൊണ്ടാണ് നമ്മൾ മുഫാസയെ കൊല്ലാൻ പോകുന്നത്. ഇതായിട്ട് കഴുതപ്പുലികൾ ഞെട്ടിപ്പോയി. രാജാവിനെ കൊല്ലുന്ന കാര്യമാണ് പറയുന്നത്, അതും രാജാവിന്റെ സഹോദരൻ. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത്. മുഫാസ എപ്പോഴും ഒരുപാട് നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ വെക്കും. ആരെ കൊല്ലാം, ആരെ കൊല്ലരുത്, എപ്പോ കൊല്ലാം, എങ്ങനെ കൊല്ലാം. മതിയായി, നിങ്ങൾക്കും മതിയായി കാണും. പക്ഷെ ഞാൻ രാജാവായിരിക്കുമ്പോ ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണവും ഉണ്ടാവില്ല. കൈക്കരുത്തുള്ളവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. നിങ്ങൾ ഹൈനകളുടെ വയർ ഒരിക്കലും നിറയാറില്ലെന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ കഴിക്കുന്നതിന്റെ ബാക്കി കഴിച്ചല്ലേ നിങ്ങൾ വിശപ്പെടുക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം വേണ്ടേ? അന്തസ്സായിട്ട് ജീവിക്കണ്ടേ? പക്ഷെ മുഫാസ ഒരുപാട് കരുത്തനാണ്. അവനുമായിട്ട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധിക്കും? മുഫാസയുടെ ഭരണം അവസാനിക്കാറായി. ഇനി ഞാൻ മതി.
മതി. അവനില്ലാതെയായാൽ അടുത്ത രാജാവ് ഞാനാണ്. എന്റെ അധികാരം ആർക്കും തടയാനാവില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്റെ കൂടെ നിന്നാൽ നിങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല. ഹൈനകളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് സ്കാർ തിരിച്ചു പോകുന്നു. എന്തായാലും സ്കാറിന്റെ പ്ലാൻ ഹൈനകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എങ്ങനെയെങ്കിലും മുഫാസയെ കൊന്ന് ഭരണം സ്കാറിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഹൈനകൾക്ക് പിന്നെ രാജയോഗമാണ്. ഇങ്ങനെയൊക്കെയാണ് സ്കാർ അവരുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. സീൻ ചേഞ്ച് ആവുന്നു. പുതിയൊരു ദിവസം ഉദിച്ചുയർന്നു. ഇന്നിവിടെ പലതും നടക്കും. സ്കാർ സിംബയുടെ കൂടെ ഒരു മലയിടുക്കിലൂടെ സംസാരിച്ചുകൊണ്ട് നടക്കുവാണ്. എന്താ സിംബ നീ വിഷമിച്ചിരിക്കുന്നത്? ഇന്നലെ ഉണ്ടായ കാര്യങ്ങളൊന്നും നീ മറന്നില്ലേ? അതല്ല അങ്കിൾ സ്കാർ, അച്ഛൻ ഇത്തിരി ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. നീ വിഷമിക്കേണ്ട സിംബ. നിന്റെ അച്ഛന്റെ ദേഷ്യം മാറ്റാനും അദ്ദേഹത്തിന് നിന്നോടുള്ള ഇഷ്ടം കൂട്ടാനും ഞാനൊരു വഴി പറഞ്ഞു തരാം. പക്ഷെ നീ അതുപോലെ തന്നെ ചെയ്യണം. എന്റെ അച്ഛൻ രാജാവല്ലേ? രാജാവിനെ സന്തോഷിപ്പിക്കാൻ എനിക്കെന്താ ചെയ്യാൻ പറ്റുക? നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സിംബ. അതിലൊരു കാര്യമാണ് നിന്റെ ഗർജനം. നീയല്ലേ അടുത്ത രാജാവ്. ഒരു രാജാവിന്റെ ഏറ്റവും വലിയ അടയാളമാണ് അവന്റെ ഗർജനം. നിന്റെ ഗർജനം കേട്ട് ഈ കാട് നടുങ്ങണം. അത് കേട്ടാൽ നിന്റെ അച്ഛന് ഒരുപാട് സന്തോഷമാവും. നിങ്ങൾ ശരിക്കുമാണ് പറയുന്നത്. പക്ഷെ എനിക്ക് ശരിക്കും ഗർജിക്കാൻ അറിയില്ലല്ലോ. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? അതിനാണ് സിംബ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ മലയിടുക്കിലാണ് എല്ലാ സിംഹരാജാക്കന്മാരും ഗർജിച്ച് പഠിക്കാറുള്ളത്. എന്തിനേറെ നിന്റെ അച്ഛൻ മുഫാസ പോലും നിന്റെ പ്രായത്തിൽ ഇവിടെ വന്ന് ഗർജിച്ച് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് ഇത്രയും ഗാംഭീര്യം. മുഫാസയുടെ ഗർജനം കേട്ട് കഴുതപ്പുലികൾ പേടിച്ചു വിറയ്ക്കുന്നത് നീ കണ്ടില്ലേ? നിനക്കും അതുപോലെ ആവണ്ടേ? സ്കാർ പറയുന്നത് കേട്ട് സിംബ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. അപ്പോഴും പൂച്ച കരയുന്ന പോലെയുള്ള ഒരു ശബ്ദമാണ് സിംബയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. വിഷമിക്കേണ്ട സിംബ, എല്ലാവരും ഇങ്ങനെ തന്നെയാ. ആദ്യം പൂച്ചയുടെ പോലെ, പിന്നെ പുലിയെ പോലെ, പിന്നെ സിംഹത്തിനെ പോലെ. നിന്നെ കൊണ്ട് തീർച്ചയായിട്ടും ഇത് സാധിക്കും. ഈ മലയിടുക്ക് മുഴുവൻ നിന്റെ ഗർജനം മുഴങ്ങി കേട്ടാൽ നീ ജയിച്ചു എന്നാണ് അർത്ഥം. എന്തായാലും നീ ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യും. ഞാൻ പോയിട്ട് പിന്നെ വരാം. അങ്കിൾ സ്കാർ, എന്തായാലും ഞാനിങ്ങനെ ചെയ്താ അച്ഛന് ഭയങ്കര സന്തോഷമാവുമല്ലേ? അതിലെന്താ സംശയം? നിന്റെ അച്ഛന് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരിക്കും എന്ന്. ആ കാര്യത്തിൽ ഞാൻ ഉറപ്പു തരാം. അങ്ങനെ പറഞ്ഞ സ്കാർ സിംബയെ അവിടെ ഒറ്റയ്ക്കാക്കി ദൂരേക്ക് നടന്നു നീങ്ങുവാണ്. അവൻ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് ഹൈനകൾ സിംബ നിൽക്കുന്ന മലയിടുക്കിന്റെ മുകളിലായിട്ട് ഒത്തുകൂടി നിൽക്കുന്നുണ്ട്. സിംബ സമയം കളയാതെ ഗർജിച്ച് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്നാണ് ഒരു തുമ്പി അവന്റെ മുന്നിലേക്ക് പറന്നു വരുന്നത്. തുമ്പി ഒരു ചെടിയുടെ മേൽ ചെന്നിരുന്നു. സിംബ നോക്കി നിൽക്കെ തന്നെ ഒരു ഓന്താ തുമ്പിയെ നാക്ക് നീട്ടി പിടിച്ച് തിന്നുവാണ്. ഓന്ത ഒരു കൂസലും ഇല്ലാതെ സിംബയുടെ മുന്നിക്കൂടെ ഇങ്ങനെ നടന്നങ്ങോട്ട് പോവാണ്. ഇത് സിംബയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഭാവിയിലെ രാജാവിനെ ബഹുമാനിക്കാൻ പഠിക്കട തെണ്ടി എന്നുള്ള ഭാവത്തിൽ സിംബ ഓന്തിനെ നോക്കി ഗർജിക്കാൻ തുടങ്ങി. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ പൂച്ചയുടെ ശബ്ദം തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. 2-3 വട്ടം ശ്രമിച്ചിട്ടും ഓന്ത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഗർജനം ഒന്ന് ശരിയായി വന്നപ്പോഴേക്കും സിംബ ഒരു കാര്യം ശ്രദ്ധിച്ചു. മലയിടുക്ക് മുഴുവൻ ഇളകി മറിയുന്നത് പോലെ ചെറിയ ചെറിയ കല്ലും മണലും ഒക്കെ താഴേക്ക് വീഴാൻ തുടങ്ങി. അവൻ ആകെ പേടിച്ച് ദൂരേക്ക് നോക്കിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച അവൻ കാണുന്നത്. 100 കണക്കിന് കാട്ടുപോത്തുകളാണ് അവന്റെ നേരെ വിരണ്ടോടി വരുന്നത്. എന്താണ് കാര്യമെന്ന് വെച്ചാൽ ഇതായിരുന്നു സ്കാറിന്റെ പ്ലാൻ. ഹൈനകളെ കൊണ്ട് കാട്ടുപോത്തുകളെ പേടിപ്പിച്ചോടിപ്പിക്കുവാണ് നേരെ ഈ മലയിടുക്കിലേക്ക്. ആ മലയിടുക്കിലാണ് സിംബയെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഇത്രയും കാട്ടുപോത്തുകൾ ഓടി വരുമ്പോ അതിന്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒട്ടും തന്നെ ചാൻസ് ഇല്ല. കാട്ടുപോത്തുകളുടെ ഓട്ടം കാരണമാണ് സിംബ മരിച്ചതെന്ന് അറിഞ്ഞാൽ സ്കാറിനെ ആരും സംശയിക്കാനും പോകുന്നില്ല. വാട്ട് എ മാസ്റ്റർ പ്ലാൻ. ആകെ പേടിച്ചു പോയ സിംബ ഒട്ടും സമയം കളയാതെ മുന്നിലേക്ക് ഓടി. പക്ഷെ കാട്ടുപോത്തുകളുടെ സ്പീഡിനെ നമ്മുടെ കുഞ്ഞു സിംബയ്ക്ക് മറികടക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഒരു വിധത്തിൽ സിംബ ഓടിച്ചെന്ന് ഒരു കല്ലിന്റെ അടിയിലായിട്ട് ഒളിച്ചിരിക്കുവാണ്. കാട്ടുപോത്തുകളുടെ കൂട്ടമാണെങ്കിൽ ഓട്ടം നിർത്തുന്നുമില്ല. ഇതിനും മാത്രം കാട്ടുപോത്തുകൾ ഈ കാട്ടിലുണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് സംശയം തോന്നിപ്പോകും. സ്കാർ നേരെ ചെന്ന് അവന്റെ അടുത്ത പ്ലാൻ പുറത്തേക്ക് എടുക്കുന്നു. സ്കാർ മുഫാസയോട് സിംബ കാട്ടുപോത്തുകളുടെ ഇടയിൽ പെട്ടുപോയെന്നും വിരണ്ടോടുന്ന കാട്ടുപോത്തുകളുടെ ഇടയിൽ നിന്ന് പെട്ടെന്ന് അവനെ പോയി രക്ഷിക്കണമെന്നും പറയുവാണ്. ഇത് കേട്ട മുഫാസ സിംബയെ രക്ഷിക്കാൻ വേണ്ടി ആ മലയിടുക്കിലേക്ക് ഓടി ചെല്ലുവാണ്. ഇങ്ങനെയുള്ള സമയത്താണ് സാസുവിന്റെ സഹായം ഏറ്റവും അധികം ഉപയോഗപ്പെടുന്നത്. അവന് പറക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ സിംബ എവിടെയാണ് പെട്ടുകിടക്കുന്നതെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സാസു നേരെ മലയിടുക്കിലേക്ക് പറക്കാൻ തുടങ്ങി. ഈ സമയത്ത് സിംബയ്ക്ക് മനസ്സിലായി അധിക നേരം ഇവിടെ ഒളിച്ചിരുന്നാൽ കാട്ടുപോത്തുകളുടെ കാലിന്റെ അടിയിൽപ്പെട്ട് താൻ ചതഞ്ഞു പോകുമെന്ന്. അവൻ പെട്ടെന്ന് തൊട്ടടുത്തുള്ള വീണ് കിടക്കുന്ന ഒരു മരത്തിന്റെ ചില്ലയിലേക്ക് ഓടിച്ചെന്ന് കയറി. ഈ മരച്ചില്ല എപ്പോ വേണമെങ്കിലും താഴേക്ക് ഒടിഞ്ഞു വീഴാം. ഇപ്പൊ തൽക്കാലം ആ മരച്ചില്ലയിൽ തൂങ്ങിക്കിടക്കാനല്ലാതെ സിംബയ്ക്ക് വേറെ വഴിയൊന്നുമില്ല. മുഫാസയും സ്കാറും മലയുടെ മുകളിലെത്തി. സാസു പറന്നു എന്ന് സിംബ എവിടെയുള്ളതെന്ന് കണ്ടുപിടിക്കുന്നു. സിംബയോട് ഇവിടെ തന്നെ അനങ്ങാതിരുന്നു, അച്ഛൻ ഇപ്പൊ വന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞ് സിംബയെ ആശ്വസിപ്പിച്ച ശേഷം സാസു ഈ കാര്യം പറയാൻ വേണ്ടി മുഫാസയുടെ അടുത്തേക്ക് പോവുകയാണ്. ഇത് കേട്ട ഉടനെ മുഫാസ സിംബയെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് ഓടി. ഈ സമയത്താണ് സ്കാർ സാസുവിനോട് പറയുന്നത്, സാസു നീ പോയി ബാക്കിയുള്ള സിംഹങ്ങളെ കൊണ്ടുപോവാ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇത് കേട്ട് സാസു ഒന്നും ചിന്തിക്കാതെ ബാക്കിയുള്ള സിംഹങ്ങളെ വിവരം അറിയിക്കാൻ വേണ്ടി പറക്കുന്നു. മുഫാസ സിംബയെ ദൂരെ നിന്ന് കാണുന്നുണ്ട്. അവനോട് അവിടെ തന്നെ അനങ്ങാതിരിക്കാൻ മുഫാസ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവര് തമ്മിൽ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. മുഫാസ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാൻ നോക്കിയപ്പോ അവിടെ വെള്ളം ഒഴുകുന്നത് പോലെ കാട്ടുപോത്തുകൾ ഓടി വന്നുകൊണ്ടിരിക്കുവാണ്. അതിന്റെ ഇടയിൽ കൂടെ സിംബയുടെ അടുത്തെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ സിംബയെ രക്ഷിക്കാൻ വേണ്ടി മുഫാസ ഏതറ്റം വരെയും പോകാൻ റെഡിയാണ്. മുഫാസ കാട്ടുപോത്തുകളുടെയൊക്കെ ഇടയിൽ കൂടെ എങ്ങനെയോ ഒരു വിധത്തിൽ സിംബയുടെ അടുത്തേക്ക് എത്തുവാണ്. സിംബ മോനെ നീ പേടിക്കണ്ട, ഞാനിപ്പോ ഇവിടെ വന്നില്ലേ, നിന്നെ ഞാൻ എന്തായാലും രക്ഷിക്കും, പെട്ടെന്ന് എന്റെ അടുത്തേക്ക് വാ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും കാട്ടുപോത്തുകൾ വന്ന് മുഫാസയെ ഇടിച്ച് ദൂരേക്ക് തെറിപ്പിക്കുവാണ്. സിംഹം കാട്ടിലെ രാജാവാണെങ്കിലും വിരണ്ടോടുന്ന കാട്ടുപോത്തുകൾക്ക് അതൊന്നും നോക്കാൻ സമയമില്ല. ഈ
സമയത്ത് സിംബ നിന്നിരുന്ന കൊമ്പൊടിഞ്ഞ് താഴേക്ക് വീഴുവാണ്. ഒരുപക്ഷെ കാട്ടുപോത്തുകളുടെ ചവിട്ടേറ്റ് സിംബ അവിടെ തന്നെ മരിക്കുമായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ദൂരേക്ക് തെറിച്ചു വന്ന മുഫാസ ഓടി വന്ന് സിംബയെ കടിച്ചെടുത്ത് സേഫ് ആയ ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കുവാണ്. പക്ഷെ സിംബയെ രക്ഷിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുഫാസ വീണ്ടും കാട്ടുപോത്തുകളുടെ ഇടയിൽപ്പെട്ട് ദൂരേക്ക് തെറിച്ചു വീഴുവാണ്. സിംബ ആകെ പേടിച്ചു പോയി. കുറച്ചുനേരം നോക്കിയിട്ടും അച്ഛനെ അവിടെ ഒന്നും കാണാനില്ല. പെട്ടെന്ന് അതിന്റെയൊക്കെ ഇടയിൽ നിന്ന് മുഫാസ തൊട്ടടുത്തുള്ള മലയുടെ ഏറ്റവും അടിഭാഗത്തേക്ക് ചാടി കയറുവാണ്. എന്നിട്ട് പതുക്കെ പതുക്കെ മലയുടെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. സിംബയ്ക്ക് സന്തോഷമായി. അവൻ അറിയാമായിരുന്നു തന്റെ അച്ഛനൊരു രാജാവാണെന്നും ആ ശക്തനായ രാജാവ് അങ്ങനെ പെട്ടെന്നൊന്നും മരിക്കില്ലെന്നും. സിംബ അച്ഛൻ കയറി വരുന്ന ഭാഗത്തേക്ക് നേരെ ഓടിക്കയറാൻ നോക്കുന്നു. പക്ഷെ ഇനി സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മളെ വല്ലാതെ വിഷമിപ്പിച്ചു കളയും. അച്ഛൻ കയറി വരുന്ന ഭാഗത്തേക്ക് സിംബയ്ക്ക് കയറി ചെല്ലാൻ പറ്റിയില്ല. കാരണം അത് ഒരുപാട് ഉയരത്തിലാണ്. മലയുടെ മുകളിലേക്ക് കയറി ഏറ്റവും ഉയരത്തിലെത്താറായപ്പോ മുഫാസ തന്റെ മുന്നിലായിട്ട് കാണുന്നത് സ്കാറിനെയാണ്. സ്കാർ നേരത്തെ തന്നെ എന്തോ തീരുമാനിച്ചുറപ്പിച്ച് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. സ്കാർ പെട്ടെന്ന് തന്നെ പിടിച്ച് കയറ്റ് വേഗം. പക്ഷെ സ്കാറിന്റെ മുഖത്ത് യാതൊരു ദയയും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അവൻ തന്റെ കൂർത്ത നഖങ്ങൾ വെച്ച് മുഫാസയുടെ കയ്യിൽ ആഞ്ഞു പിടിക്കുവാണ്. നഖങ്ങൾ കയ്യിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോ മുഫാസയ്ക്ക് നന്നായി വേദനിച്ചു. സ്കാർ അവസാനമായിട്ട് ഒരേ ഒരു കാര്യം മാത്രമാണ് പറയുന്നത്: മഹാരാജാവ് മുഫാസ എന്നെന്നും നീണാൾ വാഴട്ടെ. അങ്ങനെ പറഞ്ഞ് മുഫാസയുടെ മുഖത്ത് നോക്കി സ്കാർ ഒരൊറ്റ അടി. ആ അടിയിൽ മുഫാസയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അദ്ദേഹം നേരെ അത്രയും ഉയരത്തിൽ നിന്ന് ഓടി വന്നുകൊണ്ടിരിക്കുന്ന കാട്ടുപോത്തുകളുടെ കൂട്ടത്തിന്റെ ഇടയിലേക്ക് ചെന്ന് പതിക്കുവാണ്. തന്റെ അച്ഛൻ അത്രയും ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നത് മാത്രമാണ് സിംബയ്ക്ക് കാണാൻ പറ്റുന്നത്. കാരണം മുകളിൽ നടക്കുന്ന കാഴ്ചകളൊന്നും സിംബയ്ക്ക് കാണാൻ പറ്റില്ല. ഈ കാഴ്ച കണ്ട് സിംബ അച്ഛനെ വിളിച്ച് കരയുന്നുണ്ട്. അതല്ലാതെ അവന് വേറെ ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. പിന്നെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമ്മൾക്ക് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും. അങ്ങനെ അവസാനത്തെ കാട്ടുപോത്തും ദൂരേക്ക് ഓടി മറഞ്ഞു. അവിടെയുള്ള ശബ്ദവും പൊടിയും കാറ്റും എല്ലാം നിലച്ചു. ഇപ്പോൾ മുഴുവനായിട്ട് ഒരു ശാന്തത മാത്രമാണ്. ആരുടെയും ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല. സിംബ അച്ഛൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം വീണ ഭാഗത്തേക്ക് ഓടിച്ചെല്ലുവാണ്. അവൻ അച്ഛന്റെ പേര് വിളിച്ച് അവിടെയൊക്കെ തിരയാൻ തുടങ്ങി. അവന്റെ ശബ്ദം ആ മലയടിവാരത്തിൽ മുഴങ്ങി കേൾക്കുന്നതല്ലാതെ അച്ഛന്റെ മറുപടി ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഇവിടെ നിന്നും ദിശ തെറ്റി പാഞ്ഞു വന്ന ഒരു കാട്ടുപോത്ത് അടുത്തുള്ള ഒരു വഴിയിലേക്ക് ഓടിപ്പോവുകയാണ്. സിംബ സൂക്ഷിച്ചു നോക്കിയപ്പോ അവിടെ തന്റെ അച്ഛൻ മുഫാസയുടെ ശരീരം കിടക്കുന്നതാണ് അവന് കാണാൻ പറ്റുന്നത്. ഒട്ടും അനക്കമില്ലാതെ ഉറങ്ങി കിടക്കുന്നത് പോലെയാണ് മുഫാസയെ കാണാൻ പറ്റുന്നത്. സിംബ നേരെ അങ്ങോട്ട് ഓടിച്ചെന്നു. അച്ഛ എന്താ ഇത്? എന്താ എഴുന്നേക്കാത്ത? അച്ഛൻ എന്താ എണിക്കാത്തത്? എന്നെ വിട്ട് ഒരിക്കലും പോവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് സിംബ മുഫാസയെ എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നുണ്ട്. ആരോടെങ്കിലും രക്ഷിക്കാൻ പറഞ്ഞ് സിംബ അവിടെ കിടന്ന് കരയുന്നു. പക്ഷെ ആരും വരുന്നില്ല. പതുക്കെ പതുക്കെ സിംബ സത്യം മനസ്സിലാക്കി. തന്റെ അച്ഛൻ മുഫാസ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. തന്നെ വിട്ട് ഒരിക്കലും പോയില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിലും മുഫാസ ഇപ്പോ അവന്റെ കൂടെയില്ല. വിഷമം താങ്ങാൻ പറ്റാതെ അവൻ തന്റെ അച്ഛൻ മുഫാസയുടെ കൈകൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നു. കുറച്ചു സമയം കടന്നുപോയി. പിന്നിൽ നിന്ന് പതുക്കെ നടന്നു വരുന്നത് സ്കാർ ആണ്. തന്റെ പ്ലാൻ നടപ്പിലായതിന്റെ എല്ലാ സന്തോഷവും സ്കാറിന്റെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട്. സിംബ, നീ ഇതെന്താ ചെയ്തേ? എന്താ ഇത്? അങ്കിൾ, എനിക്കറിയില്ല. കാട്ടുപോത്തുകൾ ഓടി വന്നപ്പോ എന്നെ രക്ഷിക്കാൻ വേണ്ടി അച്ഛൻ അതിന്റെ ഇടയിലേക്ക് ഇറങ്ങി വന്നതാ. ഇങ്ങനെയൊന്നും ആവുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇങ്ങനെയൊന്നും സംഭവിക്കണമെന്ന് അല്ലെങ്കിലും ആരും വിചാരിക്കില്ലല്ലോ. എനിക്കറിയാം ഇതൊന്നും വേണമെന്ന് വെച്ച് നടന്നതല്ല. ഇതൊന്നും നിന്റെ തെറ്റല്ലെന്നും എനിക്കറിയാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും രാജാവ് മരിച്ചിരിക്കുന്നു. അതിനൊരു കാരണമായിരിക്കുന്നത് നീയാണ് സിംബ. അച്ഛന്റെ മരണത്തിന് കാരണമായ ഒരു മകൻ. ഇത് നീ നിന്റെ അമ്മയോട് എങ്ങനെ പറയും? നിന്റെ കൂടെയുള്ളവരോട് നീ ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും സിംബ? നിന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയ്ക്കാണ് നിന്റെ അച്ഛനും കാട്ടിലെ രാജാവുമായ മുഫാസ മരിച്ചിരിക്കുന്നത്. നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അങ്കിൾ, എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയൊന്നും നടക്കുമെന്ന്. എനിക്കറിയില്ലായിരുന്നു. അതിനെപ്പറ്റി ഇനി പറഞ്ഞിട്ട് എന്താണ് കാര്യം സിംബ? നിന്റെ അച്ഛന് നിന്നെപ്പറ്റി എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു? എല്ലാം അവസാനിച്ചു. രാജാവിനെ കൊന്നവന് കാട്ടിൽ ഇനി സ്ഥാനം ഉണ്ടാവുമോ സിംബ? അങ്കിൾ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കറിയില്ല. ഞാൻ ഇനി എല്ലാവരോടും എന്ത് പറയും? എനിക്ക് പേടിയാവുന്നു. രക്ഷപ്പെടാൻ വഴികളൊന്നുമില്ല സിംബ. ഇനി ആരെങ്കിലും നിന്നെ കണ്ടാൽ വച്ചേക്കില്ല, കൊന്നുകളയും. അതുകൊണ്ട് ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ സിംബ. ഓടണം. തിരിഞ്ഞു നോക്കാതെ ഓടണം. ഈ കാടിന്റെ അതിർത്തി കടക്കുന്നത് വരെ, ഇനി തിരിച്ചെത്താനാവാത്ത ദൂരത്തേക്ക് എത്തുന്നത് വരെ തിരിഞ്ഞു നോക്കാതെ ഓട് സിംബ. ഇത് കേട്ട് പേടിച്ചരണ്ട സിംബ സ്കാർ പറഞ്ഞതുപോലെ തന്നെ തിരിഞ്ഞു നോക്കാതെ ഓടാൻ തുടങ്ങി. സ്കാറിന്റെ പിന്നിലെ നിഴലിൽ നിന്ന് 3 കഴുതുപ്പുലികൾ മുന്നോട്ട് വരുവാണ്. ഒരേ ഒരു കാര്യമാണ് സ്കാർ പറയുന്നത്: അവനെ കൊന്നേക്ക്. ഇത് കേട്ടതും ആ 3 കഴുതുപ്പുലികളും കൂടി സിംബയുടെ പിന്നാലെ വെച്ച് പിടിച്ചു. അവരുടെ പുതിയ രാജാവാകാൻ പോകുന്ന ആളാണ് ക്രൂരനായ സ്കാർ. ഈ തന്ത്രമെല്ലാം സ്കാർ ഒരുപാട് നാളായിട്ട് അവന്റെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്നതാണ്. ഇന്നതെല്ലാം നടന്നിരിക്കുന്നു. ഒരുപാട് ദൂരം കഴുതുപ്പുലികൾ സിംബയെ ഓടിച്ചു. പക്ഷെ ഭാഗ്യത്തിന് അവർക്ക് സിംബയെ പിടിക്കാൻ പറ്റിയില്ല. അവസാനം ഒരു മലയുടെ അറ്റത്തെത്തിയപ്പോ സിംബയും ഒരു ഹൈനയും കൂടി നേരെ താഴേക്ക് വീഴുവാണ്. അവിടെ നോക്കി നിൽക്കുന്ന 2 കഴുതുപ്പുലികളുടെ അടുത്തേക്ക് അവരുടെ റാണിയായിട്ടുള്ള ഷെൻസിയും വരുവാണ്. അവൻ ചത്തോന്ന് ഉറപ്പുവരുത്തിയിട്ട് നിങ്ങൾ രണ്ടുപേരും തിരിച്ചു വന്നാൽ മതി, മനസ്സിലായോ? അങ്ങനെ പറഞ്ഞ് ഷെൻസി സന്തോഷത്തോടെ തിരിച്ചുപോയി. ഒരുപാട് നാളത്തെ സിംഹങ്ങളോടുള്ള പകയാണ് ഇന്ന് വീട്ടിയിരിക്കുന്നത്. റാണി പോയല്ലേ? പോയി. അതിന് താനെന്തിന് എന്റെ നജത്തോട് കയറണേ? അങ്ങോട്ട് മാറി നിന്നൂടെ? എന്റെ അമ്മോ ശരി, മാറി നിന്നു. നമുക്ക് പോയി അവൻ ചത്തു നോക്കിയാലോ? അതിനെ അടിയേക്ക് പോകാൻ നോക്കിയിട്ട് വേണം നമ്മളും കൂടി യൂണിച്ചാവാൻ. നമുക്ക് റാണിയോട് ഒരു കാര്യം പറഞ്ഞാൽ മതി: സിംബ ചത്തു, നമ്മൾ സിംബയെ കണ്ടുപിടിച്ചു, എന്നിട്ട് നമ്മളത് തിന്നു. ഞാനും നീ ഇതുപോലെ വേണം ഷെൻസിയോട് പറയാൻ. അല്ലെങ്കിൽ തന്നെ ഇത്രയും ഉയരത്തിന്ന് വീണിട്ട് സിംബ എങ്ങനെ ചാവാതിരിക്കുക? അങ്ങനെ പറഞ്ഞ് 2 ഹൈനകളും കൂടി തിരിച്ചുപോയി. അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് നമ്മുടെ
സിംബ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ നേരെ താഴേക്ക് വീഴാതെ ഒരു മരച്ചിലയുടെ അടിയിൽ പതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇനി തിരിച്ചു പോകാൻ സിംബയ്ക്ക് ഒട്ടും തന്നെ ധൈര്യമില്ല. അവന്റെ മനസ്സിൽ തന്റെ അച്ഛൻ മരിക്കാൻ കാരണമായിട്ടുള്ള ഒരേ ഒരാൾ താൻ മാത്രമാണെന്നാണ് ആ കുറ്റബോധം. അവൻ എല്ലാ കാലത്തും വേട്ടയാടും. താൻ ജനിച്ചു വളർന്ന ഒരു രാജാവായി ഭരിക്കാൻ ആഗ്രഹിച്ച കാടിനെ ഒരു വട്ടം കൂടി തിരിഞ്ഞു നോക്കി സിംബ ദൂരേക്ക് ഓടി മറയുകയാണ്. ഇതേ സമയത്ത് എല്ലാ തന്ത്രങ്ങളും വിചാരിച്ചതുപോലെ നടത്തി മനസ്സിൽ അതിയായ സന്തോഷമാണെങ്കിലും അതൊന്നും മുഖത്ത് കാണിക്കാതെ സ്കാർ പ്രൈഡ് റോക്സിലേക്ക് വരുവാണ്. അവിടെ ബാക്കി സിംഹങ്ങളെല്ലാം മുഫാസയുടെ മരണം അറിഞ്ഞ് ഒരുപാട് വിഷമത്തിലാണ്. അവർക്കിനി ഒരു രാജാവില്ലല്ലോ. പക്ഷെ കൃത്യസമയത്താണ് സ്കാർ ആ പ്രസംഗം നടത്തുന്നത്. എനിക്ക് എല്ലാവരോടും കൂടിയാണ് പറയാനുള്ളത്. മുഫാസയുടെ മരണം എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഒരുപാട് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾക്ക് തടയാനാവില്ല. ഇനി എന്ത് ചെയ്യണമെന്നാണ് നമ്മൾക്ക് ആലോചിക്കേണ്ടത്. ഒരു അനിയനെ നഷ്ടപ്പെട്ട വിഷമം, അതുപോലെ തന്നെ ഈ കാട് കണ്ട ഏറ്റവും മികച്ച രാജാവിനെ നഷ്ടപ്പെട്ട വിഷമം എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രാജകുമാരൻ സിംബ ഇന്ന് ജീവനോടെ ഇല്ല. മുഫാസയെ രക്ഷിക്കാൻ കൃത്യസമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. ഇനി എന്ത് ചെയ്യാനാവും? ഇനി നമ്മുടെ കാടിന്റെ ഭാവി എന്താകുമെന്നോർത്ത് നിങ്ങളെപ്പോലെ എനിക്കും പേടിയുണ്ട്. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുക്കാൻ പോവുകയാണ്. മുഫാസയും സിംബയും ഇല്ലാത്തത് കൊണ്ട് ഇനി കിരീടത്തിന്റെ അവകാശം എനിക്കാണുള്ളത്. അതുകൊണ്ട് വിഷമത്തോടെയാണെങ്കിലും ഈ കാടിന്റെ ഭരണം ഞാൻ ഏറ്റെടുക്കാൻ പോവുകയാണ്. ഇനി മുതൽ ഞാനാണ് നിങ്ങളുടെ പുതിയ രാജാവ്, ഈ കാട്ടിലെ ഒരേ ഒരു രാജാവ്. അത് മാത്രമല്ല, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് പുതിയ കൂട്ടുകാരെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കാട്ടിൽ നിന്ന് എക്കാലത്തും മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള കഴുതപ്പുലികൾ. അതുകൊണ്ട് ഇനി ആരും പേടിക്കേണ്ട. ഈ സ്കാറിന്റെ ഭരണത്തിൽ ഈ കാട്ടിൽ പുതിയൊരു യുഗം പിറക്കാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞ് സ്കാർ അവിടെ നിന്ന് ഗർജിക്കുവാണ്. അങ്ങോട്ട് നടക്കുന്ന കഴുതപ്പുലികളെ കണ്ട് നാലയ്ക്കും സറാബിക്കും മറ്റു സിംഹങ്ങൾക്കും ശരിക്കും പേടിയായി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് സ്കാറിന്റെ ഭരണമാണ്. അവൻ കുതന്ത്രത്തിലൂടെ നേടിയെടുത്ത മഹാരാജാവിന്റെ സ്ഥാനം കൂടെ ക്രൂരന്മാരായിട്ടുള്ള കഴുതപ്പുലികളും കാട് മുടിയാൻ പോവുകയാണ്. ഈ കാഴ്ചയൊക്കെ ദൂരെ നിന്ന് സാസുവും റഫീഖയും കൂടി പേടിയോടെ കണ്ടു നിൽക്കുവാണ്. അവർക്ക് കാടിന്റെ ഭാവി ഓർത്ത് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. സിംബ മരിച്ചതറിഞ്ഞ വിഷമത്തിൽ റഫീഖി മരത്തിൽ വരച്ചു വെച്ച സിംബയുടെ ചിത്രം അദ്ദേഹം തന്നെ മായ്ച്ചു കളയുവാണ്. സീൻ ചേഞ്ച് ആവുന്നു. ഒരു നട്ടുച്ച സമയത്തെ മരുഭൂമിയാണ് കാണിക്കുന്നത്. ദിവസങ്ങളോളം വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ഈ ചൂട് പിടിച്ച മണലിക്കൂടെ നടന്ന് സിംബ ആകെ തളർന്നു പോയി. ഇനിയും നടക്കാൻ പറ്റാതെ സിംബ കുഴഞ്ഞു വീണു. ചുറ്റും വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാർ അവനെ കൊത്തി തിന്നാൻ വേണ്ടി ചുറ്റും വന്ന് കൂടി നിൽക്കുവാണ്. ഈ സമയത്താണ് പുതിയ രണ്ട് കഥാപാത്രങ്ങൾ നമ്മളുടെ കഥയിലേക്ക് ഓടി കടന്നു വരുന്നത്. കഴുകന്മാർ വട്ടമിട്ട് കൂടി നിൽക്കുന്നത് കണ്ട് അവർ രണ്ടുപേരും ഓടി മതിച്ചു വന്ന് കഴുകന്മാരെ എല്ലാം ആട്ടി പായിക്കുവാണ്. ഈ രണ്ടുപേരാണ് ടിമോനും പൂമ്പയും. ടിമോൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ചെറിയ പുള്ളിയാണ്. മീർക്കാറ്റ് ഇനത്തിൽപ്പെട്ട ഒരുമാതിരി കുട്ടിത്തേവാങ്ങിനെ പോലെയുള്ള ഒരു ജീവി. അവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് പൂമ്പ. പൂമ്പ ഒരു കാട്ടുപന്നിയാണ്. ലോക സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂൾ ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ആണ് ഇവർ രണ്ടുപേരും. താഴെ വീണ് കിടക്കുന്ന സിംബയെ കണ്ടപ്പോ തന്നെ പൂമ്പയ്ക്ക് മനസ്സിലായി അതൊരു സിംഹമാണെന്ന്. പക്ഷെ പൂമ്പ എത്ര പറഞ്ഞിട്ടും ടിമോൻ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ടിമോൻ, എനിക്ക് കിടക്കുന്ന എന്താന്ന് മനസ്സിലായോ? ഇതൊരു സിംഹമാടാ. ദേ പൂമ്പ പൂമ്പ എന്ന് വിളിച്ച് വായോണ്ട് വേറൊന്നും വിളിപ്പിക്കരുത്. എടാ, ഞാൻ എത്ര സിംഹങ്ങളെ കണ്ടതാ. സിംഹത്തിനെ കണ്ട എനിക്ക് അറിഞ്ഞൂടെ? ഇതൊരു പൂച്ചക്കുട്ടിയാ. വേണമെങ്കിൽ ഞാൻ ഇപ്പൊ തെളിയിച്ചു തരാം. പൂച്ചയുടെ ചെവി, പൂച്ചയുടെ കാല്, പൂച്ചയുടെ രോമം, പൂച്ചയുടെ പല്ല്. ഇത് പൂച്ചയല്ലാടാ, ഇത് പുലിയാടാ. ഓടിക്കോടാ. അളിയാ, ഓടാൻ വരട്ടെ. ഇതൊരു സിംഹക്കുട്ടിയല്ലേ? ഒരു ചെറിയ സിംഹക്കുട്ടി. എടാ, അത് സിംഹക്കുട്ടി ആയിരിക്കും. പക്ഷെ ഇത്ര ചെറുപ്പത്തിൽ തന്നെ അവൻ എന്നെക്കാളും വലിപ്പുണ്ട്. അപ്പൊ വലുതായി കഴിഞ്ഞാ അളിയാ, പക്ഷെ എനിക്ക് ഈ സിംഹക്കുട്ടിയെ കണ്ടിട്ട് എടുത്ത് വളർത്താൻ തോന്നുക. ഇതിനെ കുളിപ്പിക്കുന്ന തൊട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. നീ സമ്മതിച്ചാൽ മാത്രം മതി. എന്റെ പൂമ്പ, നീ എന്തായി പറയുന്നത്? നിനക്ക് സിംഹങ്ങളെ പറ്റി അറിയാഞ്ഞിട്ടാണ്. ഇവൻ കുറച്ചു നാളും കൂടി വലുതായി കഴിഞ്ഞാണ്ടല്ലോ ആദ്യം നിന്നെ പിടിച്ചു തിന്നും. എന്നിട്ട് കോരി പോലെ ഇരിക്കുന്ന എന്നെ എടുത്ത് അവൻ പല്ലു കുത്തും. അതൊക്കെ വേണോ പൂമ്പ? പക്ഷെ അളിയ, നീ ഇങ്ങനെ ചിന്തിച്ചു നോക്ക്. ഈ സിംഹക്കുട്ടി നമ്മളുടെ കൂടെ വളർന്ന് വളർന്ന് വലുതായി കഴിഞ്ഞ് ഇവൻ നമ്മുടെ സൈഡിലാണെങ്കിൽ അത് നമുക്കൊരു ഗമയല്ലേ? ഇവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വേറൊരുത്തരും നമ്മളെ ചൊറിയാൻ വരില്ല. ഓ, അതല്ല ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നേ. നമുക്ക് ഇവന് വളർത്താം. ഇപ്പൊ അങ്ങനെയായ? അങ്ങനെയായി. എന്തായാലും ഐഡിയ കൊള്ളാം. നമ്മുടെ കൂടെ ഒരു സിംഹം ഉള്ളത് നമുക്ക് എപ്പോഴും ഒരു വില തന്നെയായിരിക്കും അല്ലെ? അപ്പൊ ഞാൻ സിംഹക്കുട്ടി വളർത്താൻ പോവാ. ഞാൻ അവന് തങ്കപ്പനെന്ന് പേരിടും. ഒരു കാര്യം ചെയ്യും, അത് നീ എന്തെങ്കിലും പെണ്ണ് കെട്ടി നിനക്ക് കുഞ്ഞുണ്ടാവുമ്പോ അവനിട്ടേക്ക്. തങ്കം പോലത്തെ ഒരു സിംഹക്കുട്ടിയെ കിട്ടിയിട്ട് തങ്കപ്പൻ എന്നാണ് അവിടെ പേരിടുന്നത്. പെട്ടെന്നാണ് സിംബ കണ്ണു തുറന്ന് എഴുന്നേക്കുന്നത്. പരിചയമില്ലാത്ത രണ്ടുപേരെ കണ്ട് അവൻ ഞെട്ടിയൊന്നുമില്ല. നിങ്ങളൊക്കെ ആരാ? മോനെ എണീറ്റാ. മോനെ, നിന്നെ ചാവാതെ രക്ഷിച്ചത് ഞങ്ങൾ രണ്ടുപേരുവാ. ഞങ്ങള് വന്നില്ലായിരുന്നീ കാണാമായിരുന്നു. കഴുകന്മാര് നിന്നെ കുത്തി വരിച്ച് കൊന്നു കളഞ്ഞേനെ. അപ്പൊ മറക്കണ്ട, ഞങ്ങൾ രണ്ടുപേരാണ് നിന്നെ രക്ഷിച്ചത്. ഞങ്ങളൊന്നും ചെയ്യരുത്. നിങ്ങൾ എന്നെ രക്ഷിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഞാൻ മരിച്ചു പോട്ടെന്ന് വിചാരിച്ചാൽ മതിയായിരുന്നില്ലേ? അതെന്താ മോനെ നീ അങ്ങനെ പറയുന്നത്? എന്താ അങ്ങനെ ഒരു ടോക്ക്? പാവം സിംഹക്കുട്ടി, അവന് കാര്യമായിട്ടൊന്നും പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അളിയ, നീ ഒന്ന് ചോദിച്ചു നോക്ക്. ഒന്ന് പോയേ പൂമ്പ. ഇവിടെ നമുക്ക് ജീവിക്കാൻ തന്നെ 1008 പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഇനി വേറെയുള്ള പ്രശ്നം കേൾക്കാനൊന്നും എനിക്ക് വയ്യ. എടാ പീസടാ, ഒരു സിംഹക്കുട്ടി വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് എനിക്ക് കരച്ചിൽ വരുവാ. നീ ഒന്ന് ചോദിക്ക്. ശരി മോനെ സിംഹക്കുട്ടി, നിന്റെ ലൈഫ് സ്റ്റോറി ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും വലിയ ലാഗ് ഒന്നും ഇല്ലാതെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. മോനെ, നീ എന്താ പ്രശ്നമെന്ന് ഞങ്ങളോട് വായ തുറന്ന് പറ. ഞാനൊരു വലിയ തെറ്റ് ചെയ്തു. അതിനെപ്പറ്റി ഒന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. അത് ആലോചിക്കുമ്പോ തന്നെ എനിക്ക് വിഷമമാവും. മോനെ, നീ വിഷമിക്കാതെ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറ. ടിമോനല്ലേ ഇരിക്കുന്നത്. അവന് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമൊന്നുമില്ല. അതെ, മോനത് പറഞ്ഞാലേ ഞങ്ങൾക്ക് മനസ്സിലാവൂ. എന്നാ ഒരു കാര്യം ചെയ്യും, നീ പഴയ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മറന്നു കള. ഇനി അങ്ങോട്ടൊരു പുതിയ ലൈഫാ. അതും ഇവിടെ ഞങ്ങൾ
ഞങ്ങളുടെ കൂടെ നമുക്ക് അടിച്ച് പൊളിക്കാം. മോനെ, പാസ്റ്റ് നമുക്ക് മാറ്റാൻ പറ്റില്ല, അത് കഴിഞ്ഞു പോയി. പക്ഷെ വരാനിരിക്കുന്ന ഫ്യൂച്ചർ അത് നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷെ വരാനിരിക്കുന്ന ഫ്യൂച്ചറിനെ പറ്റി ഒന്നും അറിയാതെ അത് നമ്മൾ എങ്ങനെ മാറ്റുക? അതെ, അതാണ് മെയിൻ കാര്യം. ഫ്യൂച്ചർ മാറ്റണമെങ്കിൽ നമ്മൾ ആദ്യം പാസ്റ്റ് മറന്നു കളയണം. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി വരാനിരിക്കുന്ന ജീവിതത്തെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി. അതാണ് ഈ ടിമോന്റെയും പൂമ്പയുടെയും പോളിസി. ഞങ്ങൾ അതിനെ ഹക്കൂന മത്താത്ത എന്നാണ് വിളിക്കാറ്. ഹക്കൂന മത്താത്തയോ? അതെന്താ സാധനം? യെസ്, ഹക്കൂന മത്താത്ത. എന്തൊരു വണ്ടർഫുൾ ആയിട്ടുള്ള ലൈഫായത് ഹക്കൂന മത്താത്ത. അത് കേൾക്കാൻ തന്നെ എന്തൊരു രസം. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ലൈഫ് അങ്ങോട്ട് ചില്ലായിട്ട് അടിച്ച് പൊളിച്ചാ പോരെ. എന്തിനാ വെറുതെ വേണ്ടാത്ത കാര്യമൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് തലപോയിക്കുന്നത്? ഒരൊറ്റ ലൈഫേ ഉള്ളൂ, സ്വർഗവും നരകവും ഒക്കെ ഇവിടെ തന്നെ. അതാണ് ഞങ്ങളുടെ ഹക്കൂന മത്താത്ത. നീ ഒന്ന് പറഞ്ഞു നോക്ക്. എനിക്കാരും ഇങ്ങനെയൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അതെങ്ങനെയാ മോനെ നിനക്ക് ഇതൊക്കെ പറഞ്ഞു തരാ? ഇത് ഞങ്ങളല്ലേ കണ്ടുപിടിച്ചത്. ഹക്കൂന മത്താത്ത, ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ്. അത് വേണമെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ കൂടിക്കോ. കഴിഞ്ഞതൊക്കെ ഒരു പേടിപ്പിക്കുന്ന സ്വപ്നമാണെന്ന് വിചാരിച്ച് അങ്ങോട്ട് മറന്ന് കളഞ്ഞേക്ക്. ദേ മോനെ, ഇപ്പൊ ഒരു പാട്ട് അങ്ങോട്ട് വരും. അത് കഴിയുമ്പോഴേക്കും നീ വളർന്നു വലുതായിട്ടുണ്ടാവണം. ഓക്കെ? അങ്ങനെ സിംബയും പതുക്കെ ഹക്കൂന മത്താത്ത എന്ന് പറയുന്ന ആ രണ്ട് മാജിക്കൽ വേർഡ്സിന്റെ അർത്ഥം മനസ്സിലാക്കി തുടങ്ങി. ടിമോനും പൂമ്പയും സിംബയെ കൊണ്ട് അവര് ജീവിക്കുന്ന കാടിനുള്ളിൽ ആ സ്ഥലത്തേക്ക് എത്തി. ഇത് കണ്ടില്ലേ? ഇതാണ് ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്ന ഞങ്ങളുടെ സ്വന്തം വീട്. ഇഷ്ടപ്പെട്ട? വൗ, ഇത് വണ്ടർഫുൾ ആയിട്ടുണ്ടല്ലോ. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. കാരണം ഞങ്ങളാണ് ഇവിടുത്തെ മേൽനോട്ടം. ഇതാരായി വരുന്നത്? കണ്ടിട്ടൊരു സിംഹക്കുട്ടിയെ പോലെ ഉണ്ടല്ലോ. ഇവൻ ഞങ്ങളെ പിടിച്ച് തിന്നു. മോനെ, നിനക്ക് വിശക്കുന്നുണ്ടോടാ? വിശക്കുന്നുണ്ടോന്നോ? ഇപ്പൊ ഒരു ആനയെ കിട്ടിയാൽ ഞാൻ പിടിച്ച് തിന്നും. ഭാഗ്യം ഇവിടെ ആനയൊന്നും ഇല്ല, ഞങ്ങളൊക്കെ ഉള്ളൂ. ഇവിടെ മാനുണ്ടാവൂ തിന്നാൻ. അടിപൊളി മോഞ്ചി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. നോ സിംബ, നീ ഇവിടുത്തെ ആരെയും പേടിപ്പിക്കല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഇവിടെ ഞങ്ങൾ കുറച്ച് നിയമങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അതനുസരിച്ച് വേണം ജീവിക്കാൻ. അപ്പൊ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഗൈസ്, നിങ്ങളാരും പേടിക്കണ്ട. ഇത് സിംഹക്കുട്ടിയാണെങ്കിലും ഇവൻ ഞങ്ങൾ പറയുന്നതേ കേൾക്കൂ. അപ്പൊ നിങ്ങളൊക്കെ എന്താ കഴിക്കാറ്? ഞങ്ങൾ എന്ത് കഴിച്ചാലും നീ ഞങ്ങളെ പിടിച്ച് കഴിക്കരുത്. അതെ സിംബ, ഇവിടെ ജീവിക്കുമ്പോ നീ ഞങ്ങൾ കഴിക്കുന്നത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, അല്ലാതെ ഞങ്ങളെ പിടിച്ച് കഴിക്കരുത്. പിന്നെ നിനക്ക് അതിന്റെ ആവശ്യമൊന്നും വരില്ല. കാരണം ഇതാണ് ഞങ്ങൾ കഴിക്കുന്ന ഫുഡ്. ഇത്രയും ടേസ്റ്റ് ഉള്ള ഫുഡ് നീ വേറെ കഴിച്ചിട്ടുണ്ടാവില്ല മോനെ. ഇതെന്താ പുഴുക്കളാ? ഞാൻ പുഴുവിനെയും പാറ്റനെയും ഒന്നും കഴിക്കാറില്ല. പക്ഷെ ഇനി കഴിക്കേണ്ടി വരും. എന്നാലും മോനെ ഇവിടെ ജീവിക്കാൻ പറ്റൂ. ഞങ്ങളൊക്കെ തന്നെയല്ല കഴിക്കുന്നത്. മോനെ, ഇതിലൊരു പുഴുവിനെ അങ്ങോട്ട് എടുത്ത് കയ്യിൽ അങ്ങോട്ട് ചുരുട്ടി പിടിച്ചിട്ട് നാവിലോട്ട് അങ്ങോട്ട് വെച്ചൊരു കടി അങ്ങോട്ട് കടിച്ചാ ഉണ്ടല്ലോ, അതിന്റെ ഉള്ള ക്രീം പോലത്തെ സംഭവം നമ്മുടെ വായിലേക്ക് അങ്ങോട്ട് വരും. എന്നാ ഒരു ടേസ്റ്റാന്നറിയാവോ? ഇതിനോട് ഭയങ്കര ഡിമാൻഡാ. നമുക്ക് ഈ പാറ്റേനെയും മുഴുവനൊക്കെ കഴിച്ച് ചൈനക്കാരുടെ പോലെ ചില്ലായിട്ട് അങ്ങോട്ട് ജീവിച്ചു പോ. വേറെ പ്രശ്നമൊന്നുമില്ല. മോനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അപ്പൊ മനസ്സിലാവും. കഴിക്കങ്ങോട്ട്. ന്യൂഡിൽസ് ആന്ന് വിചാരിച്ച് അങ്ങോട്ട് കഴിച്ചാൽ മതി. സിംബ ഒരു പുഴുവിനെടുത്ത് കഴിച്ചു നോക്കുന്നു. ഇത് കഴിക്കുമ്പോ കുറച്ച് വഴുവഴുപ്പൊക്കെ ഉണ്ട്, എന്നാലും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി. അപ്പൊ ഇനി തൊട്ട് ഈ സിംഹക്കുട്ടി പുഴുക്കളെയും പാറ്റയും കഴിച്ച് നമ്മളുടെ കൂടെ ഇവിടെ ജീവിക്കും, അല്ലെ സിംബ? മോനെ, ഈ പുഴുക്കളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് സെറ്റാ. ഇത് കഴിക്കുന്നു, ഉറങ്ങുന്നു, പിന്നെയും കഴിക്കുന്നു, പിന്നെ ഉറങ്ങുന്നു. ഇത്രേ ഉള്ളൂ ലൈഫ്. വെരി സിമ്പിൾ. ഇവിടെ റൂൾസോ റെസ്പോൺസിബിലിറ്റികളോ ഇല്ല. നീ ആരോ പറയുന്നത് കേട്ടിട്ടില്ലേ? വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. അങ്ങനെയൊന്നും ഇവിടെ ഒന്നും ഇല്ല. ഒരു ഉത്തരവാദിത്വം ഇല്ല. കഴിക്കുക, ഉറങ്ങുക, അങ്ങനെ ജീവിച്ചു പോകും, അത്രേ ഉള്ളൂ. അങ്ങനെ അവരെല്ലാവരും കൂടി കഴിഞ്ഞ കാലത്തിനെ പറ്റി മറന്നു കളഞ്ഞ് വരാനിരിക്കുന്ന കാലത്തെ പറ്റി ടെൻഷൻ അടിക്കാതെ ഇപ്പോഴത്തെ മൊമെന്റിൽ ജീവിക്കാൻ തുടങ്ങി. അവർക്ക് കിട്ടുന്ന പാറ്റയെയും പുഴുവിനെയും കഴിച്ച് വേറെ ടെൻഷനൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ടുള്ള ഒരു ലൈഫ്. സിംബയ്ക്ക് അത് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പാട്ട് കഴിഞ്ഞപ്പോഴേക്കും സിംബ അങ്ങോട്ട് വളർന്നു വലുതായി ഒരു അടിപൊളി സിംഹമായിട്ട് മാറി. അങ്ങനെ ഹക്കൂന മത്താത്ത എന്ന് പറയുന്ന ആ മാജിക്കൽ വേർഡ്സ് സിംബയുടെ ലൈഫ് ആകെ മാറ്റിമറിച്ചു. ഇപ്പൊ ടിമോനേക്കാളും പൂമ്പയേക്കാളും അധികമായിട്ട് സിംബയാണ് ഈ ഹക്കൂന മത്താത്ത എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് കുറച്ചു നേരമെങ്കിലും ഒന്ന് നിർത്തിവെക്കണമെന്ന് ടിമോനും പൂമ്പയ്ക്കും സിംബയോട് അങ്ങോട്ട് പറയേണ്ടി വന്നു. സിംബ വളർന്നു വലുതായതുകൊണ്ട് കാലം ഒരുപാട് കഴിഞ്ഞു പോയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷേ പ്രൈഡ് ലാൻഡ്സ് കാണിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. പച്ചപ്പ് വിരിച്ച് കിടന്നിരുന്ന മനോഹരമായിട്ടുള്ള ആ കാട്, ആ പ്രൈഡ് ലാൻഡ്സ് ഇപ്പൊ പഴയതുപോലെയല്ല. ആകെ വറ്റി വരണ്ട് പുല്ലും ചെടികളും മരങ്ങളും ഒന്നും ഇല്ലാതെ വെറും മണൽക്കാറ്റ് പറക്കുന്ന ചൂട് പിടിച്ചൊരു സ്ഥലമായി മാറി. അവിടെ ജീവികളൊന്നും ഇല്ല. കാരണം സ്കാറിന്റെ നേതൃത്വത്തിൽ കഴുതപ്പുലികൾ ആവശ്യത്തിനും ആവശ്യമില്ലാതെയും ജീവികളെ വേട്ടയാടി തിന്ന് അവിടുത്തെ സർക്കിൾ ഓഫ് ലൈഫ് തന്നെ തെറ്റിച്ചു കളഞ്ഞു. ഇതുകൊണ്ടാണ് മുഫാസ കഴുതപ്പുലികളെ അങ്ങോട്ട് അടുപ്പിക്കാത്തത്. അവരൊരു നിയമങ്ങളും അനുസരിക്കില്ല. വിശപ്പിന് വേണ്ടി മാത്രമല്ല, വെറുതെയും ജീവികളെ കൊന്നിട്ട് പോകും. അതാണ് കഴുതപ്പുലികളുടെ കുഴപ്പം. പക്ഷെ ഇപ്പൊ സ്കാറിന്റെ ഭരണമായതുകൊണ്ട് കഴുതപ്പുലികൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അങ്ങനെ ആ കാട് പതുക്കെ പതുക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാഴ്ചയൊക്കെ സാസു കാണുന്നുണ്ട്. പക്ഷെ അവൻ എന്ത് ചെയ്യാൻ പറ്റും? ഈ സമയത്ത് സറാബിയും നാലയും മറ്റ് പെൺസിംഹങ്ങളും സ്കാറിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ ജീവിച്ചു പോവുകയാണ്. നാലയ്ക്ക് ഇതൊക്കെ കണ്ട് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ അവൾക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്കാറും ഹൈനകളും സാസുവിനെ അങ്ങോട്ട് അടുപ്പിക്കാറില്ല. കൈ കിട്ടിയ അപ്പൊ സാസുവിനെ അവർ കൊന്നുകളയും. ഒരു വിധത്തിൽ അവരുടെ കണ്ണു വെട്ടിച്ച് വല്ലപ്പോഴും മാത്രമാണ് സാസു സിംഹങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. നമസ്കാരം മഹാറാണി. സാസു, നീ എവിടെയായിരുന്നു? എന്റെ നാല ഒന്നും പറയണ്ട. യുവമാരുടെ കണ്ണു വെട്ടിച്ചിട്ട് വേണം എനിക്ക് ഇങ്ങോട്ട് വരാൻ. കൈ കിട്ടിയ കൊന്നുകളയും. ഇന്ന് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറയും സാസു. മഹാറാണി സറാബി, നമ്മുടെ കാട് നശിക്കാൻ പോവുക. ഈ കഴുതപ്പുലികൾ താന്തയില്ലാത്ത പരിപാടിയാണ് കാണിക്കുന്നത്. ഒരു ആവശ്യമില്ലാത്ത ജീവികളെ പിടിച്ച് തിന്നാന്ന് പറഞ്ഞ അവസാനം ഇവിടെ ജീവികളൊന്നും ഇല്ലാതെയാവും. പിന്നെ നമ്മളൊക്കെ എന്താ ചെയ്യുക? മഹാരാജാവ് മുഫാസ ഭരിച്ചിരുന്ന
ജീവിച്ചിരുന്നപ്പോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും കഴുതപ്പുലികൾ അങ്ങോട്ട് വരുവാണ്. അവര് സാസുവിനെ ഓടിപ്പിച്ചു കളഞ്ഞു. സ്കാർ പതുക്കെ അങ്ങോട്ട് നടന്നു വരുവാണ്. രാജാവായതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാവിധ തലയെടുപ്പോടും കൂടിയാണ് സ്കാർ നടക്കുന്നത്. പിന്നാലെ വരുന്ന കഴുതപ്പുലികൾ ഒരാക്കിയ ഭാവത്തോടെ സിംഹങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ട്. ചിലപ്പോ തരം കിട്ടിയ ഇതിലൊരു സിംഹത്തിന് തിന്നാനും കഴുതപ്പുലികൾ മടിച്ചെന്ന് വരില്ല. നാളേക്ക് ഇതൊക്കെ കണ്ട് പ്രതികരിക്കാതെ ഇരുന്ന് മതിയായി. മഹാറാണി സറാബി, നമ്മളിങ്ങനെ മിണ്ടാതിരുന്ന എല്ലാം നമ്മുടെ കൈവിട്ടു പോകും. ഇതിപ്പോ എത്ര നാളായി? നമ്മൾ തിരിച്ചടിക്കേണ്ട സമയമായി കഴിഞ്ഞു. മോളെ നാല, എല്ലാത്തിനും അതിന്റേതായ സമയം വരും. അതുവരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. ഇതിലെ നമ്മളുടെ വീട്. ഈ വീട് ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. എത്ര നാളിങ്ങനെ കാത്തിരിക്കും റാണി സറാബി? എനിക്ക് മതിയായി. എനിക്ക് ഓർമ്മയുള്ള വീട് ഇതല്ല. ഇത് ഒരുപാട് മാറിപ്പോയി. സ്കാർ ഈ കാടിനെ നശിപ്പിച്ചു കളഞ്ഞു. പെട്ടെന്ന് ഒരു കഴുതപ്പുലി വന്ന് റാണി സറാബിയെ സ്കാർ കാണണമെന്ന് പറയുന്നുണ്ടെന്ന് അവരോട് പറയുന്നു. നാല സറാബിയോട് പോരുതെന്ന് പറയുന്നുണ്ട്. പക്ഷെ തനിക്ക് സ്കാറിനെ പേടിയൊന്നുമില്ലെന്ന് പറഞ്ഞ് സറാബി അവന്റെ അടുത്തേക്ക് പോവാണ്. സ്കാർ ആവട്ടെ ഒരു വലിയ മാനിനെ അവിടെ വെച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. റാണി സറാബി, എന്റെ അടുത്തേക്ക് വരൂ. നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഇന്ന് കഴിക്കാൻ ആവശ്യത്തിലധികമുണ്ട്. സ്കാർ, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. കഴുതപ്പുലികളുടെ കൂട്ടം ആക്രമിച്ച് ഇവിടെ ബാക്കി ജീവികൾ തന്നെ ഇല്ലാതെ ഇങ്ങനെ പോയ കാട് നശിക്കും. എന്താ സറാബി പറയുന്നത്? കൊല്ലുക എന്ന് പറയുന്നത് തന്നെ ഒരു കലയാണ്. അത് ചെയ്യാൻ അറിയണം. അറിയുന്നവരത് ചെയ്തുകൊണ്ടേയിരിക്കും. നോക്കെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഈ കാട്ടിൽ എന്നെ എതിർക്കാൻ ധൈര്യമുള്ള ആരാ ഉള്ളത്? നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ചേർന്ന് ഈ കാട് ഭരിക്കാം സറാബി. നമുക്കൊരുമിച്ചെന്ന് പറഞ്ഞ സ്കാർ എന്താ ഉദ്ദേശിച്ചത്? സറാബി, പണ്ട് മഹാരാജാവായിരുന്ന മുഫാസ എന്റെ കയ്യിൽ നിന്ന് നിന്നെ തട്ടിയെടുത്തു. പക്ഷേ ഇപ്പൊ മുഫാസ ഇല്ലാത്ത സ്ഥിതിക്ക് നീ എന്റെ റാണിയായിട്ട് ഈ കാട്ടിൽ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. നീ പറയുന്നത് മറ്റ് സിംഹങ്ങളെല്ലാം അനുസരിക്കും. നീ എന്റെ റാണിയായി കഴിഞ്ഞാൽ അവർ എന്നെയും അനുസരിക്കും. സറാബി, നീ എന്റെ കൂടെ നിൽക്കില്ലേ? ഇല്ല സ്കാർ, ഞാൻ ഒരിക്കലും നിന്റെ റാണിയാവാൻ പോകുന്നില്ല. നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ എന്റെ പുതിയൊരു തീരുമാനം കേട്ടോ. ഇനി മുതൽ കഴുതപ്പുലികൾ തിന്നു കഴിഞ്ഞ് ബാക്കിയുള്ളത് സിംഹങ്ങൾ തിന്നാൽ മതി. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാമല്ലോ, കഴുതപ്പുലികൾ അധികമൊന്നും ബാക്കി വെക്കാറില്ല. അങ്ങനെ പറഞ്ഞ് സ്കാർ നടന്നു പോവാണ്. അത്രയും മാത്രം ക്രൂരനായി മാറി സ്കാർ. ഇപ്പൊ ഇവിടുത്തെ സിംഹങ്ങളെക്കാൾ സ്ഥാനം കഴുതപ്പുലികൾക്കായി മാറി. അന്ന് രാത്രി നാല ആരും അറിയാതെ ഈ കാട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുവാണ്. അവരെ രക്ഷിക്കാൻ വേണ്ടി, ആരെയെങ്കിലും കൂട്ടുപിടിക്കാൻ വേണ്ടിയാണ് നാല എങ്ങനെ ചെയ്യുന്നത്. പക്ഷേ സ്കാറിന്റെയും കഴുതപ്പുലികളുടെയും കണ്ണു വെട്ടിച്ച് പുറത്തു കടക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. നാല എങ്ങനെ പാത്തും പതുങ്ങിയും നടക്കുമ്പോൾ ദേ നിൽക്കുന്നു സ്കാർ. അവൾ പെട്ടെന്ന് ഒളിച്ചു. ഒരു സൈഡിൽ കഴുതപ്പുലികളുടെ കൂട്ടം, മറ്റേ സൈഡിൽ സ്കാർ. ഇവരുടെ രണ്ടുപേരെയും കണ്ണു വെട്ടിച്ച് എങ്ങനെ പോകും? പെട്ടെന്നാണ് സാസുകളുടെ മുന്നിലേക്ക് വരുന്നത്. നാല, നീ എന്ത് മണ്ടത്തരമായി കാണിക്കുന്നത്? സ്കാർ എങ്ങാനും കണ്ട നിന്നെ പിന്നെ വെച്ചേക്കില്ല. സാസു, നീ ഇതിൽ ഇടപെടണ്ട. ഞാൻ എന്താ ചെയ്യുന്നത് എനിക്കറിയാം. നീ എന്താ ചെയ്യുന്നതെന്നൊക്കെ എനിക്കും അറിയാം. അതാ പറഞ്ഞത് അപകടമാണെന്ന്. ഞാൻ മരിക്കുന്നവരെ നിങ്ങളെയൊക്കെ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ആളാ ഞാൻ. അതുകൊണ്ട് പറയുന്ന മോളെ, നീ തിരിച്ചു പോ. എന്നെ ആരും സംരക്ഷിക്കണ്ട. എനിക്കിപ്പോ ഇവിടുന്ന് പോയേ പറ്റൂ. അല്ലെങ്കിൽ നമ്മളുടെ കാട് നശിക്കും. എനിക്കത് നോക്കി നിൽക്കാൻ പറ്റില്ല സാസു. പക്ഷെ അപ്പോഴേക്കും ശബ്ദം കേട്ട് സ്കാർ അങ്ങോട്ടേക്ക് നടന്നു വരുവാണ്. സ്കാർ പെട്ടെന്ന് ആ ഭാഗത്തേക്ക് നോക്കിയപ്പോ അവിടെ ആരുമില്ല. സാസുവും നാലയും കൂടി ഒരു ചെറിയ മലയുടെ മുകളിലേക്ക് മാറി. പക്ഷെ അപ്പോഴും സ്കാർ മണം പിടിച്ച മലയുടെ മുകളിലേക്ക് കയറി ചെല്ലുവാണ്. നാലയെ കാണാതിരിക്കാൻ സാസു ഇടയ്ക്ക് കയറി. ഹായ് സ്കാർ, എത്ര നാളായി കണ്ടിട്ട്? ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ. കാണാൻ നല്ല ലുക്കായിട്ടുണ്ട്. പിന്നെ വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ പോയി ചത്തൂടെ? അങ്ങനെ പറഞ്ഞ് സാസു പറക്കുവാണ്. സാസു പറഞ്ഞത് കേട്ട് ദേഷ്യം വന്ന സ്കാറും കഴുതപ്പുലികളും സാസുവിന്റെ പിന്നാലെ വെച്ച് പിടിച്ചു. ഈ സമയം കൊണ്ട് നാലയ്ക്ക് അവരുടെ കണ്ണു വെട്ടിച്ച് പുറത്തു കടക്കാൻ പറ്റി. നാല ഓടിപ്പോകുന്നത് സറാബി ദൂരെ നിന്ന് കാണുന്നുണ്ട്. ഈ സമയത്ത് ദൂരെ ഒരു കാട്ടിൽ ഒരു പാവം മാൻ പുല്ല് തിന്നുകൊണ്ടിരിക്കുവായിരുന്നു. അവിടെ രണ്ട് പൂമ്പാറ്റകൾ പറന്നു കളിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഒരു സിംഹം അങ്ങോട്ട് ചാടിക്കേറി വരുന്നത്. മാൻ പെട്ടെന്ന് പേടിച്ചോടി. പക്ഷെ ആ സിംഹം നമ്മളുടെ പാവം സിംബയായിരുന്നു. സിംബ പൂമ്പാറ്റകളെ കണ്ട സന്തോഷത്തിൽ ചാടി കളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. എന്റെ പൊന്നു സിംബ, നീയായിരുന്നോ? ഞാൻ അങ്ങോട്ട് പേടിച്ചുപോയി. ഏയ്, ഈ പൂമ്പാറ്റകൾ കണ്ടോ? എന്ത് രസമായിട്ടകൾ കാണാൻ. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു വല്ല ശരിക്കുള്ള സിംഹമായിരിക്കും. ഐ മീൻ, നീ ശരിക്കുള്ള സിംഹം തന്നെയാ. ഞാൻ ഉദ്ദേശിച്ചത് കഴിവുള്ള സിംഹമായിരിക്കും ഞാൻ വിചാരിച്ചു. ഐ മീൻ, ഒന്നുമില്ല. എന്നാ ഞാൻ അങ്ങോട്ട് പോവാ സിംബ. ഈ മാനിപ്പോ എന്തിനാ എന്നെ കണ്ടിട്ട് ഓടിയേ? സിംബ, മാൻ എന്തിനാ നിന്നെ കണ്ടിട്ട് ഓടിയെന്ന് നിനക്ക് മനസ്സിലായില്ലേ? നീ ഒരു സിംഹമാ. സിംഹങ്ങൾക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം മാന്യ. അതാ മാനിനെ അറിയാം. പക്ഷെ നിനക്കതറിയില്ല. ഇനിയിപ്പോ നിന്റെ അടുത്തേക്കൊന്നും വരാൻ പോകുന്നില്ല. അവന് നിന്നെ പേടിയായിരിക്കും. അതെന്താ? നമ്മൾ പുഴുവിനൊക്കെ കഴിച്ചില്ല ജീവിക്കുന്നത്. പിന്നെ എന്തിനാ അവൻ എന്നെ പേടിക്കുന്നത്? അതല്ല സിംബ, ഈ പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്. ഒന്ന് മറ്റൊന്നിന് ഇരയാവും. ഇനി എങ്ങാനും നിന്റെ ഉള്ള ശരിക്കുള്ള സിംഹം പുറത്തു വന്നാ ആ മാൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല എന്ന് തന്നെ അറിയാം. അതുകൊണ്ട് അവൻ ഓടിപ്പോയത്. നിങ്ങൾ പറഞ്ഞ പ്രകൃതിയുടെ നിയമം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ദ സർക്കിൾ ഓഫ് ലൈഫ്. സർക്കിളാ? ജീവിതം എപ്പോഴും ഒരു സർക്കിളായത്? നിന്നോട് ആരതൊക്കെ പറഞ്ഞു? അതെ സിംബ, ടിമോൻ പറയുന്നത് ശരിയാ. ജീവിതം ഒരു സർക്കിൾ ഒന്നുമല്ല. അതൊരു ലൈൻ പോലെയാ. ആ ലൈനിൽ കുറെ കാര്യങ്ങൾ നടക്കും. എന്നിട്ട് ആ ലൈൻ ഒരു ദിവസം അവസാനിക്കും. അതാണ് നമ്മളുടെയൊക്കെ അവസാനം. അതുവരെ ഇങ്ങനെ ജീവിച്ചു പോവുക, അത്രേ ഉള്ളൂ. എന്താ നീ നമ്മളുടെ മാജിക്കൽ വേർഡ്സ് മറന്നുപോയോ? ഹക്കൂന മത്താത്ത എന്ന് വെച്ചാൽ നിങ്ങൾ എന്തീ പറഞ്ഞു വരുന്നത്? ലൈനോ? അതെ സിംബ, ഇപ്പൊ നീ പറഞ്ഞ പോലെ ജീവിതം ഒരു സർക്കിൾ ആണെന്ന് വെക്കി. ഒരു വട്ടം. നമ്മളൊക്കെ ആ വട്ടത്തിനുള്ള ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അവനെ ബാധിക്കും, അവൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്നെ ബാധിക്കും. അങ്ങനെ ബാധിച്ചുകൊണ്ടിരുന്ന പിന്നെ അങ്ങനെ ജീവിക്കും. സിംബ, ഞാൻ നിനക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ലാത്തൊരു സംഭവം. ഒരർത്ഥവും ഇല്ല, ഒരു കാര്യമില്ല. നീ വേറെ പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല. നീ നിന്നെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി. എന്നാലേ ഇവിടെ ജീവിക്കാൻ പറ്റൂ. ഓക്കെ സിംബ, ഞാനൊരു കാര്യം ചോദിക്കാം. ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്താ? ഇന്നെന്താ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ചെയ്യാൻ പോകുന്നത്? അതെ സിംബ, അതെ. ടിമോൻ ചോദിച്ചതിന് ഉത്തരം പറ. ഇന്ന് സ്പെഷ്യൽ ആയിട്ടെന്നല്ല, ഒരു ദിവസവും നമ്മൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. തിന്നുന്നു, ഉറങ്ങുന്നു, ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. യെസ് സിംബ, നീ
നീ ഞങ്ങളുടെ ടെസ്റ്റ് വിജയിച്ചു, ഞങ്ങൾ പഠിപ്പിച്ചതൊന്നും നീ മറന്നിട്ടില്ല, ഇങ്ങനെ വേണം. അങ്ങനെ അവരെല്ലാവരും വീണ്ടും ഒരു സെറ്റ് നല്ല പുഴുവിനെയും പാറ്റേനും ഒക്കെ പിടിച്ചു നിന്ന് സന്തോഷമായിട്ട് അന്നത്തെ ദിവസം ആടിപ്പാടി തീർക്കുന്നു. അങ്ങനെ രാത്രി നിലാവിന്റെ വെളിച്ചത്തിൽ അവരിങ്ങനെ ഉറങ്ങാൻ കിടക്കുവാണ്. പൂമ്പയാണെങ്കിൽ എപ്പോ നോക്കിയാലും ഏമ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കും. പൂമ്പ, നീ ഇങ്ങനെ ഏമ്പൊക്കെ ഇട്ട് ഞങ്ങളുടെ ഉറക്കം കളയല്ലേ, ഞങ്ങളൊന്ന് ഉറങ്ങിക്കോട്ടെ. എന്താ ടിമോൻ, ഏമ്പൊക്കെ അല്ലേ, വേറൊന്നും അല്ലല്ലോ. ഓഹോ, എന്നാ ഞാൻ ഇവിടെ നിന്ന് മാറിക്കിടന്നോട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല. അത് വിട് ടിമോൻ, നീ മുകളിലേക്ക് നോക്ക്. ഈ ആകാശത്ത് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളൊക്കെ ശരിക്കും എന്താന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? പിന്നെ ഞാൻ കുറെ വട്ടം ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അത് മിന്നാമിന്നികൾ ആരോ പിടിച്ച് ആകാശത്ത് ഒട്ടിച്ചു വെച്ചതാണ്. അത് അങ്ങനെ തന്നെ ആയിരിക്കും. നോ ടിമോൻ, എനിക്ക് തോന്നുന്നത് അതൊക്കെ നമ്മൾ ഇതുവരെ ടേസ്റ്റ് പോലും ചെയ്ത് നോക്കാത്ത, പക്ഷെ ടേസ്റ്റ് ചെയ്ത് നോക്കിയാ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഏതോ തരം പുഴുക്കളാണെന്ന്. എന്റെ പൊന്നു പൂമ്പ, ഇന്ന് ആവശ്യത്തിൽ കൂടുതൽ പുഴുവിനെ കുത്തികയറ്റിയില്ലേ നീ? ഇപ്പൊ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിനക്ക് പുഴുവിന്റെയും തീറ്റയുടെയും ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നോട് പണ്ടാരോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന നക്ഷത്രങ്ങളൊക്കെ നമുക്ക് മുന്നേ ജീവിച്ചിരുന്ന മഹാന്മാരായിട്ടുള്ള രാജാക്കന്മാരാണെന്ന്. അവര് നമ്മൾ അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണെന്ന് എന്നോട് ഒരാൾ പറഞ്ഞു. അയ്യേ സിംബ, ഇതാരും നിന്നോട് ഇമാതിരി നുണയൊക്കെ പറഞ്ഞത്? മരിച്ചുപോയ രാജാക്കന്മാർ ഇപ്പൊ അവിടേക്ക് കയറി ഇരിക്കാൻ പോവല്ലേ? അതും അവരവിടെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് നമ്മളെ നോക്കിയിരിക്കലാണല്ലോ പണി. ഈ സിംബ ഓരോ മണ്ടത്തരങ്ങൾ പറഞ്ഞോളൂ. ഏത് മണ്ടനെ നിന്നോട് പറഞ്ഞു? അയ്യോ ടിമോ ചിരിക്കല്ലേ, ആകാശത്തിരിക്കുന്ന മഹാരാജന്മാർക്ക് ദേഷ്യം വന്നാണ്ടല്ലോ ചിലപ്പോ നമ്മളെ കൊന്നുകളഞ്ഞാലോ. ഗൈസ്, നിങ്ങൾ പറഞ്ഞ ശരിയാ, ഞാനെന്തോ മണ്ടത്തരം പറഞ്ഞതാ, അത് വിട്ടേക്ക്, ഞാനിപ്പോ വരാം. അങ്ങനെ പറഞ്ഞ് സിംബ അവിടെ നിന്ന് വിഷമിച്ച് പോവുകയാണ്. പൂമ്പ, പാവം സിംബയ്ക്ക് വിഷമമായെന്ന് തോന്നുന്നു. നമ്മൾ അത്രയ്ക്ക് കളിയാക്കാൻ പാടില്ലായിരുന്നു. നീ എല്ലാം തുടങ്ങി വെച്ചത്. ടിമോൻ എന്തീ പറയുന്നത്? നീ അല്ല അവനെ കളിയാക്കി ചിരിച്ചത്. അത് നീ ചിരിക്കുന്ന കേട്ടിട്ടല്ല ഞാൻ ചിരിച്ചത്. പാവം സിംബ നീ കാരണം വിഷമിച്ചു. ശരിയാ, ഞാനങ്ങനെ പറയണ്ടായിരുന്നു. കുഴപ്പമില്ല, നാളെ നമുക്ക് അവന് നല്ല 4-5 പുഴുവിനെ പിടിച്ചു കൊടുക്കാം. സിംബ അവരുടെ അടുത്ത് നിന്ന് മാറി ചെന്ന് ആകാശത്തേക്ക് നോക്കി നിൽക്കുവാണ്. തന്റെ അച്ഛൻ പറഞ്ഞതുപോലെ അവിടെ കഴിഞ്ഞുപോയ മഹാന്മാരായ രാജാക്കന്മാരെയൊന്നും സിംബയ്ക്ക് കാണാൻ പറ്റിയില്ല. അതൊക്കെ അച്ഛൻ വെറുതെ പറഞ്ഞായിരിക്കും എന്ന് കരുതി സിംബ നിരാശയോടെ താഴെ കിടന്നു. അതിന്റെ ഇടയ്ക്ക് അവൻ സടകുടഞ്ഞപ്പോ കുറച്ച് രോമം കാറ്റത്ത് പറന്നുപോയി. ആ രോമം പറന്നു രാവിലെ ആയപ്പോഴേക്കും ഒരു നദിയിൽ ചെന്ന് വീണു. അതങ്ങനെ വെള്ളത്തിലൂടെ ഒഴുകി ഒരു കിളി അത് കണ്ടപ്പോ അതും എടുത്തുകൊണ്ട് പറന്നുപോയി. ആ കിളി കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സിംബയുടെ രോമം എടുത്തുകൊണ്ട് പറന്നത്. പക്ഷെ കൂട്ടിക്കൊണ്ടുവച്ച് കുറച്ചു കഴിഞ്ഞപ്പോ ആ രോമം താഴേക്ക് വീണു. അതൊരു മരത്തിന്റെ ചില്ലയിൽ ചെന്ന് തങ്ങിയിരുന്നു. ഒരു ജിറാഫ് ആ ചെടി കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് സിംബയുടെ രോമം ജിറാഫിന്റെ വായിലേക്ക് പോവാണ്. അടുത്ത ദിവസം അത് ജിറാഫിന്റെ കാഷ്ടത്തിലൂടെ പുറത്തു വന്നു. അടുത്ത ദിവസം ഒരു വണ്ട് ആ കാഷ്ടവും രോമവും കൂടി ഉരുട്ടി കൊണ്ടുപോവാണ്. വണ്ടിന് മര്യാദയ്ക്ക് കാഷ്ടം ബാലൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് താഴെ വീണ് പൊട്ടി. രോമം വീണ്ടും പറക്കാൻ തുടങ്ങി. ഒരു മണൽക്കാറ്റിപ്പെട്ട് ദിശയൊക്കെ മാറി അത് വീണ്ടും പറന്നു ചെന്നൊരു സ്ഥലത്ത് വീഴുവാണ്. അവിടേക്ക് വന്ന ഒരു ഉറുമ്പ് ആ രോമം എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങി. ഈ കഥയുടെ പേരാണ് ദ ലൈഫ് ഓഫ് രോമം. അങ്ങനെ ഈ ഉറുമ്പുകളൊക്കെ കൂടി ഒരു മരത്തിലേക്ക് കയറി ചെല്ലുവാണ്. ആ മരത്തിലാണ് റഫീഖി താമസിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനൊരു രോമം കണ്ട റഫീഖി അത് ആ ഉറുമ്പിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി പരിശോധിക്കുവാണ്. അങ്ങനെ കണ്ണുകൊണ്ട് DNA ടെസ്റ്റ് നടത്തി അത് സിംബയുടെ രോമം തന്നെയാണെന്ന് റഫീഖി അങ്ങോട്ട് ഉറപ്പിച്ചു. കുറെ നാൾ മുന്നേ മായ്ച്ചു കളഞ്ഞ സിംബയുടെ ചിത്രം റഫീഖി വീണ്ടും വരയ്ക്കുവാണ്. ഈ വട്ടം സിംബയ്ക്ക് സടയൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റാത്ത റഫീഖി മരത്തിന്റെ മുകളിൽ കയറി നിന്ന് ഭയങ്കരമായിട്ട് ചിരിക്കുവാണ്. സിംബ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് അദ്ദേഹം ഇത്രയും സന്തോഷിക്കുന്നത്. സീൻ ചേഞ്ച് ആവുന്നു. നമ്മുടെ ടിമോനും പൂമ്പയും കാട്ടിക്കൂടെ ഇങ്ങനെ നല്ല പാട്ടൊക്കെ പാടി അങ്ങോട്ട് നടക്കുവാണ്. ഈ പാട്ട് കേട്ട് കൂടെ താളം പിടിച്ച് ഉറുമ്പ് തീനിയും മാനും ബൾബ് കണ്ണനും കുറുക്കനും അങ്ങനെ എല്ലാവരും ചാടി നടക്കാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്നാണ് അപ്രതീക്ഷിതമായിട്ട് ചെടിയുടെ ഉള്ളിൽ നിന്ന് ഇതുവരെ കാണാത്തൊരു സിംഹം അവർക്ക് നേരെ ചാടി വരുന്നത്. അത് സിംബയായിരുന്നില്ല. പക്ഷെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അത് നാലയാണ്. നാല അവളുടെ കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഇത്രയും ദിവസം നടന്ന് സിംബയുള്ള കാട്ടിലെത്തി. സിംബയുടെ ഉള്ള കാര്യമൊന്നും നാലയ്ക്ക് അറിയില്ല. പക്ഷെ വിശന്നപ്പം മുന്നിൽ വന്ന് പെട്ടത് ടിമോനും പൂമ്പയും ടീമുമാണ്. എന്നാ പിന്നെ ഒരെണ്ണത്തിനെ പിടിച്ചങ്ങോട്ട് തിന്നാമെന്ന് വെച്ച് കാണും. അങ്ങനെ ടിമോനെയും പൂമ്പയെയും നാല ഇട്ടെങ്ങനെ ഓടിപ്പിക്കുവാണ്. നിങ്ങൾക്കറിയാലോ ഈ പൂമ്പയുടെ ശരീരം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തടിച്ചുരുണ്ട് കൊഴുത്ത് നല്ല ഇറച്ചിയുള്ളൊരു ശരീരമാണ്. അത് കണ്ട ഏത് സിംഹവും പറയും. ആരും കൊതിച്ചു പോകും. അതുകൊണ്ടാണ് നാല പൂമ്പയെ പിടിക്കാൻ വേണ്ടി ഓടിക്കുന്നത്. ടിമോൻ പല വഴിക്ക് പൂമ്പയെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ നാലയുടെ സ്പീഡിനെ വെട്ടിക്കാൻ പൂമ്പയ്ക്ക് സാധിക്കുന്നില്ല. പൂമ്പ തന്റെ മരണം മുന്നിൽ കാണുവാണ്. നാല അവന്റെ മേലേക്ക് ചാടി വീണു. പെട്ടെന്നാണ് സിംബ ചാടി വീണ് നാലയെ അപ്പുറത്തേക്ക് തള്ളി മറിച്ചിടുന്നത്. പിന്നെ അവർ രണ്ടുപേരും കൂടി അടിയായി. പക്ഷെ കുറച്ചു നേരം അടി കൂടി കഴിഞ്ഞപ്പോഴാണ് ഇത് നാലയാണെന്നും താൻ അടികൂടുന്നത് സിംബയോടാണെന്നും രണ്ടുപേർക്കും മനസ്സിലാവുന്നത്. രണ്ടുപേരും ഞെട്ടിപ്പോയി. കാരണം സിംബ മരിച്ചുപോയെന്നാണ് നാല വിചാരിച്ചിരിക്കുന്നത്. നാല എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടതെന്നാണ് സിംബ ആലോചിക്കുന്നത്. എന്തായാലും രണ്ടുപേരെയും കണ്ടപ്പോ അവർക്ക് സന്തോഷമായി. നാല, നീയാണോ ഇത്? സിംബ, നീ ജീവനോടെ ഉണ്ടോ? നീ മരിച്ചുപോയെന്ന് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അതുപോട്ടെ, നീ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? അതൊക്കെ ഞാൻ പറയാം. എന്തായാലും നിന്നെ കണ്ടപ്പോ എനിക്ക് സന്തോഷമായി. നീ ജീവനോടെ ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചു. സിംബ ജീവനോടെ ഉണ്ടാവില്ലെന്ന് നീ വിചാരിച്ചു. പക്ഷെ പൂമ്പ ജീവനോടെ ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചു. അമ്മാതിരി ഓട്ടോ അല്ല നീ അവന്റെ പിന്നാലെ ഓടിയത്. നിങ്ങൾ പഴയ ഫ്രണ്ട്സ് ആണല്ലേ? അതുകൊണ്ട് ഭാഗ്യത്തിന് പൂമ്പ എന്ന് രക്ഷപ്പെട്ടു. യെസ് ടിമോൻ, ഇതാണ് നാല, എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. പ്രഭാകര, അപ്പൊ ഞങ്ങളൊക്കെ ആരാ? അത് വിട് ടിമോൻ, നിങ്ങൾ എന്റെ പുതിയ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇതെന്റെ എപ്പോഴത്തെയും ബെസ്റ്റ് ഫ്രണ്ട്. നാല, നീ വാ, ഞാൻ അവിടേക്ക് കാണിച്ചു തരാം.
തരാം, നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സിംബ, നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ കാട്ടിലേക്ക് തിരിച്ചു പോകണം. അവിടെ സ്കാറും കഴുതപ്പുലികളും കൂടി എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. സ്കാർ ഇപ്പൊ രാജാവാന്നറിയാലോ. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് സ്കാറിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. നീയാണ് ശരിക്കും രാജാവേണ്ടത് സിംബ. നീ തിരിച്ചു വരണം. എന്റെ അമ്മോ, നമ്മുടെ സിംബ രാജാവായിരുന്ന. ഒന്ന് കുമ്പിട്ട് വണങ്ങിയേക്കാം. മഹാരാജാവ് ഞങ്ങൾ അനുഗ്രഹിക്കണം. രാവിലെ തന്നെ ഒരു കോമഡി ആയിട്ട് ഇറങ്ങിക്കോളൂ. രാജാവാണത്ര, രാജാവ്. ഗൈസ്, ഇവള് വെറുതെ പറയുന്നതാ, നിങ്ങൾ കാര്യമാക്കണ്ട. നോ സിംബ, നീ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞ എത്ര പേര് സന്തോഷിക്കുമെന്ന് നിന്നെക്കാൾ നന്നായിട്ട് എനിക്കറിയാം. നീ തിരിച്ചു വരണം. ഞാനാ, നീ എന്റെ കൂടെ ഇവിടെ നിൽക്ക് പ്ലീസ്. ഞാൻ ഈ സ്ഥലമൊക്കെ നിന്നെ കാണിച്ചു തരാം. അത് കണ്ടു കഴിഞ്ഞിട്ട് നിനക്ക് പറ നിനക്ക് ഇവിടെ നിന്ന് പോണോ വേണ്ടിയോ എന്ന്. അങ്ങനെ സിംബയും നാലയും കൂടി ഈ സ്ഥലമൊക്കെ ചുറ്റി നടന്ന് കാണാൻ തുടങ്ങി. നാലയ്ക്ക് സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ചുറ്റി നടന്ന് കാണുന്നതിന്റെ ഇടയ്ക്ക് അവർ തമ്മിൽ ചെറിയൊരു ലവ് റിലേഷൻഷിപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെയല്ലേ വരൂ, അത്ഭുതപ്പെടാനൊന്നുമില്ല. അതെ ഗൈസ്, അവർ രണ്ടുപേരും ബെസ്റ്റികളായിരുന്നു. ഒരിക്കലും അവർ തമ്മിൽ ഇഷ്ടപ്പെടാൻ പറ്റില്ലെന്നും അവർ പറഞ്ഞിരുന്നു. പക്ഷേ ബെസ്റ്റികളെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ. എന്റെ പൊന്നു പൂമ്പ, നീ അത് കണ്ട? സിംബ നമ്മളെ വിട്ട് പോകാൻ പോവാടാ. അതെന്താ ടിമോൻ അങ്ങനെ പറഞ്ഞേ? അവൻ ഒരു ആവശ്യമില്ലാത്തൊരു കാര്യത്തിൽ പെട്ടുപോയി മോനെ. അവൻ ലവിൽ പെട്ടുപോയി. ഓടുന്ന ബസ്സിന്റെയും ചിരിക്കുന്ന പെണ്ണിന്റെയും പിന്നാലെ പോവല്ലേ സിംബ എന്നവനോട് പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷെ ഇനി നമ്മൾ പറഞ്ഞാലൊന്നും അവൻ നിൽക്കില്ലടാ. അവൻ കൈവിട്ടുപോയി. അവൻ ഇനി നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല, അവൻ ഇനി അവളുടെ ബോയ് ഫ്രണ്ടാ. നമുക്കിനി അവന്റെ ലൈഫിൽ ഒരു റോളും ഇല്ലടാ. നമുക്ക് സ്വർഗത്തിലെ കട്ടുറുമ്പാവാതെ മാറി നിൽക്കാം. ഈ മോൻ, നമ്മുടെ സിംബയെ നമുക്കിനി തിരിച്ചു കിട്ടില്ലേ? ഹക്കൂന മത്താത്ത അവൻ മറന്നു പോകും. എന്റെ പൊന്നു പൂമ്പ, ഹക്കൂന മത്താത്തയുടെ പീനട്ട്. അവനിപ്പോ ഒരു ലൈൻ സെറ്റ് ആയില്ലേ? അതുവരെയുള്ളൂ നമ്മളൊക്കെ. നീ വെറുതെ ഒന്നും പറയാൻ നിൽക്കണ്ട. ആ സിംഹപ്പെണ്ണ് വിശന്ന് വലഞ്ഞ ഇങ്ങോട്ട് വന്നത്. ഒറ്റക്കടിക്ക് നമ്മളെ രണ്ടുപേരും തിന്നും. എന്താനാല, നിനക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു സിംബ. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, നീ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും നാളായിട്ട് എന്താ നമ്മളുടെ കാട്ടിലേക്ക് തിരിച്ചു വരാതിരുന്ന്? ഞാൻ വന്നിട്ട് ഇപ്പൊ എന്തിനാല? ഞാനില്ലെങ്കിലും അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. നീ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് സിംബ എല്ലാ പ്രശ്നവും ഉണ്ടായത്. നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ സ്കാർ രാജാവില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ കാട് നശിക്കില്ലായിരുന്നു. നീ തിരിച്ചു വരണം സിംബ. അവിടെ ഇപ്പൊ സ്കാറാണ് രാജാവ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ സ്കാർ നോക്കിക്കോളും. സിംബ, അവിടെ ഇപ്പോ വെള്ളവും ചെടികളും ഭക്ഷണവും ഒന്നും ഇല്ലാതെ ജീവികളെ വെറുതെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുവോ? നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല നാല. പ്ലീസ്, എന്നെ കൊണ്ട് പറ്റില്ല. അതെന്താ സിംബ പറ്റാത്തത്? അന്ന് നിന്റെ അച്ഛൻ മരിച്ച ദിവസത്തെ പറ്റി ഓർത്തിട്ടാണോ? അതൊക്കെ സ്കാർ ഞങ്ങളോട് പറഞ്ഞു. നാല പ്ലീസ്, അതിനെ പറ്റി ഒന്നും ഇപ്പൊ പറയണ്ട. എനിക്ക് വരാൻ പറ്റില്ല. ഹക്കൂന മത്താത്ത. ഹക്കൂന മത്താത്തയോ? അതെന്ത് സാധനം? അതെന്നെ ഇവിടെ വന്നപ്പോ ടിമോനും പൂമ്പയും പഠിപ്പിച്ചതാ. ലൈഫിൽ നമ്മളുടെ കൺട്രോളിലില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് മോശം കാര്യങ്ങൾ സംഭവിക്കും. എന്ന് കരുതി എപ്പോഴും ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന എങ്ങനെ ജീവിക്കും? അതിനെപ്പറ്റി ഒന്നും ആലോചിക്കാതെ മുന്നോട്ട് പോവാ സിംബ. പക്ഷേ ഇത് നിന്റെ കടമയാണ്. നീ നിന്റെ അമ്മയെ പറ്റി ആലോചിച്ച് നോക്ക്. അവരെത്ര വിഷമിക്കുന്നുണ്ടാവും. എനിക്കറിയുന്ന സിംബ ഇങ്ങനെയായിരുന്നില്ല. അതിനാല ഞാനിപ്പോ പഴയ സിംബയല്ല. എനിക്ക് ഞാൻ പഴയ സിംബ ആവാനും പറ്റില്ല. ഐ എം സോറി. പിന്നെ നീ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എന്റെ അച്ഛൻ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അത് വളരെ നന്നായി. നമ്മളിൽ ഒരാളെങ്കിലും നിന്റെ അച്ഛനെ പോലെ സംസാരിക്കുന്നുണ്ടല്ലോ. പക്ഷെ അത് നീയാവേണ്ടതായിരുന്നു സിംബ. ആരെങ്കിലും രക്ഷിക്കാനുണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നത്. നിന്നെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. പക്ഷെ ഇനി എനിക്കൊരു പ്രതീക്ഷയുമില്ല. നമ്മുടെ കാട് നശിക്കട്ടെ. ഗുഡ് ബൈ സിംബ. ഞാൻ അങ്ങോട്ട് വന്ന ഒരു തെറ്റായി പോയി. അങ്ങനെ നാല അവിടുന്ന് പോവുകയാണ്. സിംബയും ആകെ നിരാശയിൽ ഇങ്ങനെ നടക്കുക. എന്റെ വീട് ഇതാ, എനിക്ക് ഇവിടെ താമസിച്ചാൽ മതി. എനിക്ക് എവിടേക്കും തിരിച്ചു പോകണ്ട. ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നതിന്റെ ഇടയ്ക്കാണ് മരത്തിന്റെ മുകളിൽ കൂടെ ഒരു കുരങ്ങൻ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് സിംബ മനസ്സിലാക്കുന്നത്. ആ കുരങ്ങൻ കുറെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കി സിംബ പോകുന്ന വഴിക്കെല്ലാം മരത്തിൽ കൂടെ ചാടി ചാടി വരാൻ തുടങ്ങി. അവസാനം സിംബയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു. ഹേയ്, നീ ആരാ? എന്തിനാ എന്റെ പിന്നാലെ വരുന്നത്? ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടിയാ ഞാൻ നിന്റെ പിന്നാലെ വരുന്നത്. എന്ത് ചോദ്യം? നീ ആരാ? ഞാൻ ആരാണെന്ന് എനിക്കറിയാം. പക്ഷെ ശരിക്കുള്ള ചോദ്യം, നീ ആരാണെന്ന് നിനക്കറിയൂ? താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ ഞാൻ തനിക്ക് പറഞ്ഞു തരാം താൻ ആരാണെന്നും ഞാൻ ആരാണെന്നും. എനിക്കൊന്നും അറിയണ്ടെങ്കിലോ? എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. നിനക്കെന്നെ പറ്റി ഒന്നും അറിയില്ല. എനിക്ക് പലതും അറിയാം. മുഫാസയുടെ മകൻ സിംബയെ ഞാൻ മടിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് കേട്ടപ്പോ സിംബ ശരിക്കും ഞെട്ടി. സിംബയുടെ രോമം ഫോളോ ചെയ്ത് അവനെ തേടി ഇങ്ങോട്ട് വന്ന റഫീഖയാണ്. അപ്പൊ തനിക്ക് എന്റെ അച്ഛനെ പറ്റി അറിയോ? എനിക്ക് മുഫാസയെ പറ്റി നന്നായിട്ട് അറിയാം. പക്ഷെ എന്റെ അച്ഛൻ മരിച്ചുപോയല്ലോ. ആര് പറഞ്ഞു? നിന്റെ അച്ഛൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. എന്റെ കൂടെ വന്നാ ഞാൻ നിനക്ക് നിന്റെ അച്ഛനെ കാണിച്ചു തരാം. പക്ഷെ ആദ്യം നീ എന്നെ ഓടി തോൽപ്പിക്കണം. പറ്റുമെങ്കിൽ തോൽപ്പിക്കുക. അപ്പൊ നിനക്ക് നിന്റെ അച്ഛനെ കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞ് റഫീഖ് മരത്തിന്റെ മുകളിൽ കൂടെ സ്പീഡിൽ ചാടി ചാടി പോകാൻ തുടങ്ങി. മുഫാസയെ വീണ്ടും കാണാനുള്ള ആഗ്രഹം കൊണ്ട് സിംബ ഒരുപാട് കഷ്ടപ്പെട്ട് റഫീഖയുടെ പിന്നാലെ തന്നെ ഓടുവാണ്. അങ്ങനെ ഓടി ഓടി അവരൊരു ചെറിയ തടാകത്തിനടുത്തെത്തി. നമ്മളെത്തി സിംബ, നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആ വെള്ളത്തിലേക്ക് പോയി നോക്ക്. സിംബ വെള്ളത്തിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവന്റെ രൂപം തന്നെയാണ് കാണാൻ പറ്റുന്നത്. റഫീഖ് വന്ന് അവനോട് വെള്ളത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കാൻ പറയുന്നു. അവന്റെ അച്ഛൻ അവന്റെ ഉള്ളിൽ തന്നെയാണുള്ളതെന്ന് റഫീഖ് പതുക്കെ സിംബയുടെ ചെവിയിൽ പറഞ്ഞു. പെട്ടെന്ന് സിംബയ്ക്ക് അവന്റെ രൂപം മാറി മുഫാസയുടെ രൂപം കാണാൻ പറ്റുവാണ്. ആകാശത്ത് മുഫാസയുടെ മുഖം തെളിഞ്ഞു വന്നു. അച്ഛാ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സിംബ, ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞിരുന്നു, കഴിഞ്ഞു പോയ രാജാക്കന്മാർ ആകാശത്തിരുന്ന് നിന്നെ നോക്കുന്നുണ്ടാവുമെന്ന്. പക്ഷേ നീ ശരിക്കും ആരാണെന്നുള്ള കാര്യം നീ മറന്നു പോകരുത് സിംബ. നീ ഒരു യഥാർത്ഥ രാജാവാണ്. ഈ ജീവിത ചക്രത്തിൽ നീ നിന്റെ സ്ഥാനം ഏറ്റെടുത്തേ പറ്റൂ. പക്ഷെ അച്ഛാ, എനിക്ക് അച്ഛന്റെ പോലെ ഒരു നല്ല രാജാവാൻ പറ്റില്ല. അതിനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. സിംബ, ഞാനൊരു രാജാവായതിനേക്കാൾ അഭിമാനിച്ചത് നിന്റെ അച്ഛനായതിലാണ്. നിന്റെ മേലെ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നിന്നെ കൊണ്ട് തീർച്ചയായും അതിന് പറ്റും. ഇനി അച്ഛൻ എന്നെ വിട്ടു പോകരുത്. ഇല്ല സിംബ, ഞാൻ എങ്ങനെ നിന്നെ വിട്ടു പോകുന്നത്? ഒരച്ഛനും മകനും തമ്മിലുള്ള ബന്ധം എന്നേക്കുള്ളതാണ്. അത് മായ്ച്ചു കളയാൻ പറ്റില്ല. ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെയുണ്ട് സിംബ. ഞാൻ നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. നീ ആരാണെന്ന് സ്വയം മനസ്സിലാക്കുക. നിന്റെ സ്ഥാനം എന്താണെന്ന് തിരിച്ചറിയുക. നീ എന്തിനു വേണ്ടിയാണ് ജനിച്ചതെന്ന് മനസ്സിലാക്കുക സിംബ. അങ്ങനെ പറഞ്ഞ മുഫാസ മാഞ്ഞു പോവാണ്. ഒരുപക്ഷെ സിംബയ്ക്ക് ഇതൊക്കെ തോന്നിയതായിരിക്കാം. എന്താ സിംബ, ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? ശരിക്കും നീ ആരാന്ന് മനസ്സിലായോ? മനസ്സിലായി. ഞാനാണ് സിംബ, മഹാരാജ
മഹാരാജാവ് മുഫാസയുടെ ഒരേ ഒരു മകൻ, അടുത്ത രാജാവാകാൻ വിധിക്കപ്പെട്ടവൻ. എന്റെ പ്രജകളെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. അങ്ങനെ പറഞ്ഞ് സിംബ ഭയങ്കരമായിട്ട് ഗർജിക്കാൻ തുടങ്ങി, ശരിക്കും ഒരു രാജാവിനെ പോലെ. ഇത് കണ്ട് റഫീഖിക്ക് ഭയങ്കര സന്തോഷമായി. ടിമോനും പൂമ്പയും ഇത് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുവാണ്. അവരൊരിക്കലും കണ്ടിട്ടില്ലാത്ത സിംബയെയാണ് അവരവിടെ കണ്ടത്. സിംബ നേരെ അവന്റെ കാട്ടിലേക്ക് ഓടാൻ തുടങ്ങി. അങ്ങനെ ഓടി ഓടി അവിടേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന നാലയുടെ അടുത്തേക്ക് സിംബ എത്തുവാണ്. സിംബ തിരിച്ചു വന്നത് കണ്ട് നാലയ്ക്ക് സന്തോഷമായി. അവർ രണ്ടുപേരും കൂടി പെട്ടെന്ന് തന്നെ അവരുടെ കാട്ടിലേക്ക് തിരിച്ചെത്തി. അവിടെ നശിച്ച് പച്ചപ്പെല്ലാം മറഞ്ഞ് നരകം പോലെയായിരിക്കുന്ന തന്റെ കാട് കണ്ട് സിംബയ്ക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വരുവാണ്. നാല, നീ പറഞ്ഞപ്പോ അവസ്ഥ ഇത്ര മോശമായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പ്രകാശം തൊടുന്ന എല്ലാ സ്ഥലങ്ങളും സംരക്ഷിക്കണമെന്ന് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനല്ലെങ്കിൽ പിന്നെ ആരതൊക്കെ ചെയ്യാ? ഞാൻ ചെയ്യും സിംബ. നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ ജീവൻ കൊടുത്തും ഈ കാടിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ നാല, നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന കാര്യം കുറച്ച് ഡേഞ്ചറാ. നീ പണ്ട് എന്നോട് പറഞ്ഞ കാര്യം ഞാനിപ്പോ നിന്നോട് തിരിച്ചു പറയാം സിംബ. എത്ര വലിയ ഡേഞ്ചർ ആയാലും ശരി, ആ ഡേഞ്ചറിന്റെ മുഖത്ത് നോക്കി ഞാൻ പൊട്ടിച്ചിരിക്കും. ഈ സമയത്താണ് സാസു അങ്ങോട്ട് പറഞ്ഞു വരുന്നത്. അവനവന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ തന്നെ പറ്റിയില്ല. ഞാൻ എന്തായി കാണുന്നത്? എന്റെ സിംബയല്ലേ തിരിച്ചു വന്നിരിക്കുന്നത്? വെറും സിംബയല്ല, മഹാരാജാവ് സിംബ. ആ സമയത്ത് ടിമോനും പൂമ്പയും അങ്ങോട്ട് വരുന്നു. എന്തായാലും കൂട്ടുകാരനായി പോയില്ലെന്ന് വിചാരിച്ച് സിംബയെ തനിച്ചു വിടാൻ അവർക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് അവരും കൂടി സിംബയുടെ പിന്നാലെ അങ്ങോട്ട് ഓടി വന്നത്. സിംബ, ഞങ്ങൾ എത്തിപ്പോയി. ഇനി നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞങ്ങളിവിടെ വന്നതുകൊണ്ട് ഈ യുദ്ധം നമ്മൾ തന്നെ ജയിക്കും. അല്ല, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരുന്നത് സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതിയെന്നല്ല. പിന്നെ നിങ്ങൾ എന്റെ കൂടെ വന്ന്? അത് പിന്നെ സിംബ, കാര്യം ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം വരുമ്പോ ഞങ്ങൾ കുറച്ച് സമയത്തേക്ക് ആ ഹക്കൂന മത്തത്തെ അങ്ങോട്ട് മറക്കും, അത്രേ ഉള്ളൂ. അല്ല പൂമ്പ? അല്ല സിംബ, ഇതാണ് നീ പറഞ്ഞ മനോഹരമായിട്ടുള്ള കാട്? ഇതാകെ പൊടി പിടിച്ച് വരണ്ടോണെങ്കി കിടക്കുവാണല്ലോ. അതെ, കാടെന്ന് പറഞ്ഞിട്ട് കുറെ പാറയും മണലും മാത്രമേ കാണുന്നുള്ളൂ. എന്റെ പൊന്നു സിംബ, ഇവിടെ വന്ന് പട്ടിണി കിടന്ന് ചാവുന്നതൊന്ന് പിടിച്ചു തിന്നെ ഒരു പുഴുവിനെ പോലും കാണുന്നില്ല. ഒരു ചാണകപ്പുഴുവെങ്കിലും. ഞാൻ പറഞ്ഞില്ലേ പൂമ്പ, ഈ സിംഹപ്പെണ്ണിന്റെ കൂടെ കൂടിയപ്പോഴേ സിംബയുടെ കാര്യം തീരുമാനമായി. ഇതേതാ ഇങ്ങനൊരു കിളി? ഇങ്ങനൊരു സാധനത്തിന് ഞാൻ മുന്നേ കണ്ടിട്ടില്ലല്ലോ. ഏതിന്റെ കൊക്കെന്താ കൊക്കുവട പോലെ ഇരിക്കുന്നത്? നിന്നെ പോലെ ഒരു കുട്ടിത്തേവെങ്ങനെ ഞാനും ആദ്യമായിട്ട് കാണുന്നത്. ഏയ്, നിങ്ങൾ വഴക്കൂടല്ലേ? ടിമോൻ, ഇതാണ് സാസു, ഞങ്ങളുടെ മന്ത്രിയെ പോലെ വരും. നിങ്ങൾ ആ ബഹുമാനമൊക്കെ ഇവന് കൊടുക്കണം. സിംബ, ഞാൻ എന്റെ അവസാന ശ്വാസം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പൊ പിന്നെ ഞങ്ങളോ? ഞങ്ങൾ എന്താ നാടകം കാണാൻ വന്നേക്കോണം? ഞങ്ങളുണ്ടാവും അവസാന ശ്വാസം വരെ. അങ്ങനെ അവരെല്ലാവരും പ്രൈഡ് റോക്സിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. പക്ഷെ നോക്കുമ്പോ മുന്നിലൊരു കൂട്ടം കഴുതപ്പുലികൾ. ഇനി അവരുടെ കണ്ണു വെട്ടിച്ച് വേണം അങ്ങോട്ട് പോവാൻ. പൂമ്പ, ഒന്ന് മാസ് കാണിക്കാൻ ഇറങ്ങിയപ്പോ ആരംഭത്തിൽ അവർ നമ്മൾ പിടിച്ച് തിന്നു. അതെ ടിമോൻ, ലക്ഷണം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. എങ്ങനെയുമാരുടെ ശ്രദ്ധ തെറ്റിക്കുക? ഒരു നല്ല ഇരയെ എറിഞ്ഞു കൊടുത്താൽ കഴുതപ്പുലികളുടെ ശ്രദ്ധ തെറ്റും. ആ തക്ക നോക്കി നമുക്ക് അങ്ങോട്ട് കടക്കാം. അങ്ങനെ പറഞ്ഞ എല്ലാവരും കൂടി പൂമ്പയെ അങ്ങോട്ട് നോക്കാൻ തുടങ്ങി. എല്ലാവരും കൂടി തന്നെ നോക്കുന്നതിന്റെ കാരണം പൂമ്പയ്ക്ക് മനസ്സിലായില്ല. അല്ല, നിങ്ങൾ എന്തിനാ എല്ലാവരും കൂടി എന്നെ നോക്കുന്നത്? ഞാനെന്താ ചെയ്ത്? നീ ഒന്നും ചെയ്തില്ല പൂമ്പ, ഇനി ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? നമുക്കിപ്പോ കഴുതപ്പുലികളുടെ മുന്നിലേക്ക് കണ്ടാൽ തന്നെ തിന്നാൻ തോന്നുന്ന നല്ല തടിയും ഇറച്ചിയും ഒക്കെയുള്ള ഏതെങ്കിലും ഒരു ജീവിയെ പിടിച്ചിട്ട് കൊടുക്കണം. ഓ, അത് ഞാനാണല്ലേ? ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. പക്ഷെ അത് വേണോ? അങ്ങനെ തൽക്കാലത്തേക്ക് പൂമ്പയെ ഇരയായി കാണിച്ച് കഴുതപ്പുലികൾ അവന്റെ പിന്നാലെ ഓടിച്ചു വിട്ടാൽ ആ തക്ക നോക്കി ഉള്ളി കടക്കാമെന്നാണ് എല്ലാവരുടെയും പ്ലാൻ. ഹേയ് എന്റെ പ്രിയപ്പെട്ട കഴുതപ്പുലികളെ, എല്ലാവരും ഇങ്ങോട്ട് നോക്കൂ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു പുതിയ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കാട്ടിലെ മാനും മൊയിലും ഒക്കെ പിടിച്ചു നിന്ന് നിങ്ങൾക്ക് മടുത്തു കാണും. പക്ഷെ ഇതുപോലൊരു ഐറ്റം ലക്ഷത്തിലൊന്നേ കാണൂ. ഇതാണ് കാട്ടുപന്നി. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞുണ്ടല്ലോ, നിങ്ങളൊന്ന് തിന്നു നോക്കണം. പക്ഷെ നിങ്ങൾക്ക് ഇവനെ തിന്നണമെങ്കിൽ ആദ്യം ഞങ്ങളെ ഓടി തോപ്പിക്കണം. അതിന് പറ്റുമെങ്കിൽ വാടാ പിന്നാലെ, വാടാ, ഓടറാ. ഇത് പറഞ്ഞതും കഴുതപ്പുലികൾ അവരുടെ പിന്നാലെ വെച്ച് പിടിച്ചു. മാറടാ, ഓടറാ മൊണ്ണെ, അയ്യോ എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് ഓടാൻ തുടങ്ങി. ഈ തക്കം നോക്കി സിംബയും നാലയും സാസുവും കൂടി പ്രൈഡ് റോക്സിന്റെ അടുത്തേക്ക് ഓടുവാണ്. ഈ കാഴ്ച റഫീഖി കാണുന്നുണ്ട്. അയാൾക്ക് ആവേശം കയറിയിട്ട് പണ്ട് ഉള്ളെടുത്ത് വെച്ച ആ വടി അയാളൊന്ന് പൊടി തട്ടിയെടുക്കുവാണ്. ആവശ്യം വന്ന് ഉപയോഗിക്കാമല്ലോ. ഈ സമയത്ത് സ്കാർ സറാബിയെ തന്റെ റാണിയാക്കാൻ വേണ്ടി അങ്ങോട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. എന്താ സറാബി, ഈ കാട്ടിലെ രാജാവ് പറഞ്ഞാൽ നിനക്ക് അനുസരിക്കാൻ പറ്റില്ലേ? എന്റെ റാണിയാവാൻ നിനക്ക് എന്താണ് ഇത്ര മടി? നിന്റെ പഴയ ജീവിതവും പഴയ രാജാവും ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. പണ്ടേ മരിച്ച നിന്റെ മകനും ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല. പിന്നെ എന്റെ റാണിയാവാൻ നിനക്ക് എന്താ ഇത്ര പ്രശ്നം? ഒരു യഥാർത്ഥ രാജാവ് എന്നെ പോലെയാണ് ആയിരിക്കേണ്ടതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം, അല്ലേ സ്കാർ? ഒരു യഥാർത്ഥ രാജാവിന് വേണ്ടത് എല്ലാവരോടും സ്നേഹമാണ്. അധികാരം കാണിച്ചതുകൊണ്ട് ആരും രാജാവാകില്ല. 10 മുഫാസ ചേർന്നാലും ഈ സ്കാറിന്റെ അത്ര വരില്ല. അതിന് മുഫാസയുടെ രോമത്തിന്റെ വില പോലും നിനക്കില്ല. ഇത് കേട്ടപ്പോ സ്കാറിന് അങ്ങോട്ട് ദേഷ്യം വന്നു. അവൻ സറാബിയെ ആക്രമിക്കാൻ തുടങ്ങി. സറാബിയും വിട്ടുകൊടുത്തില്ല. അങ്ങനെ ഒരു ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്തായിട്ട് ഒരു സിംഹത്തിന്റെ വലിയൊരു ഗർജനം കേൾക്കുന്നത്. അത് കേട്ട് എല്ലാവരും ഞെട്ടിത്തിരിച്ചു പോയി. അങ്ങോട്ട് നോക്കിയ സ്കാർ ആകെ ഒന്ന് ഭയന്നുപോയി. ഒറ്റ നോട്ടത്തിൽ അത് പണ്ടത്തെ രാജാവായിട്ടുള്ള മുഫാസയാണെന്നാണ് സ്കാറിന് തോന്നിയത്. പക്ഷെ അത് സിംബയായിരുന്നു. രാജാവിന്റെ വരവിനായി പ്രജകൾ എല്ലാവരും കാത്തിരുന്നു. അങ്ങനെ ഒടുവിൽ ആ ദിവസം വന്നെത്തി. രാജാവ് തിരിച്ചു വന്നു. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? എന്റെ അമ്മയുടെ അടുത്ത് നിന്ന് മാറ് സ്കാർ. അങ്ങനെ പറഞ്ഞ് സിംബ അങ്ങോട്ടേക്ക് വരുവാണ്. അവനെ കണ്ടതും അമ്മ സറാബിക്ക് ഒരുപാട് സന്തോഷമായി. സിംബ, നിന്നെ ജീവനോടെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. തന്നെ കൊല്ലാതിരിക്കാൻ ഒരു കാരണമെങ്കിലും പറയാൻ പറ്റുമോ? തന്നെ കടിച്ചു കീറാതിരിക്കാൻ എന്ത് ന്യായമാണ് തനിക്ക് പറയാനുള്ളത്? കാരണങ്ങൾ ഒരുപാടുണ്ട് സിംബ. ഈ കാട്ടിലെ രാജാവ് ഇപ്പൊ ഞാനാണ്. ഈ കഴുതപ്പുലികളുടെ കൂട്ടം ഞാൻ പറയുന്നത് കേൾക്കൂ. ആ സമയത്താണ് നാല അങ്ങോട്ട് വരുന്നത്. കഴുതപ്പുലികൾ നിങ്ങൾ പറയുന്നത് കേൾക്കുമായിരിക്കും. പക്ഷെ ഞങ്ങളുടെ രാജാവ് ഇനി മുതൽ സിംബയാണ്. തന്റെ കാലം കഴിഞ്ഞു സ്കാർ. ഞങ്ങളുടെ രാജാവ് സിംബയെ
നിനക്ക് തൊടണമെങ്കിൽ അതിനാദ്യം ഞങ്ങളെ കൊല്ലണം. അതിനെ അനുകൂലിച്ച് എല്ലാ സിംഹങ്ങളും ഗർജിക്കുവാണ്. തനിക്ക് തീരുമാനിക്കാൻ സ്കാർ ഫൈറ്റ് ചെയ്യണോ അതോ തോൽവി സമ്മതിക്കുന്നോ? അപ്പോഴാണ് സ്കാർ അയാളുടെ കുതന്ത്രം പുറത്തെടുക്കുന്നത്. ഇല്ല സിംബ, എനിക്ക് ഫൈറ്റ് ചെയ്യാൻ ഒരു ആഗ്രഹവുമില്ല. നമ്മുടെ കൂട്ടത്തിലെ ആളുകളെ നമ്മൾ തന്നെ ഇതിനെ കൊല്ലുന്നേ. ഇനി ആരെങ്കിലും അങ്ങനെ കൊന്നിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യവുമല്ല. സ്വന്തം കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരാളെ കൊന്നു കളഞ്ഞിട്ട് ആരെങ്കിലും നമ്മളുടെ മുന്നിൽ വന്നു നിന്നാ നമുക്കങ്ങോട്ട് ക്ഷമിക്കാൻ പറ്റൂ. രാജാവ് മുഫാസ എങ്ങനെയാ മരിച്ചതെന്ന് നീ മറന്നിട്ടില്ലല്ലോ സിംബ. അതിനാരാണ് കാരണക്കാരനെന്ന് ഇവരോട് ആരോടും നീ പറഞ്ഞിട്ടില്ലല്ലോ. എന്നാ ഞാൻ പറയട്ടെ, നിന്നെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ഈ സിംഹങ്ങളോട് രാജാവ് മുഫാസ എങ്ങനെയാ മരിച്ചതെന്ന് ഞാൻ പറയട്ടെ. എന്താ സിംബ, എന്താ സ്കാർ പറയുന്നത്? അപ്പൊ നീ ആരോടും ഇതുവരെ സത്യം പറഞ്ഞില്ലല്ലേ സിംബ? ഇതാണ് പറ്റിയ സമയം. എല്ലാവരുടെ മുന്നിലും നീ ചെയ്ത തെറ്റ് ഏറ്റു പറഞ്ഞേക്ക്. അതെ, ഞാനാ കാരണം. എന്റെ അച്ഛൻ മരിക്കാൻ ഞാനാണ് കാരണം. നീ എന്താ സിംബ പറയുന്നത്? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എന്നോട് ക്ഷമിക്കുമേ, എനിക്കറിയാതെ പറ്റിപ്പോയതാ. ഇവനൊരു കൊലയാളിയാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് ഇവനെ രാജാവാക്കണോ? കഴിഞ്ഞ രാജാവ് മുഫാസയെ, അതും സ്വന്തം അച്ഛനെ കൊന്നവനെ ഇനി നിങ്ങൾക്ക് രാജാവാക്കണോ? ഇവൻ വെറും ഒരു കൊലയാളി മാത്രം. അല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാൻ അറിയാതെ ചെയ്തതാ. അച്ഛൻ മരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താടാ കാര്യം? ചെയ്ത തെറ്റ് തെറ്റല്ലാതെ ആവില്ലല്ലോ. നീ മരിക്കണം. ഇനി നീ ഇവിടുന്ന് പുറത്ത് പോവില്ല സിംബ. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ മരണമാണ്. സ്കാർ, ഞാനൊന്നും വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. അത് തനിക്കും അറിയാം. എനിക്കൊന്നും അറിയില്ല. ഇവിടുത്തെ രാജാവിനെ കൊന്ന്, സ്വന്തം അച്ഛനെ കൊന്ന്, ആ കുറ്റം മറയ്ക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടവനാണ് നീ. സ്വന്തം കുടുംബത്തെയും സ്വന്തം അമ്മയെ പോലും ഇതുവരെ തിരിഞ്ഞു നോക്കാൻ വരാത്തവനാണ് നീ. ആ നീനെയൊന്നും പറയണ്ട സിംബ. രാജാവാകുന്നത് പോയിട്ട് ജീവിക്കാൻ പോലും നിനക്ക് അവകാശമില്ല. പറ സിംബ, നീയാണോ രാജാവാകാൻ വന്നിരിക്കുന്നത്? അതിനുള്ള എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? സോറി, ഞാനൊന്നുമല്ല. നീ ഒന്നുമല്ലെങ്കിൽ മഹാരാജാവിന്റെ മുന്നിൽ ഒന്ന് വണങ്ങി താഴ്ന്നു നിൽക്കടാ. അങ്ങനെ പറഞ്ഞതും സിംബ കാല് തെറ്റി മലയുടെ താഴേക്ക് വീഴാൻ പോവുകയാണ്. ഭാഗ്യത്തിന് അവൻ വീണില്ല. ആ സമയത്ത് ഒരു ഇടിമിന്നലുണ്ടായി. താഴെയുള്ള പുല്ലിയെല്ലാം തീ കത്തി. ഇപ്പൊ താഴേക്ക് വീണാൽ സിംബ മരിക്കുമെന്ന് ഉറപ്പാണ്. ഇങ്ങനെ തന്നെയാ മുഫാസയും മരിച്ചത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് സിംബ. നിന്റെ അച്ഛന്റെ കണ്ണുകളിൽ ഇതേ ഭയം. വേറൊരു കാര്യം കൂടി പറയട്ടെ, നിന്റെ അച്ഛൻ മുഫാസയെ കൊന്നത് ഞാനാടാ. ഇത് കേട്ട് സിംബ ആകെ ഞെട്ടിപ്പോയി. ഇത് അവൻ ഒരിക്കലും വിചാരിച്ച കാര്യമേ അല്ല. അച്ഛൻ താഴേക്ക് വീണ് മരിക്കുന്നത് അവൻ മനസ്സിൽ ഒന്നുകൂടി കാണുവാണ്. അവന് ദേഷ്യം അടക്കാൻ പറ്റിയില്ല. സ്കാറിന്റെ മുഖത്ത് സിംബ കടിച്ചു പിടിക്കുന്നു. സ്കാർ പിന്നോട്ട് വന്നതും സിംബയും രക്ഷപ്പെട്ടു. സ്കാർ, തനിക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്? സ്വന്തം ചേട്ടന്, ഈ കാടിന്റെ രാജാവിനെ കൊല്ലാൻ തനിക്ക് എങ്ങനെ തോന്നി? നീ എന്തൊക്കെയാ പറയുന്നത് സിംബ? ആദ്യം മുഫാസയെ കൊന്നു, ഇവന്റെ അച്ഛനെ കൊന്നു. ഇപ്പോ ആ കുറ്റമൊക്കെ എന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുക. ഇല്ല സ്കാർ, നീയാണ് എന്റെ അച്ഛനെ കൊന്നത്. നീയാണ് യഥാർത്ഥ കൊലയാളി. ഇവൻ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് അറിയ പോലുമില്ല. മുഫാസ മരിച്ച സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു പോലുമില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ മുഫാസയെ ഞാൻ രക്ഷിച്ചേനെ. പക്ഷെ സ്കാർ, നീയല്ല ഇപ്പൊ തന്നെ പറഞ്ഞത് മുഫാസ എങ്ങനെയാ മരിച്ചതെന്ന് നീ നേരിട്ട് കണ്ടെന്ന്. നീ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ നീ അത് കണ്ടു? തന്റെ കള്ളമൊക്കെ പൊളിഞ്ഞെന്ന് സ്കാറിന് മനസ്സിലായി. അവൻ കഴുതപ്പുലികളോട് എല്ലാ സിംഹങ്ങളെയും കൊന്നു തള്ളാൻ പറയുന്നു. കഴുതപ്പുലികൾ ആവേശത്തോടെ സിംഹങ്ങളെ കടിച്ചു കീറാൻ വേണ്ടി ഓടിപ്പാഞ്ഞെടുത്തു. പക്ഷെ എത്ര കഴുതപ്പുലികൾ വന്നാലും സിംഹങ്ങൾ തന്നെയാണ്. സിംബയുടെ ഒരു ഒറ്റ അടിക്ക് 5 കഴുതപ്പുലികൾ വെച്ച് പറക്കാൻ തുടങ്ങി. നാല എല്ലാ സിംഹങ്ങളോടും കഴുതപ്പുലികളെ ആഞ്ഞാക്രമിക്കാൻ പറയുവാണ്. അങ്ങനെ കഴുതപ്പുലികളും സിംഹങ്ങളും തമ്മിലുള്ള ഒരു അടിപൊളി ഫൈറ്റാണ് നമ്മൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്. സിംബയെ തീർക്കാൻ വേണ്ടി കഴുതപ്പുലികൾ എല്ലാവരും കൂടി അവനെ കടിക്കാൻ തുടങ്ങി. ആ സമയത്ത് നാലയാണ് അങ്ങോട്ട് ചെന്ന് സിംബയെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ സമയത്ത് ടിമോനും പൂമ്പയും കൂടി കഴുതപ്പുലികളുടെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ട് ഏതോ ഒരു സ്ഥലത്തെത്തി. അങ്ങനെ ആശ്വസിച്ച് നിൽക്കുമ്പോഴാണ് ദേ പിന്നിൽ വീണ്ടും വന്ന് നിൽക്കുന്നു കുറച്ച് കഴുതപ്പുലികൾ. അവരുടെ കഥ ഏകദേശം തീർന്നെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ഇന്ന് രാത്രി നമ്മൾക്ക് ഒരു വെറൈറ്റി ഡിന്നർ കഴിക്കാൻ പറ്റും. കാട്ടുപന്നി, അതും ഒരു തടിയൻ കാട്ടുപന്നി. എന്താ പറഞ്ഞ? നിങ്ങൾ എന്താ എന്നെ വിളിച്ച് തടിയനെന്നോ? വിശപ്പ് സഹിക്കാൻ പറ്റാതെയാവുമ്പോ ഒരു 5-6 ചാണകപ്പുഴുക്കൾ ഞാൻ അധികം തിന്നാറുണ്ട്. അതിന്റെ പേര് ഞാൻ തടി വെച്ച എന്നെ നിങ്ങൾ കളിയാക്കുമല്ലേ? ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ. സോറി, ഞാനും ടിമോനും കൂടി വന്നത്. ബോഡി ഷേമിംഗ് ചെയ്യുന്നോടാ പട്ടികളെ. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനെ കളിയാക്കുന്നോടാ പട്ടികളെ. കാട്ടുപന്നി ആരാന്ന് കാണിച്ചു തരാടെന്ന് ഓടാ എല്ലാവരും. അങ്ങനെ ബോഡി ഷേം ചെയ്തത് ഇഷ്ടപ്പെടാത്ത പൂമ്പ ചുറ്റും വന്ന കഴുതപ്പുലികളെയൊക്കെ മലർത്തി അടിച്ചങ്ങോട്ട് എറിയുവാണ്. പൂമ്പ, നീ ഇത്രയ്ക്ക് മാസായിരിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. വെൽ ഡൺ മൈ ബോയ്. ഈ സമയത്ത് കഴുതപ്പുലികളുടെ റാണി ഷെൻസി നാലയെ ആക്രമിക്കാൻ വേണ്ടി വരുവാണ്. നീ ചെറുതായിരുന്നപ്പോ നിന്റെ ടേസ്റ്റ് എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അന്ന് നിന്നെ കഴിക്കാൻ പറ്റിയില്ല. ഇപ്പൊ അതിനുള്ള ഒരു അവസരം വീണ് കിട്ടിയിരിക്കുവാണ്. പക്ഷെ ഷെൻസി, അന്ന് ഞാൻ ചെറിയൊരു സിംഹക്കുട്ടിയായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ധൈര്യം ഉണ്ടെങ്കിൽ മുട്ടി നോക്ക്. അങ്ങനെ അവർ രണ്ടുപേരും ഫൈറ്റായി. സാസുവിനെ കൊണ്ട് പറ്റുന്ന പോലെ അവനും കഴുതപ്പുലികളെ ആക്രമിക്കുന്നുണ്ട്. അവൻ കഴുതപ്പുലികളെ കൊത്തി ഓരോ പാറയുടെ അടുത്തേക്ക് കൊണ്ടുപോയി അതിലിടിപ്പിക്കുവാണ്. പക്ഷെ കുറച്ച് കഴുതപ്പുലികൾ സാസുവിനെ വന്ന് വളഞ്ഞു. ആ സമയത്താണ് അങ്ങോട്ട് തന്റെ വടിയും കറക്കി പിടിച്ച് റഫീക്ക് ചാടി വരുന്നത്. റഫീക്ക് ആ വടി വെച്ച് അവിടെ നിന്ന് കഴുതപ്പുലികളുടെയൊക്കെ തലയടിച്ച് പൊളിച്ചു. ഈ സമയത്ത് മുന്നിലേക്ക് വരുന്ന കഴുതപ്പുലികളെയൊക്കെ ഇടിച്ചു തെറിപ്പിച്ച് ടിമോനും പൂമ്പയും അങ്ങോട്ടെത്തി. ഫൈറ്റ് കുറച്ചു നേരം നീണ്ടു നിന്നു. പക്ഷേ സിംഹങ്ങളുടെ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴുതപ്പുലികളെ കൊണ്ട് സാധിച്ചില്ല. പതുക്കെ എല്ലാ കഴുതപ്പുലികളും പേടിച്ചോടാൻ തുടങ്ങി. സ്കാറിന് മനസ്സിലായി ഇനി അവിടെ നിന്ന് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവില്ല. അവൻ പതുക്കെ ഒരു മലയുടെ മുകളിലേക്ക് പതുങ്ങി രക്ഷപ്പെടാൻ പോകുന്നു. ഇത് കണ്ട സിംബ നേരെ സ്കാറിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്.
സമയമാണ്. സ്കാർ ഒരു മലയുടെ ഏറ്റവും മുകളിലേക്ക് ഓടിക്കയറി. ഇനി ഓടാൻ സ്ഥലമില്ല. താഴെ മുഴുവൻ തീയാണ്. പിന്നാലെ സിംബയും അങ്ങോട്ട് ഓടിയെത്തി. നിർത്തിക്കോ സ്കാർ, ഇനി ഓടാൻ സ്ഥലമില്ല. സിംബ, എന്നോട് കരുണ കാണിക്കണം സിംബ, എന്നെ കൊല്ലരുത്. തന്നോട് കരുണ കാണിക്കണം. താൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കൊക്കെ എന്ത് ശിക്ഷ തന്നാലാണ് മതിയാവുക? ഇതൊന്നും ഞാൻ ചെയ്തതല്ല സിംബ. ആ വൃത്തികെട്ട കഴുതപ്പുലികളാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. അവര് പറഞ്ഞു തന്ന ഐഡിയ ആണ് ഇതൊക്കെ. നിന്നെയും മുഫാസയും കൊല്ലാൻ അവരെ എന്നോട് പറഞ്ഞത്. ഇതൊക്കെ കഴുതപ്പുലികളിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സ്കാർ ഒരു തക്കം കിട്ടിയപ്പോ കുറ്റം മൊത്തം കഴുതപ്പുലികളുടെ തലയിലേക്ക് വെച്ചു കൊടുത്തു. ഇനിയും എന്നെ മണ്ടനാക്കാൻ നോക്കണ്ട സ്കാർ. ഇപ്പൊ എനിക്ക് എല്ലാം അറിയാം സിംബ. ഞാൻ നിന്റെ അങ്കിളാണ്, നിന്റെ അച്ഛന്റെ അനിയൻ. നീ എന്നെ കൊല്ലാൻ പോവാണോ? അല്ല സ്കാർ, തന്നെ കൊന്നു കഴിഞ്ഞാ പിന്നെ താനും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? താങ്ക് യു സിംബ. നീ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു. നീ മഹാനായ രാജാവ് മുഫാസയുടെ മകനല്ലേ? ഇതിന് പകരമായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? താൻ പണ്ട് എന്നോട് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ ഓട്, തിരിഞ്ഞു നോക്കാതെ. ഇനി ഈ കാട്ടിലേക്ക് തിരിച്ചു വരാതെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോ. ശരി സിംബ, പുതിയ രാജാവ് പറയുന്നത് അനുസരിച്ചല്ലേ പറ്റൂ. മഹാരാജാവ് സിംബ നീണാൾ വാഴട്ടെ. അങ്ങനെ പറഞ്ഞ് പോകുന്നതിന്റെ ഇടയ്ക്ക് സ്കാർ താഴെ കിടന്ന കുറച്ച് തീക്കനലെടുത്ത് സിംബയുടെ മുഖത്തേക്ക് എറിയുവാണ്. ഒരു നിമിഷം സിംബയുടെ ശ്രദ്ധ തെറ്റി. ആ തക്കം നോക്കി സ്കാർ സിംബയെ അറ്റാക്ക് ചെയ്യുവാണ്. നിനക്ക് ജയിക്കാനാവില്ല സ്കാർ. ഞാൻ ജയിക്കും സിംബ, കാരണം ഇത് എന്റെ രാജ്യമാണ്. ഞാനാണ് ഇവിടുത്തെ രാജാവ്. ആ ഫൈറ്റ് കുറച്ചു നേരം നീണ്ടു നിന്നു. പക്ഷെ സിംബയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സ്കാറിനെ കൊണ്ട് പറ്റിയില്ല. സ്കാർ അടിതെറ്റി നേരെ ആ മലയുടെ താഴേക്ക് വീഴുവാണ്. ഒരു നിമിഷം അത് നോക്കി നിന്ന് സിംബ തിരിച്ചു നടന്നു. പക്ഷെ താഴെ വീണിട്ടും സ്കാർ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവന്റെ അടുത്തേക്ക് കഴുതപ്പുലികൾ നടന്നു വരാൻ തുടങ്ങി. നിങ്ങൾ വന്നു എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ. നിങ്ങൾ വിഷമിക്കണ്ട. പോയ അധികാരം നമ്മൾക്ക് എങ്ങനെയും തിരിച്ചെടുക്കണം. അതിന് നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. കൂട്ടുകാരോ? കുറച്ചു മുന്നേ താൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഞങ്ങളാണെന്നല്ലേ താൻ പറഞ്ഞത്? അതും വൃത്തികെട്ട കഴുതപ്പുലികളാണ് കാരണമെന്നല്ലേ പറഞ്ഞത്? അത് ഞങ്ങൾ മറക്കണം. ഹേയ്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കലും നിങ്ങളെ ചതിക്കില്ല. അതൊക്കെ ഞാൻ സിംബയുടെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി പറഞ്ഞ നുണകളാ. എന്നെ വിശ്വസിക്ക്. ആ സമയത്താണ് ഷെൻസി അങ്ങോട്ട് വരുന്നത്. ഷെൻസിക്ക് സ്കാറിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അവൾ പറയുന്നു, സ്കാർ, താൻ ഇത്രയും കാലം പറഞ്ഞതിൽ ഒരേ ഒരു കാര്യം മാത്രമേ സത്യമായിട്ടുള്ളൂ. കഴുതപ്പുലികളുടെ വിശപ്പ് ഒരിക്കലും അടങ്ങില്ല. അവരധികം ഒന്നും ബാക്കി വയ്ക്കാറുമില്ല. അങ്ങനെ പറഞ്ഞ് കഴുതപ്പുലികൾ എല്ലാവരും കൂടി സ്കാറിനെ ആക്രമിച്ച് കൊല്ലുവാണ്. അവർ സ്കാറിനെ തിന്നു. സിംബ സ്കാറിനെ കൊല്ലാതിരുന്നതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. അതെന്താണെന്നറിയോ? എന്തിനാടാ കൊന്നിട്ട്? നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. അങ്ങനെ സ്കാറിന്റെ മരണത്തോടെ എല്ലാം പതുക്കെ ശരിയാവാൻ തുടങ്ങി. ആ സമയത്ത് ഒരു തണുത്ത കാറ്റടിച്ച് അവിടുത്തെ തീയെല്ലാം അണഞ്ഞു പോവുകയാണ്. പെട്ടെന്ന് എല്ലാവരെയും തണുപ്പിച്ചുകൊണ്ട് മഴ താഴേക്ക് പെയ്തിറങ്ങി. ഇത്രയും നാൾ വരണ്ടു കിടന്നിരുന്ന സിംബയുടെ കാടിന് ഒരു പുതിയ ജീവൻ കിട്ടിയിരിക്കുന്നു. സിംബ മറ്റു സിംഹങ്ങളുടെയും കൂട്ടുകാരുടെ അടുത്തേക്ക് വരുവാണ്. അമ്മ സറാബിയും നാലയും സിംബയുമായി സ്നേഹം പങ്കിടുന്നു. സാസു പറന്നു വന്ന് പുതിയ രാജാവിനെ വണങ്ങി റഫീഖ് സിംബയെ നെറ്റിയിൽ തൊട്ട് അനുഗ്രഹിച്ചു. ഇതെല്ലാത്തിന്റെയും ഒരു പുതിയ തുടക്കമാണ്. ആ കാടിന് അതിന്റെ യഥാർത്ഥ രാജാവിനെ തിരിച്ചു കിട്ടി. മഹാരാജാവ് സിംബ റൈഡ് റോക്സിലേക്ക് നടന്നു കയറി സിംബ ആകാശത്തേക്ക് നോക്കി ഗർജിക്കാൻ തുടങ്ങി. അതിന്റെ ആവേശത്തിൽ മറ്റു സിംഹങ്ങളും ഗർജിച്ചു. അത് ആ കാട് മുഴുവൻ അലയടിച്ച് കേൾക്കാൻ തുടങ്ങി. ഇപ്പൊ സിംബയ്ക്ക് മുകളിലേക്ക് നോക്കിയാൽ തന്റെ അച്ഛൻ മുഫാസയെ വ്യക്തമായി കാണാം. മുഫാസ ഒന്നു മാത്രമാണ് പറയുന്നത്, നീ ആരാണെന്ന് ഒരിക്കലും മറക്കാൻ പാടില്ല. നീയാണ് ഈ കാടിന്റെ രാജാവ്, ഒരേ ഒരു രാജാവ്. അങ്ങനെ വീണ്ടും പുതിയൊരു പ്രഭാതം പൊട്ടിവിടർന്നു. ഇപ്പൊ കാട് വീണ്ടും പഴയതുപോലെ ഒരുപാട് മൃഗങ്ങളും ചെടികളും വീണ്ടും സർക്കിൾ ഓഫ് ലൈഫ് തിരിച്ചു വന്നിരിക്കുന്നു. ഇന്നും കാര്യമായിട്ട് എന്തോ ആഘോഷമുള്ള ദിവസമാണ്. എല്ലാ ജീവികളും റൈഡ് റോക്സിന്റെ അടുത്തേക്കാണ് ഓടിപ്പോകുന്നത്. ആ ആഘോഷം മറ്റൊന്നുമല്ല, നമ്മുടെ സിംബയ്ക്കും അവന്റെ റാണിയായിട്ടുള്ള നാലയ്ക്കും ഒരു സിംഹക്കുട്ടി പിറന്നിരിക്കുവാണ്. ആ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാ പ്രജകളും അവിടെ വന്ന് ഒത്തുകൂടിയിരിക്കുന്നത്. എന്നത്തെയും പോലെ റഫീഖ് തന്നെയാണ് ഇന്നത്തെ ആചാരങ്ങളും ചെയ്യുന്നത്. റഫീഖ് സിംഹക്കുഞ്ഞിനെ കയ്യിലെടുത്ത് പതുക്കെ പ്രൈഡ് റോക്സിന്റെ ഏറ്റവും അറ്റത്തേക്ക് നടന്നു. റഫീഖ് ആ കുഞ്ഞിനെ മുകളിലേക്ക് പൊക്കി കാണിച്ചതോടെ എല്ലാ പ്രജകളും ആവേശത്തോടെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. സിംബയുടെയും നാലയുടെയും ആ കുഞ്ഞിനെ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ലെജൻഡറി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് നമ്മളിപ്പോ കണ്ടു തീർത്തത്. പക്ഷെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും എനിക്കിപ്പോഴും ഇഷ്ടം 1994 ഇറങ്ങിയ ഒറിജിനൽ അനിമേറ്റഡ് ലയൺ കിങ് ആണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഈ ലൈവ് ആക്ഷൻ ചിത്രം കാണുമ്പോൾ എനിക്ക് കിട്ടിയില്ല. പണ്ടത്തെ അനിമേറ്റഡ് വെർഷനിൽ എല്ലാ മൃഗങ്ങൾക്കും ഒരു എക്സ്പ്രഷൻ കാണാൻ പറ്റുമായിരുന്നു. അതിലൂടെ തന്നെ അവരുടെ ഇമോഷൻസ് ഒക്കെ നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ലൈവ് ആക്ഷനിലേക്ക് വന്നപ്പോൾ ആ ഇമോഷൻസ് ശരിക്കും മൃഗങ്ങളുടെ മുഖത്ത് കാണാൻ പറ്റുന്നില്ല. അതൊരു കുറവായിട്ട് എനിക്ക് തോന്നി. വേറൊരു പ്രശ്നമില്ല. അപ്പൊ ചിലർ ചോദിക്കും, അതിന് റിയൽ ലൈഫിൽ മൃഗങ്ങളുടെ മുഖത്ത് അങ്ങനെ എക്സ്പ്രഷൻസ് ഒന്നും വരാറില്ലല്ലോ, പിന്നെ എങ്ങനെയാ സിനിമയിൽ അത് കാണിക്കാന്ന്? അങ്ങനെയാണെങ്കിൽ റിയൽ ലൈഫിൽ മൃഗങ്ങൾ സംസാരിക്കാറുമില്ലല്ലോ, അത് കാണിക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ എക്സ്പ്രഷനും കാണിക്കാം. അല്ലാതെ ചില നടന്മാരെ പോലെ ഒരേ ഭാവമായിട്ട് നിൽക്കുന്ന കുറെ സിംഹങ്ങളെയാണ് ഈ സിനിമയിൽ കാണാൻ പറ്റിയത്. ബട്ട് ആ ഒരു കുറവ് മാറ്റി നിർത്തിയാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ലെജൻഡറി ആയിട്ടുള്ള സിനിമയാണിത്. എന്തായാലും വെറുതെ 1.6 ബില്യൺ കളക്ഷൻ കിട്ടില്ലല്ലോ. 13,800 കോടി രൂപ. കോടികൾക്കൊന്നും ഒരു വിലയില്ല. അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്. Hakuna Matata.